നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമുള്ള നാമത്തിന് നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ನಮ್ಮ ಕರ್ತನು ರಕ್ಷಕನಾದಂಥ ಯೇಸು ಕ್ರಿಸ್ತನವಾದಂಥ ಸುಮಧುರವಾದಂಥ ನಾಮದಲ್ಲಿ ತುಂಬ ಹೃದಯದಿಂದ ವಂದನೆ ಸಲ್ಲಿಸುತ್ತೇನೆ. ഒരു പ്രാവശ്യം കൂടി ദൈവസഭയിൽ കടന്നു വന്ന് കർത്താവിനെ പ്രസംഗിപ്പാൻ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങൾക്ക് കർത്താവിന് മഹത്വം കരയേറ്റുന്നു. ಇನ್ನೊಂದಾವರ್ತಿ ದೇವರ ಈ ಒಂದು ಸಭೆಗೆ ಬರುವಂತೆ ಕರ್ತನ ಕೊಟ್ಟದ ಕೃಪೆಗಾಗಿ ನಾನು ದೇವರಿಗೆ ಕೋಟಿ ಸ್ತೋತ್ರವನ್ನು ಸಲ್ಲಿಸುತ್ತೇನೆ. ഞാൻ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സുനിൽ ജോൺ ഡിസൂസ, അദ്ദേഹത്തിന്റെ സഹധർമ്മിണി, കുടുംബം, ദൈവസഭ എല്ലാവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹത്തോടെ വന്ദനം അറിയിക്കുന്നു. ನಾನು ಪ್ರೀತಿಸುವಂತ ಹಾಗೂ ದೇವರ ಸೇವಕರಾದಂಥ ಪಾಸ್ಟರ್ ಸುನಿಲ್ ಜಾನ್ ಡಿಸೋಜ ಹಾಗೂ ಅವರ ಕುಟುಂಬದವರು ಇಲ್ಲಿರುವಂಥ ಪ್ರತಿಯೊಬ್ಬರಿಗೂ ನಾನು ವಂದನೆಯನ್ನು ಸಲ್ಲಿಸುತ್ತೇನೆ. കഴിഞ്ഞ 2015 നിങ്ങളുടെ നടുവിൽ കടന്നു വന്ന് കർത്താവിനെ പ്രസംഗിപ്പാൻ ദൈവം എനിക്ക് നല്ല അവസരം തന്നു. അതോർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. 2015ನೇ ಇಸ್ವಿಯಲ್ಲಿ ನಾನು ಬಂದು ದೇವರ ಸೇವೆಯನ್ನು ಮಾಡುವಂತೆ ಕರ್ತನ ಕೃಪೆ ಕೊಟ್ಟದಕ್ಕಾಗಿ ನಾನು ದೇವರಿಗೆ ಕೋಟಿ ಸ್ತೋತ್ರವನ್ನು ಸಲ್ಲಿಸುತ್ತೇನೆ. അന്ന് ഈ ദൈവസഭ, കർത്താവിന്റെ ദാസൻ, കുടുംബം ഒക്കെ എന്നോട് കാണിച്ച എല്ലാ സ്നേഹാദരങ്ങൾക്കും കർത്താവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുകയും പലയിടങ്ങളിലൊക്കെ ഈ ദൈവസഭയെക്കുറിച്ച് പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യുവാൻ ദൈവം എനിക്ക് അവസരം തന്നു. ಅವರು ಅವತ್ತು ನನಗೆ ಪ್ರೀತಿ ತೋರಿಸಿ ಅವರು ಮಾಡಿದಂಥ ಎಲ್ಲ ಉಪಚಾರಗಳನ್ನು ನೆನೆಸಿ ನಾನು ಪ್ರಾರ್ಥನೆ ಮಾಡಿರುತ್ತೇನೆ. ಮಾತ್ರವಲ್ಲ, ನಿಮ್ಮ ವಿಷಯದಲ್ಲಿ ಅನೇಕರ ಬಳಿಯಲ್ಲಿ ನಾನು ಪರಿಚಯಿಸಿರುತ್ತೇನೆ. ಅದಕ್ಕಾಗಿ ನಾನು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಸಲ್ಲಿಸುತ್ತೇನೆ. ഞാനും എൻ്റെ കുടുംബവും ഈ പ്രസ്ഥാനത്തെ ദൈവസഭയെ നിങ്ങളെല്ലാം ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യുവാൻ ഞങ്ങൾക്ക് ദൈവം അവസരം തന്നുകൊണ്ടിരിക്കുന്നു. ನಾನು ನನ್ನ ಕುಟುಂಬದವರು ನಿಮ್ಮನ್ನು ನಿಮ್ಮ ಸೇವೆಯನ್ನು ನೆನೆಸಿ ಪ್ರಾರ್ಥಿಸುವಂತೆ ಕರ್ತನ ಕೃಪೆ ಕೊಟ್ಟಿರ್ತಾನೆ. ಅದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. ഈ പ്രാർത്ഥനയുടെ നടുവിൽ എന്നെ കൂടെ ക്ഷണിച്ച് ഇവിടെ കടന്നു വന്ന ദൈവത്തിന്റെ വചനം പ്രസംഗിപ്പാൻ ദൈവം തന്ന നല്ല അവസരങ്ങൾക്ക് ഒരിക്കൽ കൂടി കർത്താവിന്റെ മഹത്വം കരയറ്റുന്നു. ಈ ಪ್ರಾರ್ಥನೆಯನ್ನು ಏರ್ಪಡಿಸಿ ಇಲ್ಲಿ ಬಂದು ದೇವರ ವಾಕ್ಯವನ್ನು ಹಂಚಿಕೊಡುವಂತೆ ದೇವರು ನನಗೆ ಕೃಪೆ ತೋರಿಸಿದಕ್ಕಾಗಿ ಇಲ್ಲಿ ಬರುವಂತೆ ಮಾಡಿದಕ್ಕಾಗಿ ದೇವರ ವಾಕ್ಯಕ್ಕೆ ನೇರವಾಗಿ ಬರೋಣ. ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ಈ ಸಂಜೆ ವೇಳೆಯಲ್ಲಿ ಧ್ಯಾನಕ್ಕಾಗಿ ಅಪೊಸ್ತಲ ಕೃತ್ಯಗಳು 7ാം അധ്യായത്തിന്റെ 17 മുതൽ 19 വരെയുള്ള വേദഭാഗം വായിക്കാം. 7ನೇ ಅಧ್ಯಾಯದ 17ರಿಂದ 19ನೇ ವಚನದವರೆಗೂ ನಾವು ಓದಿಕೊಳ್ಳೋಣ. ദൈവം അബ്രഹാമിനോട് അരുൾ ചെയ്ത വാഗ്ദത്തകാലം അടുത്തപ്പോൾ ജനം പെരുകി വർദ്ധിച്ചു. ഒടുവിൽ യോസേപ്പിനെ അറിയാത്ത വേറൊരു രാജാവ് മിസ്രൈമിൽ വാണു. അവൻ നമ്മുടെ വംശത്തോട് ഭയം പ്രയോഗിച്ചു, നമ്മുടെ പിതാക്കന്മാരെ പീഡിപ്പിച്ചു, അവരുടെ ശിശുക്കൾ ജീവനോടെ ഇരിക്കരുതെന്ന് വെച്ച് അവരെ പുറത്തടിവിച്ചു. ಆದರೆ ದೇವರು ಅಬ್ರಹಾಮನಿಗೆ ವಾಗ್ದಾನ ಮಾಡಿದ ಕಾಲವು ಹತ್ತಿರಕ್ಕೆ ಬರುತ್ತಿರುವಾಗ ನಮ್ಮ ಜನರು ಐಗುಪ್ತ ದೇಶದಲ್ಲಿ ಹೆಚ್ಚಿ ಬಹಳವಾದರು. ಕಡೆಗೆ ಯೋಸೇಫನನ್ನು ಅರಿಯದ ಬೇರೊಬ್ಬ ಅರಸನು ಆಳ್ವಿಕೆಗೆ ಬಂದನು. ಈ ಅರಸನು ನಮ್ಮ ಜನರಲ್ಲಿ ಕುಯುಕ್ತಿ ಮಾಡಿ ಅದರ ಕೂಸುಗಳು ಜೀವದಿಂದ ಇಳಿಸಬಾರದೆಂದು ಹೊರಗೆ ಹಾಕಿಸಿ ನಮ್ಮ ಪಿತೃಗಳನ್ನು ಕ್ರೂರವಾಗಿ ನಡೆಸಿದನು. ഒരിക്കൽ കൂടി നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ഈ സമയದಲ್ಲಿ ನಾವೆಲ್ಲರೂ ಸಹ ಕಣ್ಣುಗಳನ್ನು ಮುಚ್ಚಿ ಪ್ರಾರ್ಥಿಸುವ. രാത്രി പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ നമ്മുടെ ഇടപെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ದೇವರ ಪರಿಶುದ್ಧಾತ್ಮ ನಮ್ಮ ಜೊತೆಯಲ್ಲಿ ಮಾತನಾಡುವುದಕ್ಕಾಗಿ ಈ ಸಮಯದಲ್ಲಿ ಪ್ರಾರ್ಥಿಸುವ. ഇന്ന് രാത്രി വചനം അയച്ച് നമ്മെ വിടുവിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ವಾಕ್ಯವನ್ನು ಕಳಿಸಿ ನಮ್ಮ ಜೊತೆಯಲ್ಲಿ ಬಿಡುಗಡೆ ಕೊಡುವಂತ ದೇವರ ಆತ್ಮನಿಗೋಸ್ಕರವಾಗಿ ನಾವು ಪ್ರಾರ್ಥಿಸುವ. വചനം കേട്ടവരുടെ മേൽ ആത്മാവ് വന്നത് വായിക്കുന്ന പോലെ വചനം കേട്ട് നമുക്ക് ആത്മാവിൽ നിറയുവാൻ ഇന്ന് രാത്രി പ്രാർത്ഥിക്കാം. ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ವಾಕ್ಯವನ್ನು ಕೇಳುತ್ತಿರುವುದು ಮಾತ್ರವಲ್ಲ, ವಾಕ್ಯದೊಂದಿಗೆ ತುಂಬಲ್ಪಡುವಂತೆ ನಾವು ಈ ಸಮಯದಲ್ಲಿ ಪ್ರಾರ್ಥಿಸುವ. ഈ സഭയ്ക്ക് കുടുംബങ്ങൾക്കൊക്കെ വലിയ അനുഗ്രഹമായി മാറുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ സഭയിലുള്ള ಪ್ರತಿಯೊಬ್ಬರಿಗೂ ಒಂದು ಆಶೀರ್ವಾದಕರವಾಗಿರುವಂತೆ ನಾವು ಪ್ರಾರ್ಥಿಸುವ. ഈ പ്രാർത്ഥന ഈ ദേശത്തിന് വലിയ വിടുതലായി മാറുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ಈ ಪ್ರಾರ್ಥನೆಯು ದೇಶಕ್ಕೆ ಒಂದು ಬಿಡುಗಡೆ ಆಗಿರುವಂತೆ ನಾವು ಈ ಸಮಯದಲ್ಲಿ ಪ್ರಾರ್ಥಿಸುವ. എല്ലാവരും അല്പസമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സമയದಲ್ಲಿ ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ಪ್ರಾರ್ಥಿಸುವ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗ നല്ല കർത്താവേ, ಪರಿಶುದ್ಧನಾದಂತ ಪರಿಶುದ್ಧ ತಂದೆ, ಪರಲೋಕದ ತಂದೆಯಾದಂತ ದೇವರೇ, ആകാശം ഭൂമി ഒഴിഞ്ഞാലും ഒഴിയാത്ത മാറ്റമില്ലാത്ത വചനത്തിനായി സ്തോത്രം. ಕರ್ತನೇ, ಆಕಾಶವು ಭೂಮಿ ಅಳಿದು ಹೋಗುತ್ತದೆ, ನನ್ನ ವಾಕ್ಯವು ಎಂದಿಗೂ ಅಳಿದು ಹೋಗುವುದಿಲ್ಲ. ഇന്ന് രാത്രി അങ്ങയുടെ വചനത്തിന്റെ വാതിലുകൾ ഞങ്ങൾക്കായി തുറന്നു തരണമേ. ಕರ್ತನೇ, ನಿಮ್ಮ ವಾಕ್ಯದ ರಹಸ್ಯಗಳು ನಮಗೋಸ್ಕರ ತೆರೆದುಕೊಡಬೇಕಾಗಿ ನಾನು ಬೇಡಿಕೊಳ್ತೇನೆ. വചനമായി ഇന്ന് രാത്രി ഞങ്ങളെ വിടുവിക്കണമേ കർത്താവേ. ವಾಕ್ಯವನ್ನು ಕಳಿಸಿ ನಮ್ಮನ್ನು ಬಿಡುಗಡೆ ಮಾಡಬೇಕಾಗಿ ನಾನು ಬೇಡಿಕೊಳ್ತೇನೆ. ഇന്ന് രാത്രി ഓരോരുത്തരോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കണമേ. ಕರ್ತನೇ, ಪ್ರತಿಯೊಬ್ಬರ ಜೊತೆಯಲ್ಲಿ ನೀವು ಮಾತನಾಡಬೇಕಾಗಿ, ഇന്ന് രാത്രി രോഗികളെ സൗഖ്യമാക്കണമേ. ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ರೋಗಿಗಳನ್ನು ಸೌಖ್ಯಪಡಿಸಬೇಕಾಗಿ ನಾನು ಬೇಡಿಕೊಳ್ತೇನೆ. ഇന്ന് രാത്രി വലിയ വിടുതൽ ഈ സഭയ്ക്ക് അയക്കണമേ കർത്താവേ. ಕರ್ತನೇ, ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ದೊಡ್ಡ ಬಿಡುಗಡೆಯನ್ನು ಕೊಡಬೇಕಾಗಿ ನಾನು ಬೇಡಿಕೊಳ್ತೇನೆ. ഈ ശബ്ദപരിധിയിൽ ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ, ಕರ್ತನೇ, ಈ ಶಬ್ದವನ್ನು ಯಾರೆಲ್ಲ ಕೇಳುತ್ತಿದ್ದಾರೆ അവരും യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് സഭയിൽ വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ಅವರು ಸಹ ಯೇಸುವಿನ ಸ್ವಂತ ರಕ್ಷಕನಾಗಿ ಅಂಗೀಕರಿಸಿ ಅವರು ಸಹ ಸಭೆಗೆ ಬರುವಂತೆ ಸಹಾಯ ಮಾಡಬೇಕಾಗಿ ನಾನು ಬೇಡಿಕೊಳ್ತೇನೆ. രാത്രി വാചനമായിട്ട് ഞങ്ങളെ വിടുവിക്കണമേ. ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ವಾಕ್ಯವನ್ನು ಕಳಿಸಿ ನೀವು ಬಿಡುಗಡೆಯನ್ನು ಕೊಡಬೇಕಾಗಿ. ഈ ദേശത്ത് വ്യാപരിക്കുന്ന എല്ലാ ഇരുട്ടിന്റെ ആത്മാവിനെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ಕರ್ತನೇ, ಈ ಸ್ಥಳದಲ್ಲಿ ವ್ಯಾಪರಿಸುತ್ತಿರುವಂತಹ ಎಲ್ಲ ಕತ್ತಲ ಶಕ್ತಿಯ ಬಲಗಳು ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಬಿಟ್ಟೋಗಲಿ ಎಂದು ಆಜ್ಞಾಪಿಸುತ್ತೇನೆ ಸ್ವಾಮಿ. ഇന്ന് രാത്രി യേശുവിന്റെ പ്രവൃത്തിയിനകത്ത് വെളിപ്പെടണമേ. ಕರ್ತನೇ, ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ನಿನ್ನ ಕಾರ್ಯದಲ್ಲಿ ಪ್ರಕಟವಾಗಲಿ. വലിയ ദൈവ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ದೇವರ ಸಾನ್ನಿಧ್ಯ ಇಳಿಯಲಿ ಎಂದು ಪ್ರಾರ್ಥಿಸುತ್ತೇನೆ. കർത്താവിനെ ഉയർത്തുവാൻ കൃപ തരണമേ. ಕರ್ತನೇ, ನಿಮ್ಮನ್ನು ಮಾತ್ರ ನಾವು വചനത്തിന്റെ വാതിലുകൾ ഞങ്ങൾക്കായി തുറക്കണമേ. ವಾಕ್ಯವನ್ನು ನಮಗೋಸ್ಕರ ತೆರೆದುಕೊಡಬೇಕಾಗಿ ನಾನು ಬೇಡಿಕೊಳ್ತೇನೆ. പ്രാർത്ഥന കേട്ടുകൊണ്ട് ಸ್ತೋತ್ರ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಬೇಡಿಕೊಳ್ತೇನೆ ಜೀವವುಳ್ಳ ತಂದೆಯೇ. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ആ വേദഭാഗം വായിക്കാം. ಇನ್ನೊಂದು ಸಾರಿ ನಾವು ಈ ಸಮಯದಲ್ಲಿ ಈ ವಾಕ್ಯವನ್ನು ಓದಿಕೊಳ್ಳೋಣ. ಆದರೆ ದೇವರ ಅಬ್ರಹಾಮನಿಗೆ ವಾಗ್ದಾನ ಮಾಡಿದ ಕಾಲವು ಹತ್ತಿರಕ್ಕೆ ಬರುತ್ತಿರುವಾಗ
ನಮ್ಮ ಜನರು ಐಗುಪ್ತ ದೇಶದಲ್ಲಿ ಹೆಚ್ಚಿ ಬಹಳವಾದರು. പരിശുദ്ധാത്മാവിന് ഇന്ന് രാത്രി ಪರಿಶುದ್ಧಾತ್ಮನ ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ നിങ്ങളോട് പറയുവാൻ എന്റെ അകത്തളങ്ങളിൽ തന്ന ദൈവ സന്ദേശം, ನಿಮಗೆ ಹೇಳಲು ದೇವರು ನನ್ನ ಹೃದಯದಲ್ಲಿ ಹಾಕಿದಂತ ದೇವರ ಸಂದೇಶ, വാഗ്ദത്തങ്ങളുടെ കാലം അടുക്കുമ്പോൾ, ವಾಗ್ದಾನದ ಆ ಒಂದು ನೆರವೇರಿಕೆ ಹತ್ತಿರವಾದಾಗ ആ വാഗ്ദത്തം പ്രാപിക്കാതിരിക്കാൻ ಆ ವಾಗ್ದಾನವನ್ನು ಹೊಂದಿಕೊಳ್ಳಬಾರದೆಂದು ദൈവം തന്റെ ജനത്തെ ದೇವರು ತನ್ನ ಜನರಿಗೆ ആ വാഗ്ദാനം പ്രാപിക്കാതിരിക്കാൻ, ಆ ವಾಗ್ದಾನ ಹೊಂದಿಕೊಳ್ಳದೆ ಇರಬಾರದೆಂದು, ശത്രു മുൻപോട്ട് വിടാതിരിക്കാൻ, ಶತ್ರು ಮುಂದಕ್ಕೆ ಬಿಡದಾಗಿರುವಾಗ ആ വാഗ്ദാനങ്ങൾ കരസ്ഥമാക്കാതിരിക്കാൻ, ಆ ವಾಗ್ದಾನವನ್ನು ಅವರು ಸ್ವಾಧೀನ ಮಾಡಿಕೊಳ್ಳಬಾರದೆಂದು ശത്രു ഒരുക്കുന്ന സകല തന്ത്രങ്ങൾക്ക് മേലും ഇന്ന് രാത്രി ദൈവത്തിന് ജയമുണ്ട്. ಶತ್ರುವಾದವನ್ನು ಹಾಕುವಂತ ಎಲ್ಲ ವಂಚಿಗೂ ದೇವರು ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ಬಿಡುಗಡೆಯನ್ನು ಕೊಡುವವನಾಗಿರುತ್ತಾನೆ. ಆಮೆನ್. ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവജനത്തിനും ദൈവത്തിന്റെ വാഗ്ദാനമുണ്ട്. ಇಲ್ಲಿರುವಂತಹ ಪ್ರತಿಯೊಂದು ದೇವ ಜನರಿಗೂ ಒಂದೊಂದು ವಾಗ್ದಾನಗಳು ಉಂಟು. നമ്മുടെ സഭയ്ക്ക് ദൈവത്തിന്റെ വാഗ്ദാനം, ನಮ್ಮ ಸಭೆಗೆ ದೇವರ ವಾಗ್ದಾನ ಇದೆ. നിങ്ങൾ ഓരോരുത്തർക്കും ദൈവത്തിന്റെ വാഗ്ദാനം. ಪ್ರತಿಯೊಬ್ಬರಿಗೂ ದೇವರು ಒಂದೊಂದು ವಾಗ್ದಾನವನ್ನು ಕೊಟ್ಟಿರುತ್ತಾನೆ. പ്രാപിക്കാതിരിക്കാൻ, ಅದ್ಯಾವುದು ಸಹ ಹೊಂದಿಕೊಳ್ಳದೆ ಇರುವುದಕ್ಕಾಗಿ ശത്രു തടസ്സപ്പെടുന്ന സകല മേഖലകൾക്കും ಶತ್ರುವಾದವನ್ನು ತಡೆಯಾಗಿರುವಂತಹ ಎಲ್ಲ ಮೇಘನಗಳಲ್ಲಿ ഇന്ന് രാത്രി ദൈവം തന്റെ വചനമയച്ചു നമ്മളെ ಈ ജയിപ്പിക്കും. ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ದೇವರು ತನ್ನ ವಾಕ್ಯವನ್ನು ಕಳಿಸಿ ಜಯವನ್ನು ಕೊಡುವವನಾಗಿರುತ್ತಾನೆ. അത് വിശ്വസിക്കുന്നവർ ചേർന്ന കരം ഉയർത്തി നമ്മുടെ ദൈവത്തിന് സ്വന്തം ಅದನ್ನು ചെയ്താൽ ನಂಬುವವರು ಮಾತ್ರ ಕರಗಳನ್ನು ಮೇಲಕ್ಕೆ ಮಾಡಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಸಲ್ಲಿಸೋಣ. വാഗ്ദാനം കേട്ട എല്ലാവരും ഈ രാത്രി ഓർക്കേണ്ട സന്ദേശം, ವಾಗ್ದಾನವನ್ನು ಹೊಂದಿರುವಂತಹ ಪ್ರತಿಯೊಬ್ಬರು ಸಹ ಸಂದೇಶವನ್ನು ಕೇಳಬೇಕು. കഴിഞ്ഞ നാളുകളിൽ കർത്താവിന്റെ ദാസന്മാരോട് നമ്മൾ പറഞ്ഞ വാഗ്ദത്തം, ಕಳೆದ ದಿನಗಳಲ್ಲಿ ದೇವ ಸೇವಕರ ಮೂಲಕವಾಗಿ ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಅನೇಕ ವಾಗ್ದಾನವನ್ನು ಕೊಟ್ಟಿದ್ದಾರೆ. നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നിങ്ങൾക്ക് തന്ന വാഗ്ദത്തം, ನೀವು ಪ್ರಾರ್ಥಿಸಿದಂತಹ ವೇಳೆಯಲ್ಲಿ ದೇವರು ನಿಮಗೆ ಕೊಟ್ಟಂತಹ ವಾಗ್ದಾನಗಳು, അനേക ഇടങ്ങളിൽ കർത്താവിന്റെ ദാസന്മാരോട് നിങ്ങൾ പറഞ്ഞ വാഗ്ദത്തം, ಅನೇಕ ಸ್ಥಳಗಳಲ್ಲಿ ದೇವ ಸೇವಕರು ನಿಮ್ಮ ಕುರಿತು ಹೇಳಿರುವಂತಹ ವಾಗ್ದಾನಗಳು ഇന്ന് വരെ അത് പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ಇಲ್ಲಿವರೆಗೂ ನೀವು ಅದನ್ನು ഈ ಹೊಂದಿಕೊಳ್ಳಬೇಕಾದರೆ 2016 അവസാന വർഷം 2016 ಕೊನೆಯ ದಿನಗಳಲ್ಲಿ 2017 നമ്മൾ പ്രവേശിക്കുമ്പോൾ 2017 ಪ್ರವೇಶಿಸುವ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പ്രാപിച്ച സകല വാഗ്ദത്തങ്ങൾ നമ്മൾ പ്രാപിക്കുന്ന സുദിനമായി മാറണം. ಕಳೆದ ದಿನಗಳಲ್ಲಿ ನಾವು ಯಾವುದನ್ನ വിശ്വസിക്കുന്നവരെ കരമടിച്ച് നമ്മുടെ ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ടെ. ನಾವು ಸ್ವಾಧೀನ ಮಾಡಿಕೊಳ್ಳಬೇಕು യേശുവിന്റെ നാമത്തിൽ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ കഴിഞ്ഞ നാളുകളിൽ സഭയ്ക്ക് കിട്ടിയ വാഗ്ദത്തം, ಕಳೆದ ದಿನಗಳಲ್ಲಿ ಸಭೆಗೆ ಇಟ್ಟಂತ നിങ്ങൾക്ക് ವಾಗ್ದಾನಗಳು, ഓരോരുത്തരും കിട്ടിയ ദൈവിക വാഗ്ദത്തം ನಿಮಗೆ ಒಬ್ಬೊಬ್ಬರಿಗೆ ಕೊಟ್ಟಂತ ದೈವಿಕವಾದ നമ്മൾ പ്രാപിച്ചെടുക്കുന്ന സമയമാണിത്. ನಾವು ಹೊಂದಿಕೊಳ್ಳಲಿಕ್ಕಿರುವಂತಹ ಸಮಯವಾಗಿದೆ ಇದು. ഇന്ന് രാത്രി ദൈവം തന്റെ വചനമയച്ച് നമ്മൾക്കത് പിടിപ്പിക്കും. ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ದೇವರು ತನ್ನ ವಾಕ್ಯವನ್ನು ಕಳಿಸಿ ಬಿಡುಗಡೆಯನ್ನು ಕೊಡುವವನಾಗಿರುತ್ತಾನೆ. എന്നോട് പരിശുദ്ധാത്ಮ പറഞ്ഞു, ನನ್ನ ಜೊತೆ ದೇವರಾತ್ಮನ ಹೇಳಿದ್ದೇನೆಂದರೆ, ഈ അഭിഷക്തന കുടുംബത്തിന്, ಈ ಅಭಿಷೇಕ್ತನ ಮತ್ತು ಕುಟುಂಬಕ್ಕೆ, സഭയ്ക്ക്, ಸಭೆಗೆ, ഈ പ്രസ്ഥാനത്തിന് ಈ ಸಂಸ್ಥೆಗೆ ഒത്തിരി വാഗ്ദത്തം ദൈവം നൽകിയിട്ടുണ്ട്. ಅನೇಕ ವಾಗ್ದಾನಗಳನ್ನು ದೇವರು ಕೊಟ್ಟಿರುತ್ತಾನೆ. അതൊന്നും പ്രാപിക്കാൻ കഴിയാതെ, ಅದನ್ನೆಲ್ಲ ಯಾವುದು ಹೊಂದಿಕೊಳ್ಳದಾಗೆ, അതിന് വിവിധ തടസ്സങ്ങൾ ഇട്ടുകൊണ്ട്, ಅದನ್ನು ವಿವಿಧ ರೀತಿಯಲ್ಲಿ ತಡೆಗಳನ್ನು ಇಟ್ಟುಕೊಂಡು ഈ ദേശത്ത് വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ ആത്മാവിന്റെ മേൽ ಈ ದೇಶದಲ್ಲಿ ವ್ಯಾಪರಿಸಿರುವಂತಹ ಕತ್ತಲ ಶಕ್ತಿಯ ഈ ಬಲಗಳು, പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന്റെ വിടുതലുണ്ട്. ಈ ಪ್ರಾರ್ಥನೆಯಲ್ಲಿ ದೇವರ ಒಂದು ದೊಡ್ಡ വിശ്വസിക്കുന്നവരെ കരം പിടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ನಂಬುವವರು ಕರಗಳನ್ನು ತಟ್ಟಿ ದೇವರಿಗೆ കഴിഞ്ഞ നാളുകളിൽ ಮಹಿಮೆಪಡಿಸೋಣ. ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ, ಕಳೆದ ದಿನಗಳಲ್ಲಿ ದೇವರು ಕೊಟ್ಟಂತ കഴിഞ്ഞ ವಾಗ್ದಾನಗಳು, നാളുകളിൽ ദൈവം പറഞ്ഞ ആലോചനകൾ ದೇವರು ಕೊಟ್ಟಂತ ಆಲೋಚನೆಗಳು മുഴുവൻ നമുക്ക് നിവർത്തിച്ചു തരുന്ന രാത്രിയാണ് ഇന്ന് രാത്രി. ಪರಿಪೂರ್ಣವಾಗಿ ನಮಗೆ വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ಈ ರಾತ್ರಿ ನಂಬುವವರು കഴിഞ്ഞ നാളുകളിൽ ദൈവം പറഞ്ഞ സകല വാഗ്ദത്തങ്ങളും ಕಳೆದ ದಿನಗಳಲ್ಲಿ ದೇವರು ಕೊಟ್ಟಂತ ಸಕಲ ವಾಗ್ದಾನಗಳು നമ്മുടെ സഭയോട്, ನಮ್ಮ ಸಭೆಯೊಂದಿಗೆ, നമ്മുടെ പ്രസ്ഥാനത്തോട്, ನಮ್ಮ ಸಂಸ್ಥೆಯೊಂದಿಗೆ, നിങ്ങളുടെ കുടുംബത്തോട്, ನಮ್ಮ ಕುಟುಂಬದೊಂದಿಗೆ, നിങ്ങളുടെ തലമുറയോട്, ನಮ್ಮ ಮಕ್ಕಳೊಂದಿಗೆ, നിങ്ങളുടെ മിനിസ്ട്രിയോട് ನಮ್ಮ ಸೇವೆಯೊಂದಿಗೆ ഒക്കെ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളൊക്കെ തടയുന്നവരുണ്ടെങ്കിൽ, ತಡೆ ಮಾಡುವಂತ ಒಂದು എല്ലാവരും പറയാറുണ്ട്, ಎಲ್ಲರೂ ಈ ರೀತಿಯಲ್ಲಿ ಹೇಳುತ್ತಾರೆ, 2010 ഞങ്ങൾ ചില വാഗ്ദത്തം കേട്ടു, 2010 ಕೆಲವೊಂದು ವಾಗ್ದಾನವನ್ನು ಕೇಳಿದೆವು, ವಾಕ್ಯವನ್ನು ಕೇಳಿದ್ದೇವೆ, 12, 13, 14 ಕೇಟು, 10, 11, 12, 13 ಸಹ ಕೇಳಿದ್ದೇವೆ, 15 കേട്ടു, 15 പക്ഷേ ಕೇಳಿದ್ದೇವೆ. ഇന്ന് വരെ ഇതൊന്നും പ്രാപിച്ചിട്ടില്ല. ಆದ್ರೆ ಪಾಸ್ಟ್ ಇದುವರೆಗೂ ಯಾವ್ದು ಸಹ ನನ್ನ ಜೀವಿತದಲ್ಲಿ ನೆರವೇರಿಲ್ಲ. ಏನು ಕಾರಣ? പലരും പറയുന്നു, ಅನೇಕರು ಈ ರೀತಿಯಲ್ಲಿ ಹೇಳುತ್ತಾರೆ, പല വിധത്തിലുള്ള തടസ്സങ്ങൾ ഞങ്ങൾ നേരിടുന്നു. ಅನೇಕ ವಿಧವಾದಂತಹ ತಡೆಗಳು ನಮಗೆ ನೇರವಾಗಿ ഇന്ന് ಬಂದಿವೆ. രാത്രി നമ്മൾ ചിന്തിക്കാൻ ಆದ್ರೆ പോകുന്നത്, ಇವತ್ತು ರಾತ್ರಿ ನಾವು ಯೋಚನೆ ಮಾಡಲು ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കാതിരിപ്പാൻ, ದೇವರ ವಾಗ್ದಾನಗಳನ್ನು ನಾವು ಪ್ರವೇಶಿಸದ ಹಾಗೆ, നമ്മളെ മുന്നോട്ട് വിടാതിരിപ്പാൻ, ನಮಗೆ ಮುಂದಕ್ಕೆ ಹೋಗಲು ಬಿಡದ ಹಾಗೆ ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ, ಕತ್ತಲೆಯ ಶಕ್ತಿಗಳು ഏതെല്ലാം മേഖലകളെ നമ്മളെ തടയുന്നുണ്ടോ, ಯಾವುದೆಲ್ಲ ಮೇಘಗಳಲ್ಲಿ ನಮ್ಮನ್ನು ഇന്ന് രാത്രി ತಡೆಯುತ್ತಿದೆಯೋ, ദൈവത്തിന്റെ വാചനമായിട്ട് നമ്മളെ വിടുവിക്കും. ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ದೇವರು ತನ್ನ ದೂತನ ദൈവത്തിന്റെ വാചനമായിട്ട് വിടുവിക്കുന്ന രാത്രിയാണ് ഇന്ന് രാത്രി. ದೇವರು ತನ್ನ ವಾಕ್ಯವನ್ನು ಕಳಿಸಿ വിശ്വസിക്കുന്നവർ ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ನಂಬುವವರು ಕರಗಳನ್ನು ತಟ್ಟಿ ಒಂದಾಗಿ വിശ്വസിക്കുന്നവർ ഒരുമിച്ച് ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ನಂಬುವವರು ಒಂದಾಗಿ ಆತ್ಮನೊಂದಿಗೆ ದೇವರನ್ನು ಸ್ತುತಿಸುವ. ഇവിടെ ദൈവത്തിന്റെ വാചനം പറയുന്നു, ಇಲ್ಲಿ ದೇವರ ವಾಕ್ಯ ಹೇಳುವುದೇನೆಂದರೆ, ദൈവം പണ്ട് അബ്രഹാമിനോട് അരുൾ ചെയ്തിരിക്കുന്ന വാഗ്ദത്ത കാലം അടുത്തപ്പോ, ದೇವರು ಅಬ್ರಾಹ್ಮನಿಗೆ ಮಾಡಿದ ವಾಗ್ದಾನದ ಕಾಲವು ಹತ್ತಿರಕ್ಕೆ ಬರುತ್ತಿರುವಾಗ, ಇಸ್ರಾಯೇಲ್ ವಂಶದವರು
ഇസ്രായേലിൽ വർദ്ധിച്ചു വരികപ്പോൾ ಐಗುಪ್ತ ದೇಶದಲ್ಲಿ ಹೆಚ್ಚಿ ಬಹಳವಾಗುತ್ತಿದ್ದಾರೆಂದು അവരുടെ ശിശുക്കൾ മുതൽ പിതാക്കന്മാർ മുതൽ ശിശുക്കൾ വരെ ತನ್ನ ಜನರ പിതാക്കന്മാർ മുതൽ ശിശുക്കൾ വരെ ಪಿತೃಗಳಿಂದ ಮಕ್ಕಳವರೆಗೂ ഓരോരുത്തരും ജീവനോടിരിക്കാതിരിക്കാൻ ಒಬ್ಬೊಬ್ಬರು ಸಹ ಜೀವಂತವಾಗಿ ಇರಬಾರದೆಂದು ശത്രു അവരെ ഇല്ലായ്മ ചെയ്യുവാൻ പദ്ധതിയിട്ടു. ಶತ್ರುವಾದವನು ಅವರು ಇರಬಾರದು, ನಿರ್ನಾಮವಾಗಬೇಕು ಅಂತ ಹೇಳಿ ಕುಯುಕ್ತಿ എന്തിനാണ് ശത്രു അവരെ ഇല്ലായ്മ ചെയ്യാൻ പദ്ധതിയിട്ടത്? ಯಾಕೆ ಅವರು ಇರಬಾರದು ಅಂತ ಹೇಳಿ ಶತ್ರುವಾದವನು ಯೋಚನೆ ಹಾಕಿದನು. കഴിഞ്ഞ നാളുകളിൽ അവരോട് പറഞ്ഞ വാഗ്ദത്തം അവർക്കുള്ളത് കൊണ്ടാ. ದೇವರು ಅವರ ಜೀವಿತದಲ್ಲಿ ಕಳೆದ ದಿನಗಳಲ್ಲಿ ಮಾಡಿದಂತ ವಾಗ್ದಾನಗಳ ನಿಮಿತ್ತವಾಗಿ എന്നോടും നിങ്ങളോടും ശത്രു എന്തിനാണ് പോരാടുന്നത്? ಯಾಕೆ ಸೈತಾನ ನನ್ನೊಂದಿಗೆ ನಿಮ್ಮೊಂದಿಗೆ ಹೋರಾಡುತ್ತಿದ್ದಾನೆ? നമ്മുടെ ശരീരത്തിനോടും നമ്മുടെ മനസ്സിനോടും നമ്മുടെ മിനിസ്ട്രിയോടും എന്തിനാ പോരാടുന്നത്? ಯಾಕೆ ನಮ್ಮ ಶರೀರದೊಂದಿಗೆ ನಮ್ಮ ಮನಸ್ಸಿನೊಂದಿಗೆ ನಮ್ಮ ಮಿನಿಸ್ಟ್ರಿಯೊಂದಿಗೆ ಯಾಕೆ ಸೈತಾನ ಇಷ್ಟಾಗಿ ಹೋರಾಡುತ್ತಿದ್ದಾನೆ? നമ്മളോട് ദൈവത്തിന്റെ വാഗ്ദത്തം ഉള്ളത് കൊണ്ടാണ്. ನಮ್ಮಲ್ಲಿ ದೇವರ ವಾಗ್ದಾನಗಳಿದೆ, നമ്മളോട് ദൈവത്തിന്റെ വാഗ്ദത്തം ഉള്ളത് കൊണ്ടാണ്. ನಮ್ಮಲ್ಲಿ ದೇವರ ವಾಗ್ದಾನಗಳಿದೆ, വാഗ്ദത്തമുള്ളവർ ഇന്ന് രാത്രി ഓർത്തിരിക്കേണ്ട കാര്യം, ವಾಗ್ದಾನ ಹೊಂದಿರುವವರು ಒಂದನ್ನು ಗಮನಿಸಿರಬೇಕು. വാഗ്ദത്തം പ്രാപിക്കാതിരിപ്പാൻ, ವಾಗ್ದಾನವನ್ನು ಹೊಂದಿಕೊಳ್ಳದಂತೆ ഒന്ന് മാറി പല വിധത്തിൽ ಒಂದು ಬಿಟ್ಟು ಒಂದರ ನಂತರವಾಗಿ ಬರುತ್ತಿರುವಂತಹ മനസ്സിനോടും നമ്മുടെ ശരീരത്തോടും ನಮ್ಮ ಮನಸ್ಸಿನೊಂದಿಗೂ ನಮ್ಮ ಶರೀರದೊಂದಿಗೂ നമ്മളോട് പീഡിപ്പിക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങളുടെ മേൽ ಪೀಡಿಸುತ್ತಿರುವಂತಹ ಕತ್ತಲೆ ಶಕ್ತಿ ಬಲಗಳು രാത്രി നമുക്ക് പോരാടി പ്രാർത്ഥിക്കണം. ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ಹೋರಾಡಿ ನಾವು അതിന്റെ ಪ್ರಾರ್ಥಿಸಬೇಕು. വചനമാണ് ഇന്ന് രാത്രി ദൈവം അയച്ചുകൊണ്ടിരിക്കുന്നത്. ಅದಕ್ಕೋಸ್ಕರವಾಗಿ വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ನಂಬುವವರು ಕರಗಳನ್ನು ಮೇಲೆ ಮಾಡಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಸಲ್ಲಿಸೋಣ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓർക്ക, വാഗ്ദത്തമുള്ള എല്ലാവരെയും ശത്രു ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ವಾಗ್ದಾನ ಯಾರ ಜೀವಿತದಲ್ಲಿ ಇದೆ ಅವರೆಲ್ಲರನ್ನು ಸಹ ಶತ್ರುವಾದವನ್ನು ನಾಶಪಡಿಸಬೇಕಂತ ಹೋರಾಡಿದನು. ആദിമ പിതാക്കന്മാരായിരുന്ന ಆದಿ ಪಿತೃಗಳಾಗಿದ್ದಂತಹ ആദാം ഹവ്വ ದಂಪತಿകളെ ಆದಾಮ್ ಅವ್ವ ಅವರ ಸಂಬಂಧವಾಗಿ ദൈവത്തിന്റെ വാഗ്ദത്തം അവർക്കുള്ളതുകൊണ്ട് ದೇವರ ವಾಗ್ದಾನ ಅವರ ಜೀವಿತದಲ್ಲಿ ಇದ್ದ ನಿಮಿತ್ತವಾಗಿ അത് പ്രാപിക്കാതിരിപ്പാൻ ಅದನ್ನು ಹೊಂದಿಕೊಳ್ಳದೆ ಇರಬೇಕೆಂತ ಹೇಳಿ ಶತ್ರುವಾದವನು അവരെ പല വിധത്തിൽ അവരോട് പോരാടി ಅವರ ಜೀವಿತದಲ್ಲಿ ಅನೇಕ ವಿಧದಲ್ಲಿ ಹೋರಾಡಿದನು. ഒടുവിൽ ನಂತರ വാക്കുകൾ കൊണ്ട്, ವಾಕ್ಯದ ಮೂಲಕ, ಮಾತುಗಳ ಮೂಲಕವಾಗಿ ദൈവം വാസ്തവമായിട്ട് ഇത് കൽപ്പിച്ചിട്ടുണ്ടോ? ದೇವರು ಇದನ್ನು ವಾಸ್ತವವಾಗಿ ಕಲ್ಪಿಸಿದ್ದಾನೋ? വാസ്തവമായിട്ട് ഇത് കൽപ്പിച്ചിട്ടുണ്ടോ? ದೇವರು ಇದನ್ನು ವಾಸ್ತವವಾಗಿ ಕಲ್ಪಿಸಿದ್ದಾನೋ? എന്നിട്ട് ചതി വാക്കുകളാൽ, ಆ ರೀತಿಯ ಮಾತುಗಳಿಂದ ആ പഴം അവരെ കൊണ്ട് പറപ്പിച്ചു തിന്നു. ಆ ನಂತರವಾಗಿ ಅವ ಸಂಶಯವನ್ನು ತಂದ ನಂತರವಾಗಿ ಅವನ ಹಣ್ಣನ್ನು ಕೊಟ್ಟು ಅವರನ್ನು ವಂಚಿಸಿದನು. ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ നിന്ന് അവരെ പിന്മാറ്റി കളഞ്ഞു. ದೇವರ ವಾಗ್ದಾನದಿಂದ ಅವರು ಹಿಂಜಾರಿ ಹೋದರು. ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ നിന്ന് അവരെ പിന്മാറ്റി കളഞ്ഞു. ದೇವರ ವಾಗ್ದಾನದಿಂದ ಅವರು ಹಿಂಜಾರಿ അന്ന് മുതൽ ಹೋದರು. അനേക കുടുംബങ്ങളെ, ಅವತ್ತಿನಿಂದ ಅನೇಕ ಕುಟುಂಬಗಳನ್ನು, ഒത്തിരി ജീവിതങ്ങളെ, ಅನೇಕ ಜೀವಿತವನ್ನು, അനേക വ്യക്തികളെ ಅನೇಕ ವ್ಯಕ್ತಿಗಳನ್ನು ദൈവിക വാഗ്ദത്തത്തിൽ നിന്ന് പിന്തിരിച്ച ശത്രു, ದೇವರ ವಾಗ್ದಾನವನ್ನು ಹೊಂದಿಕೊಳ್ಳದಾಗೆ ಹೋರಾಡುತ್ತಿರುವ ശത്രു, തല തെറിച്ചു പോയ ശത്രു, ತಲೆ ಎತ್ತಿರುವಂತ ಶತ್ರು ഇന്നും ദൈവിക വാഗ്ദത്തങ്ങളെ കടിപ്പിക്കാതിരിപ്പാൻ, ಇವತ್ತು ಸಹ ಅನೇಕರನ್ನು ದೇವರ ವಾಗ್ದಾನಗಳಲ್ಲಿ ಪ್ರವೇಶಿಸದಾಗೆ ಮಾಡುತ್ತಿರುವಂತಹ, അവരെ പിന്മാറ്റിക്കൊണ്ടു പോകുന്ന, ದೇವರ ವಾಗ್ದಾನವನ್ನು ಹಿಡಿದುಕೊಳ್ಳದೆ ಹಿಂಜಾರಿ ಹೋಗುವಂತೆ ಮಾಡುತ್ತಿರುವಂತಹ, ഇന്ന് രാത്രി എന്നെയും നിങ്ങളെ തെറ്റിച്ചുകൊണ്ട് പോകുന്ന, ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ನನ್ನನ್ನು ನಿನ್ನನ್ನು ತಪ್ಪಿಸುತ್ತಿರುವಂತಹ, ദൈവം തന്റെ വചനമയച്ച്, ದೇವರು ತನ್ನ ವಾಕ್ಯದ ಮೂಲಕವಾಗಿ, ദൈവം തന്റെ വചനമയച്ച് ದೇವರು ತನ್ನ ವಾಕ್ಯದ ಮೂಲಕವಾಗಿ ഇന്ന് രാത്രി ജയം തരുന്നത് ഓർത്ത് കരമുയർത്തി നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ದೇವರು ಜಯವನ್ನು ಕೊಡುವವನಾಗಿದ್ದಾನೆ ಎಂಬ ನೆನೆಸಿ ಕರಗಳನ್ನು ತಟ್ಟಿ ನಾವು ದೇವರಿಗೆ ಮಹಿಮೆ ಪಡಿಸೋಣ. യേശുവിന്റെ നാമത്തിൽ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ വാഗ്ദത്തങ്ങൾക്ക് വിരോധമായി വ്യാപരിക്കുന്ന, ವಾಗ್ದಾನಗಳ ಮೇಲೆ നന്മകൾക്ക് വിരോധമായി വ്യാപരിക്കുന്ന, ಆಶೀರ್ವಾದಕ್ಕೆ ವಿರುದ್ಧವಾಗಿ ವ್ಯಾಪರಿಸುತ್ತಿರುವಂತಹ, ശരീരത്തിനോടും മനസ്സിനോടും വ്യാപരിക്കുന്ന, ಶರೀರ ಹಾಗೂ ಮನಸ್ಸಿನ ಒಂದಿಗೆ ಹೋರಾಡುತ್ತಿರುವಂತಹ എല്ലാ ഇരുട്ടിന്റെ വ്യാപാരങ്ങളും ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയം പ്രാപിക്കുന്നു. ಎಲ್ಲ ಕತ್ತಲ ಶಕ್ತಿಯ ಬಲಗಳು ಯೇಸುವಿನ ನಾಮ ಅದರ ಮೇಲೆ ಜಯವನ್ನು ಹೊಂದಿಕೊಳ್ಳುತ್ತೇವೆ. ഒരിക്കൽ പത്രോസ് അപ്പോസ്തലനോട് ಒಂದು ಸಾರಿ ಪೇತ್ರನು യേശു പറഞ്ഞു, ಯೇಸು ಹೇಳಿದನು, ഇന്ന് മുതൽ ಇವತ್ತಿನಿಂದ നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറും. ನಿನ್ನನ್ನು ನಾನು ಮನುಷ್ಯರನ್ನು ಹಿಡಿಯುವ ಬೆಸರನ್ನಾಗಿ ಮಾಡುತ್ತೇನೆ. അന്ന് മുതൽ ಅವತ್ತಿನಿಂದ ആ വാഗ്ദത്തം പ്രാപിക്കാതിരിപ്പാൻ, ಆ ವಾಗ್ದಾನವನ್ನು ಅವನು ಹೊಂದಿಕೊಳ್ಳದೆ ಇರುವುದಕ್ಕಾಗಿ, അവനെ ഗോതമ്പ് പാറ്റേണ്ടതിന് പോലെ ಅದನ್ನ ಗೋಧಿಯನ್ನು ಹೊನೆಯುವ ರೀತಿಯಲ್ಲಿ ശത്രു അവന്റെ അകത്തളങ്ങളിൽ കിടന്ന് ಸೈತಾನ ಅವನ ಒಳಗಡೆ ನುಸುಳಿ ആ വാഗ്ദത്തം പ്രാപിക്കാതിരിപ്പാൻ, ಅವನು ವಾಗ್ದಾನವನ್ನು ಹೊಂದಿಕೊಳ್ಳದ ಹಾಗೆ, അവന്റെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തി കളയുവാൻ, ಅವನ ನಂಬಿಕೆಯನ್ನು ನಾಶಪಡಿಸಬೇಕಾಗಿ, യേശുവിനോട് അടുപ്പിക്കാതിരിപ്പാൻ ಯೇಸುವಿನ ಹತ್ತಿರ ಹೋಗದ ಹಾಗೆ പല വിധത്തിൽ അവനോട് പോരാടി. ಅನೇಕ ರೀತಿಯಲ್ಲಿ ಅವನು ಹೋರಾಡಿದನು. പക്ഷേ യേശുവിന്റെ സാന്നിധ്യം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട്, ಆದರೆ ಯೇಸುವಿನ ಸಾನ್ನಿಧ್ಯ ಅವನ ಜೊತೆಯಲ್ಲಿ ಇದ್ದ ನಿಮಿತ್ತವಾಗಿ അവന്റെ വാഗ്ദത്തങ്ങളെ തൊടാൻ ശത്രുവിനെ കൊണ്ട് ദൈവം അനുവദിച്ചില്ല. ಅವನ ವಾಗ್ದಾನಗಳನ್ನು
ನಾಶಪಡಿಸುವುದಕ್ಕೆ ದೇವರು ಬಿಡಲಿಲ್ಲ. ഇന്ന് രാത്രി ഓർക്കേണ്ട കാര്യം, ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ನಾವು ಗಮನಿಸಬೇಕಾದಂತಹ ഞാനും നിങ്ങളും തകർന്നു പോകാതിരിപ്പാൻ, ನಾನು ಮತ್ತೆ ನೀವು ಸೋತು ಹೋಗದೆ ಇರುವುದಕ್ಕಾಗಿ, ഞാനും നിങ്ങളും ഇല്ലാതിരിപ്പാൻ, ನಾನು ಮತ್ತೆ ನೀವು ಇಲ್ಲದೆ ಇರುವುದಾಗಿ, കഴിഞ്ഞ നാളുകളിൽ ശത്രു നമ്മോട് പോരാടിയപ്പോൾ, ಕಳೆದ ದಿನಗಳಲ್ಲಿ ಸೈತಾನ ಅನೇಕ ರೀತಿಯಲ್ಲಿ ಹೋರಾಡಿದಾಗ, നാളുകളിൽ നമ്മളെ തകർക്കാൻ നോക്കിയപ്പോൾ, ಸೈತಾನ ನಮ್ಮ ನೋಡಿದಾಗ, നമ്മുടെ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ നോക്കിയപ്പോൾ, ನಮ್ಮ ಸೇವೆಯನ್ನು ಇಲ್ಲದಾಗಿ നമ്മുടെ കുടുംബങ്ങളെ ഇല്ലാതാക്കാൻ നോക്കി, 2016 അവസാനവും നമ്മുടെ കർത്താവിന്റെ കൃപ നമ്മുടെ കൂടെ ഇരുന്നതിനായി ഒരുമിച്ച് കരമുയർത്തി നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 2016 ದೇವರ ಕೃಪೆ ನಮ್ಮ ಜೊತೆಲಿ ಇದ್ದದಕ್ಕಾಗಿ ನಾವೆಲ್ಲರೂ ಕರಗಳನ್ನು ತಟ್ಟಿ ನಾವು ದೇವರಿಗೆ ಮಹಿಮೆ ಪಡಿಸೋಣ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯಾ, ಹಲ್ಲೆಲೂಯಾ, ಮಹಿಮೆ ಸ್ವಾಮಿ, വിശ്വസിക്കുന്നവരെ കരമടിച്ച് ദൈവത്തിനെ ആരാധിച്ചാട്ടെ. ನಂಬುವವರು ಕರಗಳನ್ನು ತಟ್ಟಿ ದೇವರನ್ನು ಮಹಿಮೆ ಪಡಿಸೋಣ, ಆರಾಧಿಸುವ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. കേൾക്കണം, ಕೇಳಬೇಕು. പത്രോസിനോട് ಪೇತ್ರನೊಂದಿಗೆ പല പ്രാവശ്യം യേശു പറഞ്ഞു, ಅನೇಕ ಸಾರಿ ಯೇಸು ಹೇಳಿದನು, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ, ನೀವು ಶೋಧನೆಗೆ ಒಳಗಾಗದಂತೆ, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ಶೋಧನೆಗೆ ಒಳಗಾಗದಂತೆ ഉണർന്ന് പ്രാർത്ഥിക്കണം. ಎಚ್ಚರವಾಗಿದ್ದು ಪ್ರಾರ್ಥಿಸಿರಿ. വാഗ്ദത്തമുള്ളവർ ഓർക്കേണ്ട കാര്യം, ವಾಗ್ದಾನ ಹೊಂದಿರುವವರು ಮಾಡಬೇಕಾದಂತ വാഗ്ദത്തമുള്ള സഭ ഓർക്കണം, ವಾಗ್ದಾನ ಇರುವಂತ ಸಭೆ ಏನ್ ಮಾಡ್ಬೇಕಂತ ಹೇಳಿದರೆ, വാഗ്ദത്തമുള്ള കുടുംബം ഓർക്കണം. ವಾಗ್ದಾನ ಇರುವಂತ ಕುಟುಂಬ ಏನು ಮಾಡಬೇಕೆಂದರೆ, വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ, ವಾಗ್ದಾನ ಹೊಂದಿಕೊಳ್ಳಬೇಕಾದರೆ, വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ ವಾಗ್ದಾನ ಹೊಂದಿಕೊಳ್ಳಬೇಕಾದರೆ അലസത മാറ്റി, ಆಲಸ್ಯವನ್ನು ಬೇರ್ಪಡಿಸಿ, അലസത മാറ്റി ಆಲಸ್ಯವನ್ನು ಬೇರ್ಪಡಿಸಿ ഉണർന്ന് പ്രാർത്ഥിക്കുക, ಎಚ್ಚರವಾಗಿದ್ದು ಪ್ರಾರ್ಥಿಸಬೇಕು, ഉണർന്ന് പ്രാർത്ഥിക്കുക, ಎಚ್ಚರವಾಗಿದ್ದು ಪ್ರಾರ್ಥಿಸಬೇಕು, ഉണർന്ന് പ്രാർത്ഥിക്കുക. ಎಚ್ಚರವಾಗಿದ್ದು കഴിഞ്ഞ ಪ್ರಾರ್ಥಿಸಬೇಕು. നാളുകളിൽ നമ്മൾ കേട്ട വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ, ಕಳೆದ ದಿನಗಳಲ್ಲಿ ನಾವು ಹೊಂದಿಕೊಂಡ ವಾಗ್ದಾನಗಳ ನೆರವೇರಬೇಕಾದರೆ ആത്മാവിൽ നമ്മൾ ഉണർന്ന് പ്രാർത്ഥിക്കുക. ಆತ್ಮನಲ್ಲಿ ಎಚ್ಚರವಾಗಿದ್ದು ಪ್ರಾರ್ಥಿಸಬೇಕು. ശത്രുവിന്റെ ഒന്നാമത്തെ വാഗ്ദത്തം പ്രാപിക്കാതിരിക്കാനുള്ള പദ്ധതി, ಶತ್ರುವಾದವನು ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ವಾಗ್ದಾನವನ್ನು ಹೊಂದಿಕೊಳ್ಳಬಾರದಂತ ಪದ್ಧತಿ ಏನೆಂದರೆ, ಮೊದಲನೇ ಸೈತಾನನ ಮೊದಲನೇ ತಂತ್ರವೇನೆಂದರೆ, നമ്മുടെ പ്രാർത്ഥനയെ മടിപ്പിക്കുക, ನಮ್ಮ ಪ್ರಾರ್ಥನೆಯನ್ನು ಬೇಸರಪಡಿಸುವಂತದ್ದು, നമ്മുടെ ഉണർവിനെ മടിപ്പിച്ചു കളയുക. ನಾವು ಎಚ್ಚರವಾಗಿರದೆ ಮಂದತೆ ಪಡಿಸುವಂತದ್ದು. ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യം, ಶ್ರದ್ಧೆಯಿಂದ ಕೇಳಿರಿ. നമ്മുടെ മനസ്സിനകത്ത്, ನಮ್ಮ ಹೃದಯದೊಳಗೆ, ಮನಸ್ಸಿನೊಳಗಡೆ, ഹൃദയത്തിനകത്ത്, ನಮ್ಮ ಹೃದಯದೊಳಗಡೆ, നമ്മുടെ ಹೃದಯത്തിനകത്ത് ನಮ್ಮ ಹೃದಯದೊಳಗಡೆ ആത്മീയമായി മടിപ്പിക്കുന്നതാണ് ಮೊಟ್ಟ ಮೊದಲನೇದಾಗಿ ಆಲಸ್ಯವನ್ನು ತರುವಂತದ್ದು, നമ്മുടെ ദർശനങ്ങളിൽ നമ്മളെ ನಮ್ಮ മാറ്റിക്കളയുന്നതാണ്. ನಮ್ಮ ದರ್ಶನಗಳಿಂದ ಬೇರ್ಪಡಿಸುವಂತದ್ದು, ദൈവത്തോട് അടുക്കാതിരിപ്പാൻ, ದೇವರ ಹತ್ತಿರ ಹೋಗಲು ಆಗದೆ ಹತ್ತಿರಕ್ಕೆ ಹೋಗಬಾರದು ಅಂತ ಹೇಳಿ ಮಾಡುವಂತದ್ದು, ആരാധനയെ മാറ്റിക്കളയുന്ന, ಆರಾಧನೆಯನ್ನು ಮಾಡಬಾರದು ಅಂತ ಹೇಳಿ ನಮ್ಮನ್ನು ತ್ಯಜಿಸುವ ಹೊರಗೆ ಮಾಡುವಂತದ್ದು, ಉಪವಾಸವನ್ನು ತ್ಯಜಿಸುವ ಅಂದ್ರೆ ಬೇಡ ಅಂತ ಹೇಳುವಂತದ್ದು, മനസ്സിനെ മടിപ്പിക്കുന്ന തന്ത്രം കൊണ്ടിടുന്നതാണ് ഒന്നാമത്തെ പോരാട്ടം. ಮನಸ್ಸಿನಲ್ಲಿ ಬೇಸರ ತಂದು ಹಾಕುವಂತದ್ದು, ಕುಯುಕ್ತಿಯನ್ನು ತಂದು ಹಾಕುವಂತದ್ದು ಇದು ಸೈತಾನನ ಕಾರ್ಯವಾಗಿದೆ. ഇന്ന് രാത്രി പരിശുദ്ധാത്മ പ്രവചന ദൂതായി പറയുന്നു, ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ಪರಿಶುದ್ಧಾತ್ಮನ ಪ್ರವಾದನೆಯೋಪಾದಲ್ಲಿ ಹೇಳುವುದೇನೆಂದರೆ, നമ്മുടെ ജഡത്തെ മടിപ്പിക്കുന്ന, ನಮ್ಮ ಶರೀರವನ್ನು ಕುಂದಿಸುತ್ತಿರುವಂತಹ, നമ്മുടെ ജഡത്തെ മടിപ്പിക്കുന്ന, ನಮ್ಮ ಶರೀರವನ್ನು ಬೇಸರ ಮಾಡುತ್ತಿರುವಂತಹ, നമ്മുടെ ജഡത്തിന് ബലഹീനം കൊണ്ടിടുന്ന, ನಮ್ಮ ಶರೀರದ ಮೇಲೆ ಬೇಸರವನ್ನು ತಂದ ಬಲಹೀನವನ್ನು ഒന്നാമത്തെ ഇരുട്ടിന്റെ ശക്തിയുടെ മേൽ ഇന്ന് രാത്രി നമുക്ക് ജയമുണ്ട്. ಮೊದಲನೇ ಕತ್ತಲ ಶಕ್ತಿಗೆ ನಮಗೆ വിശ്വസിക്കുന്നവരെ ಜಯವುಂಟು. കരമടിച്ച് ആത്മാവിൽ നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ನಂಬುವವರು ಕರಗಳನ್ನು ತಟ್ಟಿದವರಿಗೆ ಮಹಿಮೆ ಪಡಿಸೋಣ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ಪರಿಶುದ್ಧಾತ್ಮನು ಹೇಳುವುದೇನೆಂದರೆ, വാഗ്ദത്തം പ്രാപിക്കാതിരിപ്പാൻ, ವಾಗ್ದಾನಗಳನ್ನು ಹೊಂದಿಕೊಳ್ಳದ ಹಾಗೆ, നിങ്ങളുടെ ശരീരത്തിനകത്ത് അകാരണമായ രോഗം കൊണ്ടിട്ട്, ನಿಮ್ಮ ಶರೀರದ ಮೇಲೆ ಅಗಾಧವಾದಂತ ರೋಗಗಳನ್ನು ತಂದಾಕಿ, അകാരണമായ ക്ഷീണം കൊണ്ടിട്ട്, ಆಧಾರವಾದಂತ ಕೆಲವೊಂದು ಕ್ಷೀಣಗಳನ್ನು ತಂದಾಕಿ, അകാരണമായ മടുപ്പ് കൊണ്ടിട്ട്, ಧಾರಾಳವಾದಂತ ಬೇಸರವನ್ನು ತಂದಾಕಿ, നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങളുടെ മേൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ജയമുണ്ട്. ನೀವು ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ಸರಿಯಾದ ಸಂಬಂಧವನ್ನು ಬೆಳೆಸಿಕೊಳ್ಳದ ಹಾಗೆ ನಿಮ್ಮನ್ನು ಬೇರ್ಪಡಿಸುತ್ತಿರುವಂತಹ ಎಲ್ಲ ಶಕ್ತಿಯ ಮೇಲೆ ಈ ರಾತ್ರಿಯ ವೇಳೆಯಲ್ಲಿ ದೇವರು ಕಾರ್ಯಗಳನ್ನು ಮಾಡುವವರಾಗಿದ್ದಾರೆ. രോഗം കൊണ്ടിട്ട്, ಶರೀರಗಳ ಮೇಲೆ ಅನೇಕ ರೋಗಗಳನ್ನು ತಂದಾಕಿ, പ്രാർത്ഥിക്കാൻ കഴിയാതെ, ಪ್ರಾರ್ಥನೆ ಮಾಡಲು ಆಗದೆ, മരുന്നിന് അടിമയാക്കി തീർക്കുന്ന, ಒಂದು ರೋಗಿಯನ್ನಾಗಿ ಮಾರ್ಪಡಿಸುತ್ತಿರುವಂತಹ, മരുന്നിന് അടിമയാക്കി തീർക്കുന്ന, ಔಷಧಿಗೆ ಗುಲಾಮರನ್ನಾಗಿ ಮಾರ್ಪಡಿಸುತ್ತಿರುವಂತಹ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി മാറിപ്പോട്ടെ. ಯೇಸುವಿನ ನಾಮದ ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ಬಿಟ್ಟೋಗಲೆಂದು ಆಜ್ಞಾಪಿಸುತ್ತೇನೆ. പരിശുദ്ധാത്മാവിന്റെ രാത്രി ഒരു പ്രവചന ദൂതായി പറയുന്നു, ಪರಿಶುದ್ಧಾತ್ಮನ ಒಂದು ಪ್ರವಾದನ ರೂಪದಲ್ಲಿ ಹೇಳುವುದೇನೆಂದರೆ, മനസ്സിനകത്ത് മാനസിക രോഗം കൊണ്ടിട്ട്, ನಿನ್ನ ಮನಸ್ಸಿನಲ್ಲಿ ಮಾನಸಿಕ ರೋಗಗಳನ್ನು ತಂದಾಕಿ, ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന, ದೇವರಿಂದ ದೂರ ತಳ್ಳುತ್ತಿರುವಂತಹ, പ്രാർത്ഥനയെ മാറ്റിക്കളയുന്ന, ಪ್ರಾರ್ಥನೆಯಲ್ಲಿ ಬೇಸರ ತರುವಂತೆ ಮಾಡುವಂತಹ, ജഡത്തിന്റെ ശക്തി ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകുന്ന രാത്രിയാണ്. ಶರೀರದ ಎಲ್ಲಾ ಬಲಹೀನತೆಗಳು ನೀಗುವಂತ ರಾತ್ರಿಯಾಗಿದೆ ಈ ರಾತ್ರಿ. വിശ്വസിക്കുന്നവരെ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തു. ನಂಬುವವರು രാത്രി യേശുവിന്റെ നാമത്തിൽ ശരീരത്തിലെ രോഗാത്മ അഴിഞ്ഞു മാറട്ടെ. ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ಶರೀರದ ಎಲ್ಲಾ ರೋಗಾತ್ಮಗಳು ಯೇಸು ನಾಮದಲ್ಲಿ ಬಿಟ್ಟೋಗಲೆಂದು ಆಜ್ಞಾಪಿಸುತ್ತೇನೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. അപ്പോൾ ഒന്നാമത്തെ വാഗ്ദത്തം പ്രാപിക്കാനുള്ള ദൈവത്തിന്റെ ആലോചന, ಹಾಗಾದರೆ ಒಂದನೇದೇನೆಂತ ಹೇಳಿದ್ರೆ, ವಾಗ್ದಾನಗಳನ್ನು ನಾವು ಹೊಂದಿಕೊಳ್ಳಬೇಕಾದ್ರೆ ಮೊದಲನೇ ಆಲೋಚನೆ ಏನೆಂದರೆ, ശരീരത്തിൽ നിന്ന്
ಶರೀರದಿಂದ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ನಮ್ಮ ಹೃದಯದಿಂದ അലസത മാറ്റിക്കളയുക. ಆಲಸ್ಯತೆಯನ್ನು ತೆಗೆದುಹಾಕಬೇಕು. വിശ്വസിക്കുന്നവർ കരം ഉയർത്തി ദൈവത്തിന് സ്തോത്രം ನಂಬುವವರು ചെയ്യുക. ಕರಗಳನ್ನು ಮೇಲೆ ಮಾಡಿ ಒಂದು ಸ್ತೋತ್ರ ಹೇಳೋಣ. അലസതയാണ് ಆಲಸ್ಯತೆ ಆಲಸ್ಯವಾಗಿರುವಂತದ್ದು. ദൈവിക വാഗ്ദത്തം പ്രാപിക്കാതിരിപ്പാൻ ದೇವರ ವಾಗ್ದಾನವನ್ನು ಹೊಂದಿಕೊಳ್ಳದ ಹಾಗೆ ശത്രുവിന്റെ ഒന്നാമത്തെ തന്ത്രം. ಶತ್ರುವಿನ ಮೊದಲನೇ ತಂತ್ರ. ഇവിടെ ശ്രദ്ധിക്കണം. ಇಲ್ಲಿ ಶ್ರದ್ಧೆಯಿಂದ ನೋಡಬೇಕು. ദൈവത്തിന്റെ ദാസനായ പത്രോസിനെ ದೇವರ ಸೇವಕನಾದಂತ ಆ ಒಂದು ಪೇತ್ರನನ್ನು യേശു കൂടെ കൊണ്ടു നടന്ന് ಯೇಸು ಆತನ ಜೊತೆಯಲ್ಲಿ ಕರೆದುಕೊಂಡು ಹೋಗಿ ആന്തരിക വലിയ ശിഷ്യന്മാരിൽ ഒന്നാമനാക്കി, ಅಲ್ಲಿರುವಂತ ಶಿಷ್ಯರಲ್ಲಿ ಮೊದಲನೇದಾಗಿ ಮಾರ್ಪಡಿಸಿ, അപ്പോസ്തലന്മാരിൽ ഒന്നാമനാക്കി, ಅಪೊಸ್ತಲರಲ್ಲಿ ಮೊದಲನೇ ವ್ಯಕ್ತಿಯನ್ನಾಗಿ ಮಾರ್ಪಡಿಸಿ യേശു കൊണ്ടു നടന്നു. ಯೇಸು ಕರೆದುಕೊಂಡು ಹೋಗುತ್ತಾ ಇದ್ದರು, ಸಂಚರಿಸುತ್ತಾ ಇದ್ದನು. പലപ്പോഴും ശാസിച്ചു, ಅನೇಕ ಸಾರಿ ಅವನನ್ನು ಗದರಿಸಿದರು. പലപ്പോഴും ആ ശത്രു കടന്ന മേഖലകളൊക്കെ ശത്രുവിനെ ശാസിച്ചു. ಅನೇಕ ಸಾರಿ ಶತ್ರುವಾದವನು ಅವನ ಮೂಲಕವಾಗಿ ಎದ್ದಾಗ ಯೇಸು ಕ್ರಿಸ್ತನು ಗದರಿಸಿದನು. യേശು കൊണ്ടു നടന്നിട്ട് പറഞ്ഞു, ಯೇಸು ಅವನ ಜೊತೆಯಲ್ಲಿ ನಡೆಯುತ್ತಿರುವಾಗ ಹೇಳಿದ್ದೇನೆಂದರೆ, നിങ്ങൾ എന്നിൽ ഇടറി പോകരുത്, ನೀವು ನನ್ನಿಂದ ಅಗಲಿ ಹೋಗಬಾರದು, എന്നിൽ നിന്ന് അകന്നു പോകരുത്, ನನ್ನಿಂದ ಅಗಲಿ ಹೋಗಬಾರದು. ഇതെല്ലാം പറഞ്ഞെങ്കിലും ಇದೆಲ್ಲವನ್ನು ಹೇಳಿದ ನಂತರವೂ ಸಹ പലപ്പോഴും പിശാച് ಅನೇಕ ಸಾರಿ ಸೈತಾನನು പത്രോസിന്റെ അകത്ത് കയറുന്നിട്ട് ಪೇತ್ರನ ಒಳಗಡೆ ಪ್ರವೇಶಿಸಿ യേശുവിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകാൻ നോക്കി. ಯೇಸುವಿನಿಂದ ಅಗಲಿಸುತ್ತಲೇ ಬಂದನು. യേശു ക്രിസ്തുവിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകാൻ നോക്കി. ಯೇಸು ಕ್ರಿಸ್ತನನ್ನು ಅಗಲಿಸುತ್ತಲೇ ആ ಬಂದನು. സമയത്തൊക്കെ യേശു അടങ്ങി വന്ന് ಆ ಸಮಯದಲ್ಲಿ ಯೇಸು ಕ್ರಿಸ್ತನು ಬಂದು അവരിൽ അവിശ്വാസം കിടന്നപ്പോൾ ಅವರಲ್ಲಿ ಅವಿಶ್ವಾಸಗಳು ಬಂದಾಗ അതൊക്കെ തർജ്ജനം ചെയ്ത് ಅದನ್ನು ವಿವೇಚಿಸಿ യേശു കൂടെ കൊണ്ടു നടത്തു. ಯೇಸು ಜೊತೆಯಾಗಿ ನಡೆದನು. ഒരിക്കൽ യേശു ಕ್ರಿസ്തു പറഞ്ഞു, ಒಂದು ಸಾರಿ ಯೇಸು ಕ್ರಿಸ್ತನು ಈ ರೀತಿಯಲ್ಲಿ എനിക്ക് ಹೇಳಿದನು, പുരോഹിതന്മാരാലും ನನಗೆ ಯಾಜಕರಿಂದಲೂ റോമിലെ പടയാളികളാലും ಆ, റോമിലെ പടയാളികൾ ಅಧಿಪತಿಗಳಿಂದಲೂ എനിക്ക് ഉപദ്രവം നേരിടുമെന്ന് പറഞ്ഞു. ನನಗೆ ಉಪದ್ರವಗಳು ಬರುತ್ತದೆ. ആ സമയದಲ್ಲಿ നിങ്ങൾ എന്നിൽ ഇടറിപ്പോകരുതെന്ന് പറഞ്ഞു. ನೀವು ಚಂಚಲರಾಗಬಾರದು, നിങ്ങൾ എന്നിൽ ഇടറിപ്പോകരുതെന്ന് യേശു ನೀವು പറഞ്ഞു. ನನ್ನನ್ನು ಬಿಟ್ಟು ಹೋಗಬಾರದು. അവസാനം യേശു ക്രിസ്തു ಕೊನೆಯದಾಗಿ ಯೇಸು ಕ್ರಿಸ್ತನು തന്റെ ക്രൂശീകരണ സമയമെടുത്തപ്പോൾ ತನ್ನ ಕ್ರೂಜೆಯ ಸಮಯ ಬಂದಾಗ യേശു ഗെത്സമനയിലേക്ക് പ്രാർത്ഥനയ്ക്ക് കടന്നു പോയി. ಯೇಸು ಗೆತ್ಸೆಮನೆ ತೋಟಕ್ಕೆ ಪ್ರಾರ್ಥನೆಗೋಸ್ಕರವಾಗಿ ಹೋದನು. ശിഷ്യന്മാരെ കൊണ്ടുപോയി. ಶಿಷ್ಯರನ್ನು ಕರೆದುಕೊಂಡು ಹೋದನು. 9 പേരെ ഇപ്പുറത്തിരുത്തി, 9 ಜನರು ಒಂದು ಭಾಗದಲ್ಲಿ ನಿಲ್ಲಿಸಿದನು. 3 പേരെ മാറ്റിയിരുത്തി. 3 ಜನರು ಪ್ರತ್ಯೇಕವಾಗಿ ಮಾಡಿದನು. അവരോട് പറഞ്ഞു, നിങ്ങൾ പോരാടി പ്രാർത്ഥിക്കണം. ಅವರಲ್ಲಿ ಈ ರೀತಿಯಲ್ಲಿ ಹೇಳಿದನು, ಅವರು ಹೋರಾಡಿ ಪ್ರಾರ್ಥಿಸಿರಿ ಅಂತ ಹೇಳಿ. യേശു ഒരു കല്ലേറ് ദൂരം മാറിപ്പോയി. ಯೇಸು ಒಂದು ಸ್ವಲ್ಪ ದೂರ ಹೋಗಿ ആത്മാവിൽ പോരാടി പ്രാർത്ഥിച്ചു. ಆತ್ಮನಲ್ಲಿ ಹೋರಾಡಿ ಪ್ರಾರ್ಥಿಸಿದನು. മാനവജാതിയുടെ പാപപരിഹാരം ഏറ്റെടുക്കുവാൻ, ಮನುಷ್ಯರ ಆ ಒಂದು ಪಾಪ ಪರಿಹಾರಕ್ಕೋಸ್ಕರವಾಗಿ തന്റെ മേൽ ക്രൂശീകരണം നടത്തപ്പെടുവാൻ, ತನ್ನ ಮೇಲೆ ಕ್ರೂಜೆಗೆ ಬರುವಂತ ಆ ಒಂದು ಶಿಲುಬೆಯನ್ನು സകല ನೆನೆಸಿ മനുഷ്യരുടെ അകത്യഭാരം തന്റെ മേലാക്കുവാൻ ಸಕಲ ಮನುಷ್ಯರ ಪಾಪವನ್ನು ತನ್ನ ಮೇಲೆ ಹೊತ್ತುಕೊಳ್ಳುವುದಕ್ಕಾಗಿ പിതാവിനോട് പോരാടി പ്രാർത്ഥിച്ചു. ತಂದೆಯ ಜೊತೆಯಲ್ಲಿ ಹೋರಾಡಿ ಪ್ರಾರ್ಥಿಸಿದನು. പിതാവിനോട് പോരാടി ತಂದೆಯ പ്രാർത്ഥിച്ചു. ಜೊತೆಯಲ್ಲಿ ಹೋರಾಡಿ ಪ್ರಾರ್ಥಿಸಿದನು. വിയർപ്പ് കിടക്കെ രക്തത്തുള്ളിയെ നിലത്തു വീണു. ಆತನ ಬೆವರು ರಕ್ತದ ಪಾದಿಯಲ್ಲಿ ಕೆಳಗೆ ನೆಲಕ್ಕೆ ಬಿತ್ತು. യേശു പ്രാർത്ഥിച്ച് ജയമെടുത്ത് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ಯೇಸು ಕ್ರಿಸ್ತನು ಪ್ರಾರ್ಥಿಸಿ ಜಯವನ್ನು ಈ ಕಡೆ ಬರುವಾಗ പത്രോസും യാക്കോബും യോഹന്നാനും ಪೇತ್ರ, ಯಾಕೋಬ, ಯೋಹಾನನು 3 ಜನ ನಿದ್ರೆ ಮಾಡುತ್ತಿದ್ದರು. ശിഷ്യന്മാരിരുന്ന് ഉറങ്ങി. ಶಿಷ್ಯರು ನಿದ್ರೆ ಮಾಡುತ್ತಿದ್ದರು. യേശു തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, ಯೇಸು ತಟ್ಟಿ ಎಬ್ಬಿಸಿ ಈ ರೀತಿಯಲ್ಲಿ ಹೇಳಿದರು, അല്പസമയം നിനക്ക് എന്നോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കത്തില്ലായിരുന്നു? ಅಲ್ಪ ಸಮಯ ನನ್ನ ಜೊತೆಯಲ್ಲಿ ಇದ್ದುಕೊಂಡು ಪ್ರಾರ್ಥನೆ ಮಾಡಲು ಸಾಧ್ಯವಿಲ್ಲವಾ? അല്പസമയം എന്നോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കത്തില്ലായിരുന്നു? ಅಲ್ಪ ಸಮಯ ನನ್ನ ಜೊತೆಯಲ್ಲಿ ಇದ್ದು ಪ್ರಾರ್ಥನೆ ಮಾಡಲು ಸಾಧ್ಯವಿಲ್ಲವಾ? അവരെ ശാസിച്ചു. ಯೇಸು ಅವರನ್ನು ಗದರಿಸಿದನು. ഉണർന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ಅಲ್ಲಿ ಎಚ್ಚರವಾಗಿದ್ದು ಪ್ರಾರ್ಥಿಸಿ ഉണർന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ಎಚ್ಚರವಾಗಿದ್ದು ಪ್ರಾರ್ಥಿಸಿ ಅಂತ ಹೇಳಿದನು. ഇവർ പിന്നെയും കിടന്നുറങ്ങി. ಪುನಃ ಅವರು ಮಲಗಿದರು. യേശു പറഞ്ഞു, ಯೇಸು ಹೇಳಿದನು, ജഡം ബലഹീനമാണ്, ಶರೀರ ಬಲಹೀನವಾಗಿದೆ, ആത്മാവ് ഒരുക്കമുള്ളതാണ്. ಆದರೆ ಆತ್ಮವು ಸಿದ್ಧವಾಗಿದೆ. ആത്മാവ് ഒരുക്കമുള്ളതാണ്. ಆತ್ಮವು ಸಿದ್ಧವಾಗಿದೆ. ഉണർന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ಎಚ್ಚರವಾಗಿದ್ದು ഇവർ ಪ್ರಾರ್ಥಿಸಿರಿ. പിന്നെയും കിടന്നുറങ്ങി. ಪುನಃ ನಿದ್ರೆ ಮಾಡಿದರು. ശ്രദ്ധിക്കണം, ಶ್ರದ್ಧೆಯಿಂದ ಕೇಳಬೇಕು. വാഗ്ദത്തത്തിന്റെ സമയമെടുത്തു. ವಾಗ್ದಾನಕ್ಕೆ ಹೊಂದುವಂತ ಸಮಯ ಹತ್ತಿರವಾಯಿತು. കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞ വാഗ്ദത്തത്തിന്റെ സമയമെടുത്തു. ಕಳೆದ ದಿನದಲ್ಲಿ ಮಾಡಿದಂತ ಎಲ್ಲಾ ವಾಗ್ದಾನಗಳಿಗೆ ಸಮಯ നിങ്ങൾ ಹತ್ತಿರವಾಗಿದೆ. മനുഷ്യരെ പിടിക്കുമെന്ന് പറഞ്ഞ സമയമെടുത്തിരിക്കുന്നു. ನೀವು ಮನುಷ್ಯರನ್ನು ಹಿಡಿಯುವಂತ ಸಮಯ ಹತ್ತಿರವಾಗಿದೆ. മനുഷ്യരെ പിടിക്കുന്ന ನೀವು സമയമെടുത്തിരിക്കുന്നു. ಮನುಷ್ಯರನ್ನು ಹಿಡಿಯುವಂತ ಸಮಯ ಹತ್ತಿರವಾಗಿದೆ. തിരിച്ചറിഞ്ഞ പിശാച് ഇവരെ ജഡത്തെ പഠിപ്പിക്കുന്നു. ಇದನ್ನು ತಿಳಿದಂತಹ ಸೈತಾನ ಈ ತಿಳಿ ಹೇಳುತ್ತಿದ್ದಾನೆ. ഇത് തിരിച്ചറിഞ്ഞ പിശാച് ഇവരെ ജഡത്തെ പഠിപ്പിക്കുന്നു. ಇದನ್ನು ತಿಳಿದಿರುವಂತಹ ಸೈತಾನ ಇವರ ಶರೀರವನ್ನು ಬೇಸರ ತರುತ್ತಿದ್ದಾನೆ. അലസത കൊണ്ടിടുന്നു. ಇವರ ಹೃದಯಕ್ಕೆ ಒಂದು ತಡೆಗಳನ್ನು ತರುತ್ತಿದ್ದಾನೆ. ഇന്ന് രാത്രി സഭയോട് പ്രവചന ദൂതായി ಈ
ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ಸಭೆಯೊಂದು ಪ್ರವಾದನ ರೂಪವಾಗಿ ಹೇಳುವುದೇನೆಂದರೆ നിങ്ങളുടെ വാഗ്ദത്തത്തിന്റെ സമയമെടുത്തിരിക്കുന്നു. ನೀವು ವಾಗ್ದಾನಗಳ ಹತ್ತಿರ ಬಂದಿರುತ್ತೀರಿ. ഓ സഭയുടെ വാഗ്ദത്തത്തിന്റെ സമയമെടുത്തിരിക്കുന്നു. ಸಭೆಯ ವಾಗ್ದಾನಗಳು ನೆರವೇರುವಂತ ಸಮಯ ಹತ್ತಿರವಾಗಿದೆ. ശരീരത്തെയും പീഡിപ്പിക്കുന്ന ಮನಸ್ಸನ್ನು ಶರೀರವನ್ನು ಕ್ಷೀಣಿಸುತ್ತಿರುವಂತಹ ക്ഷീണമിടുന്ന ಕ್ಷೀಣ ಹಾಕುತ್ತಿರುವಂತಹ അലസതയിടുന്ന ಆಲಸ್ಯ ತರುತ್ತಿರುವಂತಹ ഇരുട്ടിന്റെ ശക്തിയുടെ മേൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ജയമുണ്ട്. ಕತ್ತಲ ಶಕ್ತಿಯ ಮೇಲೆ ದೇವರ ಒಂದು ಜಯವುಂಟು. അവർ കരമടിച്ച് ഇന്ന് രാത്രി ദൈവത്തെ ആരാധിച്ചാട്ടെ. ನಮ್ಮವರ ಕರಗಳನ್ನು ತಟ್ಟಿ ದೇವರಿಗೆ ಮಹಿಮೆ ಪಡಿಸೋಣ. ಆಮೆನ್. വാഗ്ദത്തത്തിന്റെ സമയമെടുത്തിരിക്കുന്നു. ವಾಗ್ದಾನದ ಸಮಯ ಹತ್ತಿರವಾಗಿದೆ. വാഗ്ദത്തത്തിന്റെ സമയമെടുത്തിരിക്കുന്നു. ವಾಗ್ದಾನದ ಸಮಯ ಹತ್ತಿರವಾಗಿದೆ. വാഗ്ദത്തത്തിന്റെ സമയമെടുത്തിരിക്കുന്നു. ವಾಗ್ದಾನದ ಸಮಯ ಹತ್ತಿರವಾಗಿದೆ. ഉണർന്ന് പ്രാർത്ഥിക്കുക. ಎಚ್ಚರವಾಗಿದ್ದು ಪ್ರಾರ್ಥಿಸಿರಿ. ಎಚ್ಚರವಾಗಿದ್ದು ಪ್ರಾರ್ಥಿಸಿರಿ. ಎಚ್ಚರವಾಗಿದ್ದು ಪ್ರಾರ್ಥಿಸಿರಿ. ഓ ശത്രുവിന്റെ മേൽ ജയമെടുക്കേണ്ട സമയമെന്ന് പരിശുദ്ധാത്മ പ്രവചന ദൂതായി പറയുന്നു. ಶತ್ರುವಿನ ಮೇಲೆ ಜಯವನ್ನು ಹೊಂದಿಕೊಳ್ಳುವಂತ ಸಮಯ ಹತ್ತಿರವಾಗಿದೆ ಎಂದು ದೇವರಾತ್ಮನೇ ಹೇಳುತ್ತಿದ್ದಾನೆ. പത്രോസും യാക്കോബും യോഹന്നാനും ഇരുന്ന് ഉറങ്ങുന്നു. ಪೇತ್ರ ಯಾಕೋಬ ಯೋಹಾನ ನಿದ್ರೆ ಮಾಡುತ್ತಿದ್ದಾರೆ. അല്പം കഴിഞ്ഞപ്പോൾ ಸ್ವಲ್ಪ ನಂತರ യേശുക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്യുവാൻ ಯೇಸು ಕ್ರಿಸ್ತನನ್ನು ಅರೆಸ್ಟ್ ಮಾಡುವುದಕ್ಕಾಗಿ അധിപതികൾ യൂദ കൂട്ടിക്കൊണ്ട് വരുന്നു. ಯಹೂದ್ಯರ ಅಧಿಪತಿಗಳನ್ನು ಯೂದರು ಕರೆದುಕೊಂಡು ಬಂದನು. യേശുവിനെ അറസ്റ്റ് ചെയ്യേണ്ട സമയമെടുത്തു. ಯೇಸುವನ್ನು ಅರೆಸ್ಟ್ ಮಾಡುವಂತ ಸಮಯ ಹತ್ತಿರವಾಯಿತು. അപ്പോൾ പത്രോസ് ಆ ಸಮಯದಲ್ಲಿ ಪೇತ್ರನು ഉറയിൽ കിടന്ന വാൾ ഊരുന്നു. ಆ ಸೊಂಟದಲ್ಲಿರುವಂತ ಕತ್ತಿಯನ್ನು ತೆಗೆದನು. ഉറയിൽ കിടക്കുന്ന വാൾ ഊരുന്നു. ಆ ಚೀಲದಲ್ಲಿದ್ದಂತ ಆ ಒಂದು ಕತ್ತಿಯನ್ನು ತೆಗೆದನು. മഹാപുരോഹിതന്റെ ദാസന്റെ കഴുത്തിൽ വെട്ടുന്നു. ಮಹಾಪುರೋಹಿತನ ಆ ಒಂದು ದಾಸನ ಕಿವಿಗೆ ಆತನ ಹಾಕಿದನು. ദിശ മാറി. ದರ್ಶನ ಬದಲಾಯಿತು. കാതിന്റെ പീസർത്ത് താഴെ പോകുന്നു. ಕಿವಿಯ ಪೀಸಲ್ಲಿ ಕೆಳಗೆ ಬಿತ್ತು. യേശു ആ സമയം ಯೇಸು ಆ ಸಮಯದಲ್ಲಿ കാതിന്റെ പീസർത്ത് അവിടെ ಆ ഒട്ടിച്ചു വെച്ചു. ಕಿವಿಯ ಆ ಒಂದು ಪೀಸನ್ನು ತೆಗೆದು ಅಂಟಿಸಿದನು. പത്രോസേ ಪೇತ್ರನೇ, വാൾ ഉറയിലിടുക. ನೀ ಕತ್ತಿಯನ್ನು ಕೆಳಗೆ ಹಾಕು. വാൾ ഉറയിലിടുക. ಕತ್ತಿಯನ್ನು ಕೆಳಗೆ ಹಾಕು. നിന്റെ വാഗ്ദത്തത്തിന്റെ സമയമെടുത്തിരിക്കുന്നു. ನಿನ್ನ ವಾಗ್ದಾನ ಸಮಯ നിന്റെ ಹತ್ತಿರವಾಗಿದೆ. വാഗ്ദത്തത്തിന്റെ സമയമെടുത്തിരിക്കുന്നു. ವಾಗ್ದಾನ ಸಮಯ ಹತ್ತಿರವಾಗಿದೆ. ജഡത്തിന്റെ പ്രവൃത്തിയെ അടക്കി നിർത്തുക. ಶರೀರದ ಕಾರ್ಯಗಳನ್ನು ജഡത്തിന്റെ ಅಡಗಿಸು. പ്രവൃത്തിയെ അടക്കി നിർത്തുക. ಶರೀರದ ಕಾರ್ಯಗಳನ್ನು ಅಡಗಿಸು. ആത്മാവ് ഇന്ന് രാത്രി ദൂത് പറയുന്നു. ಆತ್ಮನು ಈ ರೀತಿಯಲ್ಲಿ ಹೇಳುತ್ತಿದ್ದಾನೆ. കുഞ്ഞേ നിന്റെ വാഗ്ദത്തത്തിന്റെ സമയമെടുത്തിരിക്കുന്നു. ಮಗುವೆ, ನಿನಗೆ ಬಂದಿರುವಂತ ನಿನ್ನ ವಾಗ್ದಾನದ ಸಮಯ ಹತ್ತಿರವಾಗಿದೆ. പക്ഷെ നിന്റെ ഹൃദയത്തിനകത്ത് അകാരണ കോപങ്ങൾ കൊണ്ടിട്ട്, ಆದರೆ ನಿನ್ನ ಹೃದಯದಲ್ಲಿ ಅಗಾಧವಾದ ಕೋಪಗಳನ್ನು അകാരണ ತಂದು ചിന്തകൾ കൊണ്ടിട്ട് ಅಗಾಧವಾದ ಚಿಂತೆಗಳನ್ನು ತಂದು അവിവേകം പ്രവർത്തിപ്പാൻ, ಅವಿವೇಕವಾಗಿ ಕಾರ್ಯ ಮಾಡುವ ಹಾಗೆ, ഓ ശത്രു നിന്നെ ജയിലിലാക്കുവാൻ, ಶತ್ರು ನಿನ್ನನ್ನು ಬಂಧಿಸುವ ಹಾಗೆ ಮಾಡುವಂತ, ശത്രു നിന്നെ ജയിലിലാക്കുവാൻ, ಶತ್ರುವಾದವ ನಿನ್ನನ್ನು ಬಂಧಿಸುವಂತೆ നിന്റെ ಮಾಡುವಂತ, വാഗ്ദത്തം പ്രാപിക്കാതിരിപ്പാൻ, ನೀನು ನಿನ್ನ ವಾಗ್ದಾನವನ್ನು ಹೊಂದಿಕೊಳ್ಳಲಾಗಿ ഓ ಮಾಡುತ್ತಿರುವಂತ, നിന്നോട് പോരാടുന്നുണ്ട്. ನಿನ್ನ ಜೊತೆ ಹೋರಾಡುತ್ತಿದ್ದಾನೆ. ഇന്ന് രാത്രി നമുക്ക് ജയം പ്രാപിക്കാം. ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ನಾವು ಜಯ ಹೊಂದಿಕೊಳ್ಳಬೇಕು. ഇന്ന് രാത്രി നമുക്ക് ജയം പ്രാപിക്കാം. ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ನಾವು ಜಯವನ್ನು ഓ ಹೊಂದಿಕೊಳ್ಳಬೇಕು. ദൈവത്തിൽ നമ്മളെ അകറ്റിക്കൊണ്ട് പോകുന്ന, ದೇವರ ಕೈಯಿಂದ ಅಗಲಿಸುತ್ತಿರುವಂತಹ, ദൈവത്തിൽ നമ്മളെ അകറ്റിക്കൊണ്ട് പോകുന്ന ದೇವರಿಂದ ನಮ್ಮನ್ನು ಅಗಲಿಸುತ್ತಿರುವಂತಹ ഇരുട്ടിന്റെ വ്യാപാരങ്ങളുടെ മേൽ ಕತ್ತಲೆ ಶಕ್ತಿಯ ಮೇಲೆ ഇന്ന് രാത്രി ദൈവം ജയം തരുന്നു. ಈ ರಾತ್ರಿ ಮೇಲೆ ದೇವರು ಜಯ വിശ്വസിക്കുന്നവർ ಕೊಡುತ್ತಾನೆ. കരമടിച്ച് അല്പസമയം ആത്മാവിൽ ആരാധിച്ചാട്ടെ. ನಮ್ಮವರ ಕರಗಳನ್ನು ತಟ್ಟಿ ದೇವರನ್ನು ಮಹಿಮೆಪಡಿಸುವ, വിശ്വസിക്കുന്നവർ ആത്മാവിൽ ആരാധിച്ചാട്ടെ. ಆತ್ಮನಿಂದ ಆರಾಧಿಸುವ. ഇന്ന് രാത്രി ദൈവത്തിന്റെ ജയം. ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ದೈವಚರರು ഇന്ന് രാത്രി നമ്മുടെ പ്രസ്ഥാനത്തിന്, ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ನಮ್ಮ ಸಂಸ್ಥೆಗೆ നമ്മുടെ ವಿರುದ್ಧವಾಗಿ, കുടുംബത്തിന്, ನಮ್ಮ ಕುಟುಂಬಕ್ಕೆ ವಿರುದ್ಧವಾಗಿ, തലമുറകളുടെ മേൽ, ಮಕ್ಕಳ ಮೇಲೆ, തലമുറകളുടെ മേൽ, ಮಕ್ಕಳ ಮೇಲೆ, ഓ നമ്മുടെ കുടുംബാംഗങ്ങളുടെ മേൽ ನಮ್ಮ ಕುಟುಂಬಗಳ ಮೇಲೆ ദൈവത്തിന്റെ ജയം തരുന്നു. ದೇವರ ಜಯವನ್ನು ಕೊಡುವ വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ನಮ್ಮವರು ಕರಗಳನ್ನು ಮೇಲೆ ಮಾಡಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಸಲ್ಲಿಸೋಣ. അപ്പൊ പത്രോസിന്റെ വാഗ്ദത്തങ്ങളുടെ സമയമെടുത്തു. ಹಾಗಾದ್ರೆ ಪೇತ್ರನ ವಾಗ್ದಾನಗಳು ನೆರವೇರುವಂತ ಸಮಯ ಹತ್ತಿರವಾಗಿತ್ತು. ഇനി 50 ദിവസം കഴിയുമ്പോൾ ಇನ್ನು 50 ದಿನಗಳಾಗುವಾಗ ഈ ദൈവദാസൻ പ്രസംഗിച്ചിട്ട് ಈ ದೇವ ಸೇವಕರು ಪ್ರಸಂಗಿಸಿ 3000 പേർ രക്ഷിക്കപ്പെടണം. 3,000 ಜನ ರಕ್ಷಣೆಗೆ ಬರಬೇಕು. 10,000ങ്ങളുടെ നടുവിൽ നിന്ന് പ്രസംഗിക്കേണ്ടവനാണ്. 10,000 ಜನಗಳ ಮಧ್ಯದಲ್ಲಿ ನಿಂತು ಪ್ರಸಂಗ ಮಾಡಬೇಕು. അനേക ഇടങ്ങളിൽ സഭ സ്ഥാപിക്കേണ്ടവനാണ്. ಅನೇಕ ಸ್ಥಳಗಳಲ್ಲಿ ಹೋಗಿ ಸಭೆ ಸ್ಥಾಪಿಸಬೇಕು. കപ്പദോന്യ, ಕಪದೋನಿಯ, ಗಲಾತ್ಯ, ಪಂಪುರ್ಯ രാജ്യങ്ങളിൽ കടന്നു പോകേണ്ട, ರಾಜ್ಯಗಳಿಗೆ ಹೋಗಬೇಕಾಗಿತ್ತು. അതൊന്നും പ്രാപിക്കാതിരിപ്പാൻ ಅದ್ಯಾವುದು ಸಹ ಹೊಂದಿಕೊಳ್ಳದ ಹಾಗೆ കയ്യിൽ വിലങ്ങ് വെച്ച് ಕೈಗಳಲ್ಲಿ കാരാഗ്രഹത്തിലേക്ക് കൊണ്ടുപോകുവാൻ ಕಾರಾಗೃಹಕ್ಕೆ ತೆಗೆದುಕೊಂಡು ಹೋಗುವ ശത്രു വെച്ച പദ്ധതി, ಶತ್ರು ಹಾಕಿರುವಂತ ಪದ್ಧತಿ, ശത്രു വെച്ച പദ്ധതി ಶತ್ರು ಹಾಕಿರುವಂತ ಪದ್ಧತಿ യേശു അത് മാറ്റിവിട്ടു. ಯೇಸು ಅದನ್ನು ಬದಲಾಯಿಸಿದನು. ഇന്ന് രാത്രി നിങ്ങൾക്കും നമ്മുടെ സഭയ്ക്കും പ്രസ്ഥാനത്തിനും ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ನಿಮಗೂ ನಿಮ್ಮ ಸಭೆಗೂ ನಿಮ್ಮ ಸೇವೆಗೂ ശത്രു
ശത്രു ഒരുക്കി വെച്ച പദ്ധതികൾ, ಶತ್ರು ಹಾಕಿರುವಂತ ಎಲ್ಲಾ ಪದ್ಧತಿಗಳು, നമ്മൾ മുന്നോട്ട് പോകാതിരിക്കാൻ ശത്രു ഒരുക്കി വെച്ച പദ്ധതികൾ, ನೀವು ಮುಂದಕ್ಕೆ ಹೋಗಬಾರದೆಂದು ಹಾಕಿರುವಂತ ಎಲ್ಲಾ ಪದ್ಧತಿಗಳು, മുന്നോട്ട് പോകാതിരിക്കാൻ ശത്രു ഒരുക്കിയ ನೀವು ಮುಂದಕ್ಕೆ ಹೋಗಬಾರದೆಂದು ಹಾಕಿರುವಂತ ಎಲ್ಲ ಶತ್ರುವಿನ ಎಲ್ಲ ಕ್ರಿಯೆಗಳು. വിശ്വസിക്കുന്നവർ കരമടിച്ച് ആത്മാവിശ്വാസം ചെയ്യുക. ನಂಬುವವರು ಕರಗಳನ್ನು ತಟ್ಟಿ ದೇವರಿಗೆ ಮಹಿಮೆ ಸಲ್ಲಿಸೋಣ. വിശ്വസിക്കുന്നവർ ആത്മാവിശ്വാസം ചെയ്താട്ടെ. ನಂಬುವವರು ಆತ್ಮನಿಂದ ಸ್ತೋತ್ರ ಹೇಳೋಣ. പാസ്റ്റർ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ಪಾಸ್ಟೇ, ದೇವರ ಆತ್ಮನ ಹೇಳುವುದೇನೆಂದರೆ, ഒരു പ്രവചന ദൂതായി പറയുന്നു, ಒಂದು ಪ್ರವಾದನ ರೂಪವಾಗಿ ಹೇಳುವುದೇನೆಂದರೆ, നമ്മുടെ ദർശനം പ്രാപിക്കാതിരിക്കാൻ ನಾವು ದರ್ಶನಗಳನ್ನು ಹೊಂದಿಕೊಳ್ಳದೆ ಇರಬಾರದೆಂದು ಶತ್ರುವಾದವನು ಅಧಿಕಾರಿಗಳನ್ನು ഇതിനകത്തുള്ളവരെ ಇದರ ಒಳಗಡೆ ಇರುವವರನ್ನು ಸಮೀಪವಾಸಿಗಳನ್ನು ಸರ್ಕಾರವನ್ನು ಉಪಯೋಗಿಸಿ നമ്മുടെ ദർശനങ്ങളെ തടയുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ ನಮ್ಮ ದರ್ಶನಗಳನ್ನು ಬಂಧಿಸುತ್ತಿರುವಂತಹ ಎಲ್ಲ ಕತ್ತಲ ಶಕ್ತಿಗಳು ദൈവം ജയം തരുന്നു. ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ದೇವರಿಗೆ ಜಯವನ್ನು ಕೊಡುತ್ತಾನೆ. ನಂಬುವವರು ಕರಗಳನ್ನು ತಟ್ಟಿ ದೇವರಿಗೆ യേശുവിന്റെ നാമത്തിൽ ജയം, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಜಯವಾಗಲಿ, യേശുവിന്റെ നാമത്തിൽ ജയം, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಜಯವಾಗಲಿ. ശ്രദ്ധിക്കുക, ಶ್ರದ್ಧೆಯಿಂದ ಕೇಳಿರಿ. പത്രോസിനെ ಇಲ್ಲಿ ಪೇತ್ರನನ್ನು ജയിലിലേക്ക് വിടുവാൻ ಸೆರೆಮನೆಯಲ್ಲಿ ಇಡುವುದಕ್ಕಾಗಿ യേശു ಕ್ರೂಸಿൽ പോകും, ಯೇಸು ಕ್ರೂಜಲ್ಲಿ ಹೋಗುತ್ತಿದ್ದಾನೆ, പത്രോസ് ജയിലിൽ പോകും, ಪೇತ್ರನು ಆ ಒಂದು ಸೆರೆಮನೆಗೆ ಹೋಗುತ್ತಿದ್ದಾನೆ. സകല ദർശനങ്ങളെ പൂട്ടിക്കെട്ടുവാൻ, ಸಕಲ ದರ್ಶನಗಳನ್ನು ಬೀಗ ಹಾಕುವುದಕ್ಕಾಗಿ പല നാളുകളിൽ ശത്രു ഒരുക്കി വെച്ച തന്ത്രം, ಅನೇಕ ದಿನಗಳಿಂದ ಶತ್ರುವಾದವನು ಹಾಕಿರುವ ಎಲ್ಲ ಕುತಂತ್ರಗಳು ഒരു നിമിഷങ്ങൾ കൊണ്ട് ಒಂದು ನಿಮಿಷದಲ್ಲಿಯೇ യേശു അത് ഒട്ടിച്ചു വെച്ചു, ಯೇಸು ಅದನ್ನು ചേർത്ത് വെച്ചു. ಸೇರಿಸಿಟ್ಟನು. യേശു അത് ചേർത്ത് വെച്ചു. ಯೇಸು ಕ್ರಿಸ್ತನು ಅದನ್ನು ಸೇರಿಸಿಟ್ಟನು. എന്റെയും നിങ്ങളുടെ പല പ്രശ്നം, ನನ್ನ ಮತ್ತು ನಿನ್ನ ಅನೇಕ ಸಮಸ್ಯೆಗಳು പുറം ലോകമറിയാതെ, ಹೊರಗಡೆ ಲೋಕಕ್ಕೆ ತಿಳಿಯದೆ, പുറം ലോകമറിയാതെ ಹೊರಗಡೆ ಲೋಕಕ್ಕೆ ತಿಳಿಯದೆ യേശു ഒട്ടിച്ചു വെച്ചു. ಯೇಸು ಕೂಡಿಸಿಟ್ಟಿದ್ದಾನೆ. നമ്മുടെ കുടുംബ വിഷയം, ನಮ್ಮ ಕುಟುಂಬದ ವಿಷಯ, നമ്മുടെ ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ, ಗಂಡ ಹೆಂಡತಿಯ ಸಂಬಂಧ, നമ്മുടെ കുടുംബ കലഹങ്ങൾ, ಕುಟುಂಬದ ಎಲ್ಲಾ ಕಲಹಗಳು, ജീവിതത്തിലെ കുറവുകൾ, ವೈಯಕ್ತಿಕ ಜೀವಿತದಲ್ಲಿರುವಂತ ಎಲ್ಲಾ ಕೊರತೆಗಳು സകലവും യേശു ഒട്ടിച്ചു വെച്ചു. ಸಕಲವನ್ನು ಯೇಸು ಒಟ್ಟಾಗಿಟ್ಟನು. എന്തിനാണ് ಯಾಕೆ ദൈവത്തിന് നിന്നെ ഉപയോഗിക്കണം, ದೇವರು ദൈവത്തിന് നിന്നെ ഉപയോഗിക്കണം. ದೇವರು ನಿನ್ನನ್ನು ಉಪಯೋಗಿಸಬೇಕು. വാഗ്ദത്തമുള്ളവനാണ്, ನೀನು ವಾಗ್ದಾನ ಹೊಂದಿದವನು, ವಾಗ್ದಾನ ಹೊಂದಿದವನು. വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ನಂಬುವವರು ಕರಗಳನ್ನು ತಟ್ಟಿ ದೇವರಿಗೆ ಮಹಿಮೆ ಪಡಿಸೋಣ. വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തെ ആരാധിച്ചാട്ടെ. ನಂಬುವವರು ಕರಗಳನ್ನು ತಟ್ಟಿ ದೇವರನ್ನು ಆರಾಧಿಸೋಣ. എന്നോട് പരിശുദ്ധാത്മാ പറഞ്ഞു, ನನ್ನೊಂದಿಗೆ ಪರಿಶುದ್ಧಾತ್ಮನ ಹೇಳುವುದೇನೆಂದರೆ, കഴിഞ്ഞ ರಾತ್ರಿകളിൽ പ്രാർത്ഥിച്ച നാളുകളിൽ ജയിലിലാക്കുവാൻ, ಕಳೆದ ದಿನಗಳಲ್ಲಿ ಜೈಲಿನಲ್ಲಿ ಹಾಕುವಂತೆ, രക്ഷയിലേക്ക് വരുന്നതിന് മുമ്പേ ജയിലിലാക്കുവാൻ, ಈ ದರ್ಶನಗಳು ನೆರವೇರುವುದಕ್ಕಿಂತ ಮುಂಚೆನೆ ಜೈಲಿಗೆ ಹಾಕಬೇಕೆಂದು ശത്രു ഒരുക്കി വെച്ച സകല പദ്ധതികളും ಶತ್ರು ಹಾಕಿದ ಎಲ್ಲಾ ಯೋಚನೆಗಳು ദൈവം വെട്ടിമാറ്റി, ದೇವರು ಕಡಿದು ಬಿಸಾಡಿದನು. ദൈവം വെട്ടിമാറ്റി. ದೇವರು ಕಡಿದು ಬಿಸಾಡಿದನು. കാരണം നീ വാഗ്ദത്തമുള്ളവനാ, ಯಾಕೆಂದರೆ ನೀನು ವಾಗ್ದಾನ ಹೊಂದಿದವನು, ದೇವರ ವಾಗ್ದಾನ ಹೊಂದಿದವನು. വിശ്വസിക്കുന്നവർ കരമടിച്ച് ആത്മാവിശ്വാസം ನಂಬುವವರು ചെയ്താട്ടെ. ಕರಗಳನ್ನು ತಟ್ಟಿ ದೇವರಿಗೆ ಮಹಿಮೆ ಪಡಿಸಿರಿ. വിശ്വസിക്കുന്നവർ കരമടിച്ച് ആത്മാവിശ്വാസം ചെയ്താട്ടെ. ನಂಬುವವರು ಕರಗಳನ್ನು ತಟ್ಟಿ ದೇವರಿಗೆ ಮಹಿಮೆ ಪಡಿಸೋಣ. ಆಮೆನ್. എത്ര പേർക്ക് ഇന്ന് രാത്രി മനസ്സിലായി? ಎಷ್ಟು ಜನರಿಗೆ ಅರ್ಥ ಆಗ್ತಾ ಇದೆ? കുഞ്ഞെ, നീ തീർന്നു പോകേണ്ട പല സാഹചര്യങ്ങളും, ಮಗುವೆ, ನೀ ಅನೇಕ ಸಾರಿ ನಾಶವಾಗಿ ಹೋಗಬೇಕಾಗಿತ್ತು. നീ മരണപ്പെട്ടു പോകേണ്ട അനേക സ്ഥലങ്ങൾ, ನೀ ಮರಣ ಹೊಂದಬೇಕಾಗಿರುವಂತಹ ಅನೇಕ ಸ್ಥಳಗಳಲ್ಲಿ ശത്രു ഒരുക്കി വെച്ചതാ. ಶತ್ರು ಅವರ ಯೋಜನೆ ಹಾಕಿಕೊಂಡು ಇಟ್ಟಿದ್ದನು. പക്ഷേ ദൈവം നിന്നെ വിടുവിച്ചു. ಆದರೆ ದೇವರು ಅದೆಲ್ಲವುಗಳಿಂದ ನಿನ್ನನ್ನು ദൈവം നിന്നെ ಬಿಡಿಸಿದನು. വിടുവിച്ചു. ದೇವರು ನಿನ್ನನ್ನು ಬಿಡಿಸಿದನು. വിശ്വസിക്കുന്നവരെ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ನಂಬುವವರು ಕರಗಳನ್ನು ಮೇಲೆ ಮಾಡಿ ದೇವರಿಗೆ ಸ್ತುತಿಸಿರಿ. വിശ്വസിക്കുന്നവരെ ನಂಬುವವರು ಕರಗಳನ್ನು ಮೇಲೆ ಮಾಡಿ ದೇವರಿಗೆ ಸ್ತುತಿಸಿರಿ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ಹಾಗಾದ್ರೆ ಶ್ರದ್ಧೆಯಿಂದ ಕೇಳುವಂತ ಕಾರ್ಯವೇನೆಂದರೆ, വാഗ്ദത്തമുള്ള എല്ലാവരെയും, ವಾಗ್ದಾನ ಇರುವಂತ ಎಲ್ಲರನ್ನು, വാഗ്ദത്തമുള്ള സഭയെ, ವಾಗ್ದಾನ ಇರುವಂತ ಸಭೆಯನ್ನು, വാഗ്ദത്തമുള്ള മിനിസ്റ്ററിയെ, ವಾಗ್ದಾನ ಇರುವಂತಹ ಸೇವೆಯನ್ನು എല്ലാവരെയും ഇല്ലായ്മ ചെയ്യുവാൻ പിശാച് നോക്കിയിട്ടുണ്ട്. ಎಲ್ಲರನ್ನು ಇಲ್ಲದಾಗಿ ಮಾರ್ಪಡಿಸಬೇಕೆಂದು ಸೈತಾನ ಯೋಜನೆ ಹಾಕುತ್ತಾನೆ. തോറ്റുപോയിട്ടുണ്ട്. ಅನೇಕರು ಸೋತೋಗಿದ್ದಾರೆ. ആദാം ഹവ്വ തോറ്റുപോയി. ಆದಾಮ ಹವ್ವ ಸೋತೋದರು. അനന്യാസ് സഫീറ തോറ്റുപോയി. ಅನನ್ಯ ಮತ್ತು ಸಫೀರನು ಸೋತೋದರು. റാഹേൽ തോറ്റുപോയി. ರಾಹೇಲಳು ಸೋತೋದಳು. പക്ഷേ നമ്മൾ നിൽക്കുന്ന ദൈവത്തിന്റെ കൃപയാണ്. ಆದರೆ ನಾವಾದ ನಿಂತಿರುವಂತದ್ದು ದೇವರ ಕೃಪೆ. വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ನಂಬುವವರು ಕರಗಳನ್ನು ತಟ್ಟಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ഒരു ശത്രുവിന്റെ മേൽ ഏൽപ്പിച്ചു കൊടുക്കാതെ, ಒಂದು ಶತ್ರುವಿನ ಕೈಗೆ ಒಪ್ಪಿಸಿಕೊಡದೆ, ഒരു ശത്രുവിന്റെ മേൽ ഏൽപ്പിച്ചു കൊടുക്കാതെ. ಒಂದು ಶತ್ರುವಿನ ಕೈಗೆ ಒಪ್ಪಿಸಿಕೊಡದೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯಾ. അപ്പോൾ ദൈവം അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്ത ಮಾಡಿದಂತ ವಾಗ್ದಾನಗಳು ನೆರವೇರುವಂತ ಸಮಯ ಹತ್ತಿರವಾದಾಗ എന്താണ് ദൈവം അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തം? ಹಾಗಾದ್ರೆ ದೇವರು ಏನು ಅಬ್ರಹಾಮನ ಜೀವಿತದಲ್ಲಿ ಮಾಡಿದಂತ ವಾಗ್ದಾನ? ഉൽപ്പത്തി പുസ്തകം ಆದಿಕಾಂಡ ಪುಸ್ತಕ 15-ാം അധ്യായം 15ನೇ ಅಧ್ಯಾಯ 13-ാമത്തെ വാക്യം. 13ನೇ ವಚನವನ್ನು ನಾವು ಓದಿಕೊಳ್ಳೋಣ.
ഉൽപ്പത്തി 15:13. ಆದಿಕಾಂಡ 15ನೇ ಅಧ್ಯಾಯದ 13ನೇ ವಚನ. ಆಗ ಯೆಹೋವನು ಅವನಿಗೆ, ನೀನು ಚೆನ್ನಾಗಿ ತಿಳಿಯತಕ್ಕದೇನೆಂದರೆ ನಿನ್ನ ಸಂತತಿಯವರು ಅನ್ಯ ದೇಶದಲ್ಲಿ ಕೆಲವು ಕಾಲ ವಾಸವಾಗಿದ್ದು ಆ ದೇಶದವರಿಗೆ ದಾಸರಾಗುವರು. 400 ವರ್ಷ ಆ ದೇಶದವರಿಂದ ಬಾಧೆ ಪಡುವರು. ഇതാണ് ദൈവം അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം. ಇದೇ ದೇವರು ಅಬ್ರಾಹ್ಮನಿಗೆ ಮಾಡಿದಂತ ವಾಗ್ದಾನ. എന്താണ് അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം? ದೇವರು ಅಬ್ರಾಹ್ಮನಿಗೆ ಮಾಡಿದಂತ ವಾಗ್ದಾನವೇನು? നിന്റെ തലമുറ, ನಿನ್ನ ಸಂತತಿಯವರು മിസ്രൈമിൽ അന്യദേശത്ത് ಐಗುಪ್ತ ದೇಶದಲ್ಲಿ 400 സംവത്സരം 400 ವರ್ಷ പ്രവാസികളായി വാഴും. ಪ್ರವಾಸಿಗಳಾಗಿ ಜೀವಿಸುತ್ತಾರೆ. ആ ദേശത്തിലെ ജനം, ಆ ದೇಶದ ಜನರು അവരെ പീഡിപ്പിക്കും. ಅವರನ್ನು ಪೀಡಿಸುತ್ತಾರೆ. പീഡിപ്പിക്കുന്ന ജനത്തെ ಪೀಡಿಸುವಂತ ಜನರನ್ನು ദൈവം വിധിക്കും. ದೇವರು ದಂಡಿಸುತ್ತಾರೆ. അതിനുശേഷം ಅದರ ನಂತರ മഹാസമ്പത്തോടുകൂടെ ಮಹಾ ಸಂಪತ್ತಿನೊಂದಿಗೆ പുറപ്പെട്ടു വരും. ಹೊರಟು ಬರುತ್ತೀರಿ. ഇതാണ് ദൈവം പറഞ്ഞ വാഗ്ദത്തം. ಇದೇ ದೇವರು ಮಾಡಿದಂತ ವಾಗ್ದಾನ. ഈ വാഗ്ദത്ത സമയം അടുത്തപ്പോഴാണ്, ಈ ವಾಗ್ದಾನ ಇನ್ನೇನು ನೆರವೇರಬೇಕು ಅಂತ ಸಮಯದಲ್ಲಿ, ഈ വാഗ്ദത്ത സമയം അടുത്തപ്പോഴാണ് ಈ ವಾಗ್ದಾನ ಇನ್ನೇನು ನೆರವೇರಬೇಕು ಅಂತ ಸಮಯದಲ್ಲಿ ദൈവത്തിന്റെ മക്കളെ പീഡിപ്പിച്ചത്. ದೇವರ ಮಕ್ಕಳನ್ನು ಅಲ್ಲಿ ಪೀಡಿಸಲು ಪ್ರಾರಂಭಿಸಿದನು. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ಇನ್ನೊಂದು ಸಾರ್ತಿ ನಾನು ಆಳವಾಗಿ ಹೇಳುತ್ತೇನೆ, ദൈവത്തിന്റെ വാഗ്ദത്തം എടുത്തിട്ടുള്ള എല്ലാവരെയും ದೇವರ ವಾಗ್ದಾನವನ್ನು ಹೊಂದಿರುವಂತ ಪ್ರತಿಯೊಬ್ಬರನ್ನು ആ പിശാച് തോൽപ്പിച്ചിട്ടുണ്ട്. ಆ ಸೈತಾನನ ಕೋಪಿಸಿರುತ್ತಾನೆ. ഇന്ന് രാത്രി നമുക്കത് പറ്റരുത്. ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ಅದು ನಮಗೆ ಆಗಬಾರದು. ഇന്ന് രാത്രി പറഞ്ഞാട്ടി വിടുന്ന, ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ನಾವು ಈ ರೀತಿ എന്റെ വാഗ്ദത്തം കൊണ്ട് പോരാടുന്ന, ನನ್ನ ವಾಗ್ದಾನದೊಂದಿಗೆ ಹೋರಾಡುತ್ತಿರುವಂತ എല്ലാ ഇരുട്ടിന്റെ ശക്തിയുടെ മേലും ಎಲ್ಲ ಕತ್ತಲೆ ಶಕ್ತಿಯ ಮೇಲೆ ഇന്ന് രാത്രി എന്റെ ദൈവം എനിക്ക് ജയം തരും. ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ನನ್ನ ದೇವರು ನನಗೆ ಜಯವನ್ನು ಕೊಡುತ್ತಾನೆ. വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാൽ, ನಂಬುವವರು ಕರಗಳನ್ನು ಮೇಲೆ ಮಾಡಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ വിശ്വസിക്കുന്നവർ ಸಲ್ಲಿಸೋಣ. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തിന് സ്തോത്രം. ನಂಬುವವರು ಕರಗಳನ್ನು ಮೇಲೆ ಮಾಡಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಸಲ್ಲಿಸೋಣ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ശ്രദ്ധിക്കണം, ಶ್ರದ್ಧೆಯಿಂದ ಕೇಳೋಣ. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ എത്തിയത് ಇಸ್ರೇಲ್ ಜನರು ಐಗುಪ್ತ ದೇಶಕ್ಕೆ ಹೋದಾಗ 75 പേരടങ്ങുന്ന സംഘമാണ്. 75 ಜನರಾಗಿದ್ದರು. 75 പേര് മാത്രമാണ്. 75 ಜನರು ಮಾತ್ರವೇ ಆಗಿದ್ದರು. അവർ മിസ്രൈമിൽ ചെന്നത് ಅವರು ಐಗುಪ್ತ ದೇಶಕ್ಕೆ ಹೋದಾಗ ദൈവത്തിന്റെ ദാസനായ യോസേഫിനോട് പറഞ്ഞ വാഗ്ദത്ത പ്രകാരമാണ്. ದೇವರ ಸೇವಕನಾದಂತ ಯೋಸೇಫನಲ್ಲಿ ಮಾಡಿದಂತ ವಾಗ್ದಾನ ಅದಾಗಿತ್ತು. യോസേഫ് വാഗ്ദത്തം പ്രാപിക്കാതിരിപ്പാൻ ಯೋಸೇಫನ ವಾಗ್ದಾನವನ್ನು ಹೊಂದಿಕೊಳ್ಳದೆ ಇರುವುದಕ್ಕಾಗಿ 1 മുതൽ പല പ്രാവശ്യം ശത്രു പോരാടി. ಒಂದರಿಂದ ಅಧಿಕವಾದ ರೀತಿ, ಒಂದಕ್ಕಿಂತ ಅಧಿಕ ಸಾರಿ ಸೈತಾನ ನಮ್ಮ ಜೀವನದಲ್ಲಿ ಕಾರ್ಯ ಮಾಡಿದನು. സഹോദരന്മാരെ ഉപയോഗിച്ച് ಅವರ ಸಹೋದರನ್ನು ಅವನು ಉಪಯೋಗಿಸಿದನು. പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു. ಅವರು ಅವನನ್ನು ಆ ಒಂದು ನೀರಿಲ್ಲದ ಬಾವಿಗೆ ಹಾಕಿದರು. കൊല്ലുവാൻ നോക്കി, ಸಾಯಿಸುವುದಕ್ಕಾಗಿ ನೋಡಿದರು. പക്ഷെ ദൈവം സമ്മതിച്ചില്ല. ಆದರೆ ದೇವರು ಅನುಮತಿಸಲಿಲ್ಲ. അതേ സഹോദരന്മാർ ಅದೇ ಸಹೋದರರು ತಾನೇ മിസ്രൈമ്യർക്ക് വിറ്റു. ಐಗುಪ್ತ ದೇಶಕ್ಕೆ ಮಾರಿದರು. മിസ്രൈമ്യർക്ക് വിറ്റ സ്ഥാനത്ത് ಐಗುಪ್ತ ದೇಶಕ್ಕೆ ಮಾರಿದ ನಂತರ അത് പോത്തിഫേറിന്റെ ഭവനത്തിലെത്തി. ಅವನು ಪೋಟಿಫರನ ಮನೆಗೆ ಹೋದನು. അവിടെ വെച്ച് അവനെ ഇല്ലായ്മ ചെയ്യുവാൻ ಅವನನ್ನು ಅಲ್ಲೇ ಇಲ್ಲದಾಗಿ ಮಾರ್ಪಡಿಸಬೇಕೆಂದು ಸೈತಾನನ ತಂತ್ರಗಳನ್ನು ಹಾಕಿದನು. ദൈവം അവനോട് കൂടെ ഇരുന്നു. ಆದರೆ ದೇವರು ಅವನ ಜೊತೆಲಿ ಇದ್ದನು. ദൈവം അവന് ജയം കൊടുത്തു. ದೇವರು ಅವನಿಗೆ ಜಯವನ್ನು ಕೊಟ್ಟನು. ഇന്ന് രാത്രി എത്ര പേര് ആഴങ്ങളിൽ വിശ്വസിക്കുന്നു? ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ಎಷ್ಟು ಜನ ನಂಬುತ್ತೀರಿ? നമ്മൾ പോയ മേഖലകളൊക്കെ ദൈവം കൂടെ ഇരുന്നത് കൊണ്ടല്ലേ ഇവിടെ ഇരിക്കാൻ ദൈവം ഭാഗ്യം തന്നത്. ನಾವು ಹೋದಂತ ಎಲ್ಲ ಶೋಧನೆಗಳಲ್ಲಿ ದೇವರು ನಮ್ಮ ಜೊತೆಲಿ ಇದ್ದ ನಿಮಿತ್ತವಾಗಿ ಅಲ್ಲವೋ ನಾವು ಇವತ್ತು ಇಲ್ಲಿ ಕುಳಿತುಕೊಂಡಿದ್ದೇವೆ. ഒന്ന് മാറി പല പ്രശ്നങ്ങൾ നമ്മളെ ആദരിച്ചു. ಒಂದು ನಂತರ ಅನೇಕ ಸಮಸ್ಯೆಗಳು ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಬಂತು. ಅದೆಲ್ಲವುಗಳಿಂದ ಬಿಡುಗಡೆ ಮಾಡಿ നമ്മളെ ഇരുത്തിയതോർത്ത് കരമടിച്ച് ദൈവത്തിന് സ്വന്തം ചെയ്യും. ಅದೆಲ್ಲವುಗಳಿಂದ ಬಿಡುಗಡೆ ಮಾಡಿ ಕರ್ತನು ನಮ್ಮನ್ನು ಅದ್ಭುತವಾಗಿ ಇಲ್ಲಿ ಕರೆದುಕೊಂಡು ಬಂದು ಕೂರಿಸಿರುತ್ತಾನೆ. ಅದನ್ನು ನೆನೆಸಿ ನಾವು ಕಾರ್ಯಗಳನ್ನು ತಂದು ದೇವರಿಗೆ ಮಹಿಮೆ ಪಡಿಸೋಣ. ಹಲ್ಲೆಲೂಯಾ. ഇന്ന് രാത്രി ജയം, ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ജയം. ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ಕರ್ತನಾದಂತ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ನಮಗೆ ಜಯ ಉಂಟಾಗಲಿ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. യോസേഫ് അവസാനം ಯೋಸೇಫನ ನಂತರ സകല പ്രതിസന്ധിയുടെ മേൽ ദൈവത്തിന് ജയം പ്രാപിച്ചു. ಯೋಸೇಫನ ಜೀವಿತದಲ್ಲಿ ಸಕಲ ವಿಧದಲ್ಲಿ ದೇವರು ಜಯವನ್ನು ಕೊಟ್ಟನು. യോസേഫ് ഫറവോന്റെ മുമ്പിൽ പ്രധാനമന്ത്രിയായി മാറി. ಯೋಸೇಫನು ಫರೋಹನ ಮುಂದೆ ಪ್ರಧಾನಮಂತ್ರಿಯಾದನು. ಆ ಸಮಯದಲ್ಲಿ ഫറവോൻ പറഞ്ഞു, ಫರೋಹನ ಈ ರೀತಿಯಲ್ಲಿ ಹೇಳಿದನು, അപ്പനും സഹോദരന്മാരും ഇങ്ങ് പോരട്ടെ, ನಿನ್ನ ತಂದೆ ಹಾಗೂ ಸಹೋದರನ ಇಲ್ಲೇ ಇರಲಿ, ഇവിടെ വന്ന് താമസിച്ചു, ಇಲ್ಲಿ ಬಂದು ಇರಲಿ, ವಾಸಿಸಲಿ. യാക്കോബನು തലമുറകളുമായി ಅವರ ಸಂತತಿಯಾಗಿ ಮಕ್ಕಳೊಂದಿಗೆ 75 പേരടങ്ങുന്ന സംഘം 75 ಜನರ ಸಂಖ್ಯೆಯೊಂದಿಗೆ മിസ്രൈമിൽ പോയി വാണു. ಐಗುಪ್ತ ದೇಶಕ್ಕೆ ಬಂದು ವಾಸಿಸಿದರು. അവരവിടെ ചെന്നത് ഗസ്റ്റുകളായിട്ടാണ്. ಅವರು ಅಲ್ಲಿ ಬಂದದ್ದು ಆ ಒಂದು ಪ್ರವಾಸಿಗಳಾಗಿ. അവരവിടെ ചെന്നത് ഗസ്റ്റുകളായിട്ടാണ്. ಅವರಲ್ಲಿ ಬಂದದ್ದು ಅತಿಥಿಗಳಾಗಿ.
അവരോട് ആ സമയത്ത് ശത്രു പോരാടിയില്ല. ಆದರೆ ಆಗ ಆ ಸಮಯದಲ್ಲಿ ಸೈತಾನ ಅವರೊಂದಿಗೆ ಹೋರಾಡಲಿಲ್ಲ. മിസ്രൈമിൽ ആരും അവരോട് യാതൊരു വിധം ഇരുന്നപ്പോൾ ಯಾಕೋಬನ ಆ ಒಂದು ವಾಗ್ದಾನ ನೆರವೇರುವಂತ ಸಮಯ ಬಂದಾಗ ശത്രു അവരോട് പോരാടിയില്ല. ಶತ್ರು ಅವನೊಂದಿಗೆ ಹೋರಾಡಲಿಲ್ಲ. ഒന്നാമത്തെ തലമുറയോട് ശത്രു പോരാടിയില്ല. ಮೊದಲನೇ ಸಂತತಿಯೊಂದಿಗೆ ಹೋರಾಡಲಿಲ್ಲ. രണ്ടാമത്തെ തലമുറയോട് ശത്രു പോരാടിയില്ല. ಎರಡನೇ ಸಂತತಿಯಲ್ಲಿ ಹೋರಾಡಲಿಲ್ಲ. പക്ഷെ മൂന്നാം തലമുറയോടും നാലാം തലമുറയോടും ശത്രു പോരാടി. ಮೂರನೇ ಹಾಗೂ ನಾಲ್ಕನೇ ಸಂತತಿಯಲ್ಲಿ ಸೈತಾನನು ಹೋರಾಡಿದನು. ഈ മൂന്നും നാലും തലമുറയാണ് വാഗ്ദത്തമുള്ള തലമുറ. ಇದು 3 ಮತ್ತು 4ನೇ ಸಂತತಿಯಾಗಿದೆ ದೇವರಿಂದ ಬಂದ ವಾಗ್ದಾನ. വാഗ്ദത്തമുള്ള തലമുറയാണ് ശത്രു പോരാടുന്നത്. ಈ ವಾಗ್ದಾನ ಇರುವಂತ ಸಂತತಿಯೊಂದಿಗೆ ಸೈತಾನನು ಹೋರಾಡುವಂತದಾಗಿದ್ದಾನೆ. ഇന്ന് രാത്രി നിങ്ങൾ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം, ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ನಾನು ಮತ್ತೆ ನೀನು ಶ್ರದ್ಧೆಯಿಂದ ಕೇಳುವಂತ വാഗ്ദത്തമുള്ളവനോട്, ವಾಗ್ದಾನ ಇರುವಂತವರೊಂದಿಗೆ, വാഗ്ദത്തമുള്ളവനോട്, ವಾಗ್ದಾನ ಇರುವಂತವರೊಂದಿಗೆ, ಅವನ ಆತ್ಮನೊಂದಿಗೆ, അവന്റെ മനസ്സിനോട് ಮನಸ್ಸಿನೊಂದಿಗೆ ശത്രു ഒന്ന് മാറി പോരാടും. ಸೈತಾನನು ಒಂದು ಬಿಟ್ಟು ಒಂದು ಆ ರೀತಿಯಲ್ಲಿ ಹೋರಾಡುತ್ತಿದ್ದಾನೆ. പരിപൂർಣ ജയം തരുന്ന ഒരു ദൈവം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ಆದರೆ ಇವತ್ತು ರಾತ್ರಿ ಪರಿಪೂರ್ಣವಾದಂತ ಜಯವನ್ನು ಕೊಡುವಂತ ಕರ್ತನ ನಮ್ಮ ಜೊತೆಯಲ್ಲಿದ್ದಾನೆ. ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ಪರಿಪೂರ್ಣವಾದಂತ ಜಯವನ್ನು ಕೊಡುವಂತ ದೇವರು ನಮ್ಮ ಮಧ್ಯದಲ್ಲಿದ್ದಾನೆ. കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ನಮ್ಮವರು ಕರಗಳನ್ನು ತಟ್ಟಿ ದೇವರಿಗೆ ಮಹಿಮೆಪಡಿಸೋಣ. കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ನಮ್ಮವರು ಕರಗಳನ್ನು ತಟ್ಟಿ ದೇವರಿಗೆ ಮಹಿಮೆಪಡಿಸೋಣ. ಆಮೆನ್ 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 ಆಮೆನ್. ಅರ್ಥಲ್ ಪ್ರೌಢಾರಮನರಗದಲ ಯೇಸುವಿನ ನಾಮത്തിൽ രാത്രി ശത്രു ഈ സഭയോട് വാഗ്ദത്തങ്ങളോട് ദർശനങ്ങളോട് പോരാടുന്ന സകല മേഖലകളും നസ്രനായ യേശുവിന്റെ നാമത്തിൽ പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണം. ಪ್ರಿಯ ದೇವರ ಮಕ್ಕಳೇ ಶ್ರದ್ಧೆಯಿಂದ ಕೇಳಬೇಕು. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ, ಇಸ್ರೇಲ್ ಮಕ್ಕಳು ಐಗುಪ್ತ ದೇಶದಲ್ಲಿ വാഗ്ദത്ത സമയമെടുത്തപ്പോൾ, ವಾಗ್ದಾನದ ಸಮಯ ಹತ್ತಿರವಾದಾಗ ചെന്നത് 75 പേരാണെങ്കിൽ ಅವರು ಓದದ 75 ಜನರಾದರೂ ಸಹ ഇപ്പോൾ ಈಗ ജനം വർദ്ധിച്ചു വരികി, ಜನರು ಹೆಚ್ಚಾಗಿದ್ದಾರೆ, ജനം വർദ്ധിച്ചു വരികി. ಜನರು ಹೆಚ್ಚಾಗುತ್ತಿದ್ದಾರೆ. 75ന്റെ സ്ഥാനത്ത് 75ನೇ ಸ್ಥಾನದಿಂದ 70 ಜನಸಂಖ್ಯೆಯಿಂದ ലക്ഷം പേരോളം അടുത്തു. 70 ಲಕ್ಷಕ್ಕಿಂತಲೂ ಅಧಿಕ ಜನರಾಗಿರಬಹುದು. 70 ലക്ഷം ജനത്തോളം അടുത്തു. 70 ಲಕ್ಷವಾಗಿರಬಹುದು. ഓർക്കുക, ಒಂದನ್ನು ಗಮನಿಸಿ, ഞാനും നിങ്ങളും വർദ്ധിക്കുമ്പോഴാണ്, ನಾನು ಮತ್ತೆ ನೀವು ಹೆಚ್ಚಾಗುವಾಗಲೇ, ഞാനും നിങ്ങളും ദൈവത്തിന്റെ സന്നിധി വർദ്ധിക്കുമ്പോഴാണ്, ನಾನು ಮತ್ತೆ ನೀನು ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ಹೆಚ್ಚಾಗುತ್ತಿರುವಂತ ವೇಳೆಯಲ್ಲಿ ശത്രു നമ്മളോട് പോരാടാൻ തുടങ്ങുന്നത്, ಶತ್ರುವಾದವ ನಮ್ಮ ಜೊತೆ ಹೋರಾಡುತ್ತಾನೆ. ശത്രു നമ്മളെ തകർക്കാൻ തുടങ്ങുന്നത്. ಶತ್ರುವಾದವ ನಮ್ಮನ್ನು ನಾಶಪಡಿಸುವುದಕ್ಕೆ ಹೋರಾಡುತ್ತಾನೆ. ആത്മാവിൽ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യും. ಎಷ್ಟು ಜನ ಈ ವೇಳೆಯಲ್ಲಿ, ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ಆತ್ಮನಿಂದ ಸ್ತೋತ್ರ ಹೇಳುತ್ತೀರಿ? ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താൽ, ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ನಂಬುವವರು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಸಲ್ಲಿಸೋಣ. ഞാനും നിങ്ങളും ഉപവാസ പ്രാർത്ഥന കൂട്ടുമ്പോൾ, ನಾನು ಮತ್ತೆ ನೀನು ಉಪವಾಸ ಪ್ರಾರ್ಥನೆಯನ್ನು ಕೂಡಿಸುವಾಗ, പ്രാർത്ഥനയിൽ സമയം കൂട്ടുമ്പോൾ, ಪ್ರಾರ್ಥನೆಯೊಂದಿಗೆ ಸಮಯವನ್ನು ನಾವು ಕೂಡಿಸುವಾಗ, ആരാധനയിൽ സമയം കൂട്ടുമ്പോൾ, ಆರಾಧನೆ ಸಮಯವನ್ನು ಹೆಚ್ಚಿಸುವಾಗ, നമ്മൾ ആത്മീയമായി വർദ്ധിക്കുമ്പോൾ, ನಾವು ಆತ್ಮಿಕವಾಗಿ ಬೆಳೆಯಬೇಕೆಂದು ಆಶಿಸುವಾಗ ശത്രു തകരും. ಸೈತಾನನು ಬೀಳುತ್ತಾನೆ, ಶತ್ರು ಸೋಲುತ್ತಾನೆ. ತಗರು, ಶತ್ರು ತಗರು. ಸೈತಾನನು ಸೋಲುತ್ತಾನೆ. പക്ഷെ നമ്മൾ വർദ്ധിക്കാതിരിപ്പാൻ, ಆದರೆ ನಾವು ಹೆಚ್ಚಾಗದ ಹಾಗೆ, നമ്മൾ ഉപവാസം കൂട്ടാതിരിപ്പാൻ, ನಮ್ಮ ಉಪವಾಸ ಹೆಚ್ಚಾಗದೆ ಇರುವುದಕ್ಕಾಗಿ, നമ്മൾ പ്രാർത്ഥന വർദ്ധിക്കാതിരിപ്പാൻ, ನಮ್ಮ ಪ್ರಾರ್ಥನೆ ಹೆಚ್ಚಾಗದೆ ಇರುವುದಕ್ಕಾಗಿ, നമ്മുടെ ആത്മീയം വർദ്ധിക്കാതിരിപ്പാൻ, ನಮ್ಮ ಆತ್ಮಿಕ ಜೀವಿತವು ಹೆಚ್ಚಾಗಬಾರದೆಂದು നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും അവൻ ഒരുപോലെ തളർത്താൻ നോക്കും. ನಮ್ಮ ಮನಸ್ಸನ್ನು, ನಮ್ಮ ಹೃದಯವನ್ನು ಒಂದೇ ಸಮಯದಲ್ಲಿ ಆತನು ಹೋರಾಡುತ್ತಿರುತ್ತಾನೆ. ഇന്ന് രാത്രി വിട്ടുകൊടുക്കരുത്. ಈ ರಾತ್ರಿ ವೇಳೆ ನಾವು ಬಿಟ್ಟು ഇന്ന് ಕೊಡಬಾರದು. രാത്രി തളർന്നു പോകരുത്. ಈ ರಾತ್ರಿಯಲ್ಲಿ ಸೋತು ഇന്ന് ಹೋಗಬಾರದು. രാത്രി മടുത്തു പോകരുത്. ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ಬೇಸರ ಪಡಬಾರದು. മടുത്തു പോകരുത്. ಬೇಸರವಾಗಬಾರದು. സകല വാഗ്ദത്തങ്ങളും നമുക്ക് പ്രാപിക്കണം. ಸಕಲ ವಾಗ್ದಾನಗಳನ್ನು ನಾವು ಹೊಂದಿಕೊಳ್ಳಬೇಕು. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ನಂಬುವವರು ಕರಗಳನ್ನು ತಟ್ಟಿ ನಾವು ದೇವರಿಗೆ ಮಹಿಮೆ ಪಡಿಸೋಣ. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ನಂಬುವವರು ಕರಗಳನ್ನು ತಟ್ಟಿ ದೇವರಿಗೆ ಮಹಿಮೆ ಪಡಿಸೋಣ. ചെയ്യാം. രാത്രി പരിശുദ്ധാത്മ പ്രവചന ദൂതായി പറയുന്നു, ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ದೇವರಾತ್ಮನು, ಪರಿಶುದ್ಧಾತ್ಮನ ಪ್ರವಾದನ ರೂಪದಲ್ಲಿ ಹೇಳುವುದೇನೆಂದರೆ, നിന്നെ ദൈവത്തോട് അടുപ്പിക്കാതിരിപ്പാൻ, ನಿನ್ನನ್ನು ದೇವರ ಹತ್ತಿರ ಬಿಡದ ಹಾಗೆ, നീ അനുഗ്രഹം പ്രാപിക്കാതിരിപ്പാൻ, ನೀನು ಆಶೀರ್ವಾದವನ್ನು ಹೊಂದಿಕೊಳ್ಳಬಾರದೆಂದು, ഓടിച്ചു കളയുവാൻ ശത്രു പദ്ധതി ഇടുന്നുണ്ട്. ನಿನ್ನನ್ನು ಓಡಿಸಿ ಬಿಡಬೇಕೆಂದು ಸೈತಾನನ ಹೋರಾಟ ಮಾಡುತ್ತಿದ್ದಾನೆ. ഇന്ന് രാത്രി ആത്മാവിൽ ജയം പ്രാപിക്കണമെന്ന് ആഗ്രഹമുള്ളവർ കരം ഉയർത്തി ദൈവത്തിന് സ്തോത്രം ಆದರೆ ಇವತ್ತು ചെയ്താട്ടെ. ರಾತ್ರಿ ಆತ್ಮನಿಂದ ಜಯವನ್ನು ಹೊಂದಿಕೊಳ್ಳುತ್ತೇನೆ ಎಂಬುವರು ಮಾತ್ರ ಕರಗಳನ್ನು ಮೇಲೆ ಮಾಡಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಸಲ್ಲಿಸಿರಿ. ആത്മാവിൽ സ്തോത്രം, ആത്മാവിൽ സ്തോത്രം. ಕರಗಳನ್ನು ತಟ್ಟಿ ನಾವು ದೇವರಿಗೆ ಮಹಿಮೆ ಪಡಿಸೋಣ. സകല പോരുകളെ ഞങ്ങൾ ആത്മാവിശ്വാസിക്കുന്നു. ಆಮೆನ್. ഹല്ലേലൂയ.
പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക. ಪ್ರಿಯರೇ ಶ್ರದ್ಧೆಯಿಂದ ಕೇಳೋಣ. നമ്മൾ ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുവാൻ ನಮ್ಮನ್ನು ದೇವರ ಆ ಒಂದು ಸಮೀಪದಿಂದ ದೂರ ಮಾಡುವ ಹಾಗೆ എക്കാലത്തും ശത്രു നമ്മോട് പോരാ. ಯಾವಾಗಲೂ ಸೈತಾನ ಹೋರಾಡುತ್ತಲೇ ಇರುತ್ತಾನೆ. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ വെച്ച് ಇಸ್ರಾಯೇಲ್ ಜನರನ್ನು ಐಗುಪ್ತ ದೇಶದಲ್ಲಿ ಬರಮಾಡಿ വർദ്ധിച്ചു വരികി. ಅವರೆಲ್ಲರೂ ಇಸ್ರಾಯೇಲ್ ಜನರೆಲ್ಲರೂ ಹೆಚ್ಚಾದರು. ആ സമയം അടുത്തപ്പോൾ ಆ ಸಮಯ ಬಂದಾಗ അന്ന് യോസേപ്പിനെ അറിയാത്ത വേറൊരു രാജാവ് അവിടെ വാണു. ಆವತ್ತು ಯೋಸೇಫನನ್ನು ಅರಿಯದಿರುವಂತ ഫറവോനോട് പിശാച് പറഞ്ഞു കൊടുത്തു, ಆ ಫರೋಹನ ಹೃದಯದಲ್ಲಿ ಸೈತಾನ ಹೇಳಿಕೊಟ್ಟದೇನೆಂದರೆ, ഇസ്രായേൽ മക്കളെ നോക്കുവിൻ, ಇಸ್ರಾಯೇಲ್ ಜನರನ್ನು ನೋಡು, അവരുടെ ആരോഗ്യം കണ്ടോ, ಅವರಲ್ಲಿರುವಂತಹ ಆರೋಗ್ಯವನ್ನು ನೋಡು, അവരുടെ ജനസംഖ്യ നോക്കുവിൻ, ಅವರ ಜನಸಂಖ್ಯೆಯನ್ನು ನೋಡು, അവരുടെ ജനസംഖ്യ ദൈനംദിനം വർദ്ധിച്ചു വരുന്നു, ಅವರ ಜನಸಂಖ್ಯೆಯು ದಿನದಿಂದ ದಿನಕ್ಕೆ ಹೆಚ್ಚಾಗುತ್ತಲೇ ಇದೆ, അവരുടെ ജനസംഖ്യ ദിനംതോറും വർദ്ധിച്ചു വരുന്നു. ಅವರ ಜನಸಂಖ್ಯೆ ದಿನದಿಂದ ದಿನಕ್ಕೆ ಹೆಚ್ಚಾಗುತ್ತಲೇ ಇದೆ. ആ വർധനവിനെ തടയണം. ಆ ಒಂದು ಹೆಚ್ಚುವಿಕೆಯನ್ನು ತಡೆಯಬೇಕು. ഇന്ന് രാത്രി ഓർക്കുക, ಇವತ್ತು ರಾತ್ರಿ ನೀವು ಗಮನದಿಂದ ಕೇಳಬೇಕು. നമ്മുടെ വർധനത്തിനെ തടയുവാൻ, ನಮ್ಮ ಹೆಚ್ಚುವಿಕೆಯನ್ನು ತಡೆಯಲು, നമ്മുടെ വർധനത്തിനെ തടയുവാൻ, ನಮ್ಮ ಅಭಿವೃದ್ಧಿಯನ್ನು ತಡೆಯಲು, നമ്മുടെ ഉയർച്ചയെ തടയുവാൻ, ನಮ್ಮ ಆ ಒಂದು നമ്മുടെ ഉയർച്ചയെ തടയുവാൻ, ನಮ್ಮ ಬೆಳವಣಿಗೆಯನ್ನು ತಡೆಯುವಂತಹ, നമ്മുടെ ഉയർച്ചയെ ನಮ್ಮ തടയുവാൻ ಬೆಳವಣಿಗೆಯನ್ನು ತಡೆಯುವಂತಹ, ശത്രു ഒരുക്കുന്ന സകല പാതാള ഗോപുരവും ಶತ್ರುವಾದವನ್ನು ಮಾಡಿರುವಂತ ಎಲ್ಲಾ ಸೈತಾನನ ಕಾರ್ಯಗಳು യേശു പറഞ്ഞു, ಯೇಸು ಹೇಳಿದನು, യേശು പറഞ്ഞു, ಯೇಸು ಹೇಳಿದನು, ഞാൻ എന്റെ സഭയെ ನಾನು ನನ್ನ ಸಭೆಯನ್ನು ಕಟ್ಟುತ್ತೇನೆ, ഞാൻ എന്റെ സഭയെ ನಾನು ನನ್ನ പണിയും. ಸಭೆಯನ್ನು ಕಟ್ಟುತ್ತೇನೆ. ಆಮೆನ್. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ಪಾತಾಳ ಲೋಕವು ಅದನ್ನು ಜಯಿಸಲಾರದು. രാത്രി സഭയുടെ വളർച്ചയെ തടയുന്ന, ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ಸಭೆಯ ಬೆಳವಣಿಗೆಯನ್ನು ತಡೆಯುವಂತ, ദൈവമക്കളുടെ വളർച്ചയെ തടയുന്ന, ದೇವರ ಮಕ್ಕಳ ಬೆಳವಣಿಗೆಯನ್ನು ತಡೆಯುವಂತ, മിനിസ്ട്രിയെ തടയുന്ന, ನಮ್ಮ ಮಿನಿಸ್ಟ್ರಿಯನ್ನು ತಡೆಯುವಂತ, നമ്മുടെ ആത്മീയ വർധനത്തിനെ തടയുന്ന, ನಮ್ಮ ಆತ್ಮಿಕ ಜೀವಿತವನ್ನು ತಡೆಯುವಂತ, സാമ്പത്തിക വർധനയെ തടയുന്ന, ನಮ್ಮ ಸಾಂಪತ್ತಿಕ ಜೀವಿತವನ್ನು ತಡೆಯುತ್ತಿರುವಂತ ഇരുട്ടിന്റെ വ്യാപാരങ്ങളുടെ മേൽ ಎಲ್ಲ ಕತ್ತಲೆ ಶಕ್ತಿಯ ಮೇಲೆ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ജയം. ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಜಯ ಉಂಟಾಗಲಿ. ನಂಬುವವರು ಕರಗಳನ್ನು ತಟ್ಟಿ ದೇವರಿಗೆ ಮಹಿಮೆ ಪಡಿಸೋಣ. രാത്രി ഈ സ്ഥാപനത്തോട്, സഭയോട്, കുടുംബത്തോട് വ്യാപരിക്കുന്ന എല്ലാ ഇരുട്ടിന്റെ വ്യാപാരങ്ങളുടെ മേൽ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ജയം. ಅಂಧಕಾರ ಶಕ್ತಿಯ ಬಲಗಳು ಕುಟುಂಬದೊಂದಿಗೆ ಸೇವೆಯಿಂದ ಪ್ರತಿಯೊಂದು ಜೀವಿತದಲ್ಲಿ ಹೋರಾಡುತ್ತಿದ್ದ ಎಲ್ಲ ಕತ್ತಲ ಶಕ್ತಿಯ ಬಲಗಳು ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಈ ರಾತ್ರಿಯಲ್ಲಿ ಬಿಟ್ಟೋಗಲಿ. ದೇವರ ಸಾನ್ನಿಧ್ಯ ಉಂಟಾಗಲಿ, ದೇವರ ಸಾನ್ನಿಧ್ಯ ಉಂಟಾಗಲಿ, ದೇವರ ಸಾನ್ನಿಧ್ಯ ಉಂಟಾಗಲಿ, ದೇವರ ಸಾನ್ನಿಧ್ಯ ಉಂಟಾಗಲಿ. ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ಆತ್ಮಿಕ ಮಂಡಲಗಳಲ್ಲಿ ಬಿಡುಗಡೆ ಉಂಟಾಗಲಿ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯಾ. ശ്രദ്ധിക്കുക, വാഗ്ദത്തമുള്ള തലമുറയോട്, ವಾಗ್ದಾನ ಇರುವಂತ ಸಂತತಿಯ ಮೇಲೆ, പുറപ്പെട്ടു വരേണ്ട ഇസ്രായേൽ മക്കളോട്, ಹೊರಟು ಬರಲಿಕ್ಕಿರುವಂತಹ ಇಸ್ರಾಯೇಲ್ ಜನರ ಮೇಲೆ ദൈവത്തിന്റെ വാഗ്ദത്തം എന്താ? ದೇವರು ಬರುತ್ತಾರೆ. പക്ഷേ സമൃദ്ധിയുടെ മണ്ണിലേക്ക് പുറപ്പെട്ടു പോരാതെ, ಆದರೆ ಅವರು ಸಮೃದ್ಧಿಕರವಾದಂತಹ ಮಣ್ಣಿಗೆ ಹೊರಟು ಹೋಗದೆ, നന്മയുടെ മണ്ണിലേക്ക് പുറപ്പെട്ടു വരാതെ, ಆಶೀರ್ವಾದದ ಮಣ್ಣಿಗೆ ಹೋಗದೆ, നന്മയുടെ മണ്ണിലേക്ക് പുറപ്പെട്ടു വരാതെ, ಆಶೀರ್ವಾದದ ಆ ಭೂಮಿಗೆ ಹೋಗದೆ, അവരനുഭവിക്കുന്ന കഷ്ടതയിൽ തന്നെ, ಅವರು ಅನುಭವಿಸುತ್ತಿರುವಂತಹ ಕಷ್ಟದಲ್ಲಿಯೇ, അവരനുഭവിക്കുന്ന പ്രശ്നത്തിൽ തന്നെ, ಅವರು ಅನುಭವಿಸುತ್ತಿರುವಂತಹ ಸಮಸ್ಯೆಯಲ್ಲಿಯೇ അവിടെ കിടന്ന് മരിക്കണമെന്ന്, ಅಲ್ಲಿ ಅವರು ಸಾಯಬೇಕಂತೇಳಿ, അവിടെ കിടന്ന് മരിക്കണമെന്ന് ಅಲ್ಲಿ ಅವರು ಸಾಯಬೇಕಂತೇಳಿ ശത്രുവേദിയ വിധിയെ, ಶತ್ರು ಬರೆದಿರುವಂತ ಎಲ್ಲಾ ವಿಧಿಗಳು, ശത്രുവേദിയ വിധിയെ ಶತ್ರು ಬರೆದಿರುವಂತ ಎಲ್ಲಾ ನಿಯಮಗಳು ദൈവം പൊട്ടിച്ചു വിട്ടെങ്കിൽ, ದೇವರು ಒಡೆದು ಹಾಕಿರುವುದಾದರೆ, ഞാനും നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കാതെ, ನಾನು ಮತ್ತೆ ನೀವು ಅಭಿವೃದ್ಧಿ ಆಗದೆ, നമ്മുടെ പ്രസ്ഥാനം ഉയരാതെ, ನಮ್ಮ ಸೇವೆ ಅಭಿವೃದ್ಧಿ ಆಗದೆ, പ്രശ്നങ്ങളിൽ കിടന്ന് കറങ്ങണമെന്ന്, ಸಮಸ್ಯೆ ಒಳಗಡೆ ಇದ್ದು ಅಳಬೇಕು ಅಂತ ಹೇಳಿ, പ്രതിസന്ധി കിടന്ന് കറങ്ങണമെന്ന് ಅನಾನುಕೂಲತೆಗಳ ಮಧ್ಯೆ ಅಳುತ್ತಿರಬೇಕಂತ ശത്രു ಹೇಳಿ, ഒരുക്കുന്ന വിധിയെഴുത്ത് ಶತ್ರು ಬರೆದಿರುವಂತ ಎಲ್ಲಾ ನಿಯಮಗಳು ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ಈ പൊട്ടിമാറട്ടെ. ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಎಲ್ಲ ಅರಿದು ಹೋಗಲೆಂದು ಆಜ್ಞಾಪಿಸುತ್ತೇನೆ. യേശുവിന്റെ നാമത്തിൽ പൊട്ടിമാറട്ടെ. ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಎಲ್ಲವೂ ಅರಿದು ಹೋಗಲೆಂದು യേശുവിന്റെ ಆಜ್ಞಾಪಿಸುತ್ತೇನೆ. നാമത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ പൊട്ടിമാറട്ടെ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ನಿಮ್ಮ ಕುಟುಂಬಗಳಲ್ಲಿ ಎಲ್ಲ ಒಡೆಯಲ್ಪಡಲಿ. സ്ഥാനത്തിൽ പൊട്ടിമാറട്ടെ. ಸೇವೆಯ ಎಲ್ಲ ಭಾಗಗಳಲ್ಲಿ ಕಟ್ಟುವಂತ ಎಲ್ಲ ಕಟ್ಟುಗಳು ನೀಗಲ್ಪಡಲಿ. പൊട്ടിമാറട്ടെ. ಮಿನಿಸ್ಟ್ರಿಯಲ್ಲಿ ಕಟ್ಟುವಂತ ಎಲ್ಲ ಕಟ್ಟುಗಳು ನೀಗಲ್ಪಡಲಿ. കരമടിച്ച് ദൈവത്തെ ആരാധിക്കോ. ನಂಬುವರು ಕರಗಳನ್ನು ತಟ್ಟಿ ದೇವರಿಗೆ ಮಹಿಮೆ ಪಡಿಸೋಣ. ഓ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കോ. ಕರಗಳನ್ನು ಮೇಲೆ ಮಾಡಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಸಲ್ಲಿಸೋಣ. ഹല്ലേലൂയ. ಆಮೆನ್, ಹಲ್ಲೆಲೂಯಾ. അപ്പൊ ഇസ്രായേൽ മക്കളോട് ಹಾಗಾದ್ರೆ ಇಸ್ರಾಯೇಲ್ ಜನರೊಂದಿಗೆ മിസ്രൈമിൽ വെച്ച്
ಈ ಐಗುಪ್ತ ದೇಶದಲ್ಲಿ ഒരുപാട് തന്ത്രങ്ങൾ ഒരുക്കി, ಅನೇಕ ಕುಯುಕ್ತಿಗಳನ್ನು ಮಾಡಿ, അനേക തന്ത്രങ്ങൾ ഒരുക്കി ಅನೇಕ ತಂತ್ರಗಳನ್ನು ಮಾಡಿ അവർ പുറപ്പെട്ടു പോരാതിരിപ്പാൻ ಅವರು ಹೊರಟು ಹೋಗದೆ ಇರಬಾರದೆಂದು ശത്രു അനേക തന്ത്രങ്ങൾ ഒരുക്കി. ಸೈತಾನ ಅನೇಕ ತಂತ್ರಗಳನ್ನು ಮಾಡಿದನು. നമുക്ക് ഇന്ന് രാത്രി എല്ലാം ചിന്തിപ്പാൻ സമയമില്ല. ಆದರೆ ಇವತ್ತು ರಾತ್ರಿ ನಾವೆಲ್ಲವನ್ನು ಯೋಚಿಸಲು ಸಾಧ್ಯವಿಲ್ಲ. ഒന്ന് രണ്ട് മൂന്നെണ്ണം ചിന്തിക്കണം. ಆದ್ರೆ ಒಂದೆರಡು ಮೂರನ್ನಾದ್ರೂ ನಾವು ಚಿಂತಿಸಬೇಕು. അത് നിങ്ങളോടുള്ള പ്രവചന ദൂതാണ്. ಅದು ನಿಮ್ಮೊಂದಿಗಿರುವಂತಹ ಪ್ರವಾದನೆಯ ಮಾತುಗಳಾಗಿದೆ. അത് നിങ്ങളോടുള്ള പ്രവചന ദൂതാണ്. ಅದು ನಿಮ್ಮೊಂದಿಗಿರುವಂತಹ ಪ್ರವಾದನೆಯ ಮಾತುಗಳಾಗಿದೆ. അത് ഇന്ന് രാത്രി നമ്മൾ ചിന്തിച്ച് വേഗത്തിൽ നമുക്ക് പ്രാർത്ഥിച്ചു. ಆದುದರಿಂದ ಒಂದೆರಡು ಮೂರು ಧ್ಯಾನಿಸಿ ನಂತರ ನಿಮಗೋಸ್ಕರವಾಗಿ ಪ್ರಾರ್ಥಿಸಲು ಹೋಗುತ್ತೇನೆ. ആസ്പദമായി പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം എടുക്കാം. ವಿಮೋಚನ ಕಾಂಡ 1ನೇ ಅಧ್ಯಾಯವನ್ನು ತೆಗೆಯೋಣ. 10-ാമത്തെ വാക്യം, 10ನೇ ವಚನ, 15-ാമത്തെ വാക്യം, 15ನೇ ವಚನ, 22-ാമത്തെ വാക്യം, 22ನೇ ವಚನ. ഇത് മൂന്നുമാണ് ಈ ಮೂರು ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് ಇಸ್ರಾಯೇಲ್ ಜನರು ಐಗುಪ್ತ ದೇಶದಲ್ಲಿ കനാൻ ദേശത്തേക്ക് പോരാതിരിപ്പാൻ ಕಾನಾನ್ ದೇಶಕ್ಕೆ ಹೋಗದ ಹಾಗೆ ശത്രു ഒരുക്കിയ തന്ത്രങ്ങൾ, ಶತ್ರು ಹಾಕಿದಂತ ತಂತ್ರಗಳು. ഇന്ന് രാത്രി ಇವತ್ತು ರಾತ್ರಿ ഈ വചനം ഇവിടെ പ്രസംഗിക്കുമ്പോൾ ಈ ವಾಕ್ಯದಲ್ಲಿ ಪ್ರಸಂಗ ಮಾಡ್ತಿರುವಾಗಲೇ നമ്മുടെ പ്രസ്ഥാനം, ನಮ್ಮ ಸೇವೆ, നമ്മുടെ സഭ, ನಮ್ಮ ಸಭೆ, നിങ്ങളുടെ കുടുംബങ്ങൾ, ನಿಮ್ಮ ಕುಟುಂಬಗಳು, നിങ്ങളുടെ തലമുറകൾ, ನಿಮ್ಮ ಮಕ್ಕಳು, നിങ്ങളുടെ മിനിസ്റ്ററികൾ ನಿಮ್ಮ ಮಿನಿಸ್ಟ್ರಿಗಳು ഒരു പരിധിക്കപ്പുറം ഉയരാതിരിപ്പാൻ, ಒಂದು ಮಟ್ಟಕ್ಕೆ ಅಭಿವೃದ್ಧಿ ಆಗದ ಹಾಗೆ, ദർശനത്തിലേക്ക് ഉയരാതിരിപ്പാൻ, ದರ್ಶನಕ್ಕೆ ಹೋಗದ ಹಾಗೆ, അഭിവൃദ്ധിയിലേക്ക് ഉയരാതിരിപ്പാൻ, ಅಭಿವೃದ್ಧಿಗೆ ಹೋಗದ ಹಾಗೆ, തലമുറകൾ ജനിക്കാതിരിപ്പാൻ, ಸಂತತಿಗಳು ಹುಟ್ಟದ ಹಾಗೆ, തലമുറകൾ വർദ്ധിക്കാതിരിപ്പാൻ, ಮಕ್ಕಳು ಅಭಿವೃದ್ಧಿ ಆಗದ ಹಾಗೆ, സഭയിൽ ജനം വർദ്ധിക്കാതിരിപ്പാൻ, ಸಭೆಯಲ್ಲಿ ಜನರು ಬರದ ಹಾಗೆ, ഈ ദേശത്ത് വ്യാപരിക്കുന്ന ಈ ದೇಶದಲ್ಲಿ ಹೋರಾಡ್ತಿರುವಂತಹ ഇരുട്ടിന്റെ വ്യാപാരങ്ങളുടെ മേൽ മുഴുവൻ ദൈവം ജയം തരും. ಕತ್ತಲ ಶಕ್ತಿಯ ಮೇಲೆ ದೇವರು ಪರಿಪೂರ್ಣವಾದಂತಹ ಜಯವನ್ನು ಕೊಡುತ್ತಾನೆ. വിശ്വസിക്കുന്നവർ കരമടിച്ച് ആത്മാവിൽ സ്തോത്രം ചെയ്യാം. ನಂಬುವವರು ಕರಗಳನ್ನು ತಟ್ಟಿ ದೇವರಿಗೆ ಮಹಿಮೆ ಪಡಿಸೋಣ. രാത്രി വിശ്വസിക്കുന്നവർ ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ನಂಬುವವರು ಕರಗಳನ್ನು ತಟ್ಟಿ ದೇವರಿಗೆ ಮಹಿಮೆ ಪಡಿಸೋಣ. ഇന്ന് രാത്രി വാഗ്ദത്തങ്ങൾക്ക് വിരോധമായി ശത്രു വെച്ചിരിക്കുന്ന സകല അടിമമുഖങ്ങളും ദൈവം പൊട്ടിക്കും. ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ವಾಗ್ದಾನಕ್ಕೆ ವಿರುದ್ಧವಾಗಿ ಶತ್ರುವಾಗಿರುವಂತಹ ಹಾಕಿರುವಂತಹ ಎಲ್ಲ ತಂತ್ರಗಳನ್ನು ಯೇಸು ಒಡೆದು ಹಾಕುವವನಾಗಿರುತ್ತಾನೆ. ಆಮೆನ್, ಆಮೆನ್. കരം ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ಕರಗಳನ್ನು ಮೇಲೆ ಮಾಡಿ ಒಳ್ಳೆ ಸ್ತೋತ್ರ ಹೇಳೋಣ. ഒന്നാമത്തെ തന്ത്രം നമുക്ക് ചിന്തിക്കാം. ಒಂದನೇ ತಂತ್ರ ಏನೆಂದರೆ പുറപ്പാട് പുസ്തകം 1:10. ವಿಮೋಚನ ಕಾಂಡ 1ನೇ ಅಧ್ಯಾಯದ 10ನೇ ವಚನ. ನಮಗೆ ಯುದ್ಧವೇನಾದರೂ ಸಂಭವಿಸಿದರೆ ಅವರು ನಮ್ಮ ಶತ್ರುಗಳೊಂದಿಗೆ ಕೂಡಿಕೊಂಡು ನಮಗೆ ವಿರೋಧವಾಗಿ ಕಾದಾಡಿ ದೇಶವನ್ನು ಬಿಟ್ಟು ಹೋದರು. ಅವರು ವೃದ್ಧಿಯಾಗದಂತೆ ನಾವು ಉಪಾಯ ಮಾಡೋಣ ಎಂದು ಹೇಳಿದನು. ಆದ ಕಾರಣ ಅವರ ಜನರು ಐಗುಪ್ತರನ್ನು ಬಿಟ್ಟಿ ಕೆಲಸದಿಂದ ಉಪದ್ರವ ಪಡಿಸುವುದಕ್ಕಾಗಿ ಬಿಟ್ಟಿ ಮಾಡಿಸುವ ಅಧಿಕಾರಿಗಳನ್ನು ಅವರ ಮೇಲೆ ಇಟ್ಟು ಫರೋವನಿಗೆ ಪೀತೋಮ್, ರಮ್ಸೀಮ್ ಎಂಬ ಉಗ್ರಾಣ ಪಟ್ಟಣಗಳನ್ನು ಕಟ್ಟಿಸಿದರು. ಐಗುಪ್ತರು ಅವರನ್ನು ಎಷ್ಟು ಉಪದ್ರವ ಪಡಿಸಿದರು. ಅವರು ಅತ್ಯಧಿಕವಾಗಿ ಹೆಚ್ಚಿ ಹರಡಿಕೊಂಡದ್ದರಿಂದ ಐಗುಪ್ತರು ಇಸ್ರಾಯೇಲರ ವಿಷಯದಲ್ಲಿ ಸಹಿಸಲಾರದಷ್ಟು ಹೆದರಿಕೆ ಉಳ್ಳವರಾದರು. അവരെ പീഡിപ്പിക്കേണ്ടതിന് അവർ വർദ്ധിക്കാതിരിപ്പാൻ, ಅವರು ಅತ್ಯಧಿಕವಾಗಿ ಹೆಚ್ಚದೆ ಇರುವುದಕ್ಕಾಗಿ, അവർ വർദ്ധിച്ചു പെരുകാതിരിപ്പാൻ, ಅವರು ಅತ್ಯಧಿಕವಾಗಿ ಹೆಚ್ಚು ಹರಡಬಾರದೆಂದು, ഇസ്രായേൽ മക്കൾ വർദ്ധിച്ചു പെരുകാതിരിപ്പാൻ, ಇಸ್ರಾಯೇಲ್ ಜನರು ಅತ್ಯಧಿಕವಾಗಿ ಹೆಚ್ಚಬಾರದೆಂದು അവരെ ഒതുക്കിക്കളയുവാൻ നോക്കി. ಅವರನ್ನು ಕೆಡವಿ ಹಾಕುವುದಕ್ಕೆ ನೋಡಿದನು. അതിന് ശത്രു ഒരുക്കിയ തന്ത്രം, ಅದು ಮಾಡಿರುವಂತಹ ತಂತ್ರ, ഫറവോനോട് പറഞ്ഞു കൊടുത്ത ഉപായം, ಫರೋಹನ ಜೊತೆಯಲ್ಲಿ ಕೊಟ್ಟಂತ ಅದು ಉಪಾಯವಾಗಿದೆ. ഈ ജനത്തിന്റെ ആരോഗ്യമാണ് അവരുടെ വിഷയം. ಈ ಜನರಲ್ಲಿ ಆರೋಗ್ಯವನ್ನು ನೋಡು. ഇവർ ആരോഗ്യത്തോടിരിക്കുന്നത് കൊണ്ടാണ് ಇವರು ಆರೋಗ್ಯದಲ್ಲಿ ಇದ್ದ ನಿಮಿತ್ತವಾಗಿ ಇವರು ಹೆಚ್ಚುತ್ತಿದ್ದಾರೆ. ഇന്ന് രാത്രി വചനം കേൾക്കുന്നവർ ഓർക്കേണ്ട കാര്യം, ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ವಾಕ್ಯವನ್ನು ಕೇಳುತ್ತಿರುವಾಗ ಗಮನಿಸಬೇಕಾದ ವಿಷಯವೇನೆಂದರೆ, ഇന്ന് രാത്രി സഭ ഓർക്കേണ്ട കാര്യം, ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ಸಭೆಯು ಗಮನಿಸಬೇಕಾದ ವಿಷಯವೇನೆಂದರೆ, ദർശനത്തിലേക്ക് ഉയരാതെ വണ്ണം, ನಾನು ಮತ್ತೆ ನೀವು ದರ್ಶನಕ್ಕೆ ಹೋಗದ ಹಾಗೆ, ദർശനത്തിലേക്ക് ഉയരാതെ വണ്ണം, ದರ್ಶನಕ್ಕೆ ಹೋಗದ ಹಾಗೆ നമ്മുടെ ആരോഗ്യത്തോടവന്റെ പോരാട്ടമുണ്ട്. ನಮ್ಮ ಆರೋಗ್ಯದಂಗೆ ಹೋರಾಟ ಇದೆ. നമ്മുടെ ആരോഗ്യത്തോടവന് പോരാട്ടമുണ്ട്. ನಮ್ಮ ಆರೋಗ್ಯದಂಗೆ ಒಂದು ಹೋರಾಟ ಇದೆ. എത്ര പേര് ആത്മാവിൽ സ്തോത്രം ചെയ്തു പറയും, ಈ ರಾತ್ರಿ ವೇಳೆ ಎಷ್ಟು ಜನ ശരീരത്തോട് പോരാടുന്ന, ನನ್ನ ಶರೀರದಂಗೆ ಹೋರಾಡುತ್ತಿರುವಂತ, ശരീരത്തെ ക്ഷീണിപ്പിക്കുന്ന, ನನ್ನ ಶರೀರವನ್ನು ಕ್ಷೀಣಿಸುತ್ತಿರುವಂತ, ശരീരത്തെ അടിമയാക്കുന്ന, ನನ್ನ ಶರೀರವನ್ನು ದಾಸತ್ವಕ್ಕೆ ನಡೆಸುತ್ತಿರುವಂತ, ഒതുക്കി കളയുന്ന, ನನ್ನ ಶರೀರವನ್ನು ಅಡಗಿಸುತ್ತಿರುವಂತ,
ദർശനത്തോട് മുന്നോട്ട് പോകാതിരിപ്പാൻ, ನಾನು ದರ್ಶನದೊಂದಿಗೆ ಮುಂದಕ್ಕೆ ಹೋಗದ ಹಾಗೆ, എന്റെ ശരീരത്തെ പീഡിപ്പിക്കുന്ന ನನ್ನ ಶರೀರವನ್ನು ಪೀಡಿಸುತ್ತಿರುವಂತ സകല രോഗത്തിന്റെ ആത്മാവിന്റെ മേലും ಸಕಲ ರೋಗದ ಆತ್ಮದೊಂದಿಗೆ ഇന്ന് രാത്രി വചനമയച്ചു ദൈവം വിടുവിക്കുന്നു. ಈ ರಾತ್ರಿ ವೇಳೆ ವಾಕ್ಯವನ್ನು ಕಳಿಸಿ ದೇವರು ಬಿಡುಗಡೆ ಮಾಡುತ್ತಾನೆ. കരമടിച്ച് ആത്മാവി സ്വന്തം ചെയ്താട്ടെ. ನಂಬುವವರು ಕರಗಳನ್ನು ತಟ್ಟಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಸಲ್ಲಿಸೋಣ. യേശുവിന്റെ നാമത്തിൽ ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ചില രോഗശക്തികൾ ശരീരം വിട്ടു മാറട്ടെ. ರೋಗ ಶಕ್ತಿಗಳು ಶರೀರವನ್ನು ಬಿಟ್ಟು ಹೋಗಲಿ. ശരീരത്തിൽ രോഗശക്തികൾ വിട്ടു മാറട്ടെ. ಶರೀರದಲ್ಲಿದ್ದ ರೋಗ ಶಕ್ತಿಗಳು ಬಿಟ್ಟು ಹೋಗಲಿ. അകാരണമായി പീഡിപ്പിക്കുന്ന രോഗശക്തികൾ, ಅನಾರ್ಥವಾಗಿ ಪೀಡಿಸುತ್ತಿರುವಂತಹ ರೋಗ ಶಕ್ತಿ, ಅನಾರ್ಥವಾಗಿ ಪೀಡಿಸುತ್ತಿರುವಂತಹ ರೋಗ ಶಕ್ತಿ യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ശരീരം വിട്ടു മാറട്ടെ. ಶರೀರವನ್ನು ಬಿಟ್ಟು ಹೋಗಲಿ. വിശ്വസിക്കുന്നവർ കരമടിച്ച് ആത്മാവി സ്വന്തം ചെയ്യട്ടെ. ನಂಬುವವರು ಕರಗಳನ್ನು ತಟ್ಟಿ ದೇವರಿಗೆ ಮಹಿಮೆಪಡಿಸೋಣ. രോഗങ്ങൾ, ಯೇಸುವಿನ ನಾಮದ ಎಲ್ಲಾ ರೋಗಗಳು, യേശുവിന്റെ നാമത്തിൽ രോഗശക്തികൾ ರೋಗದ ಶಕ್ತಿಗಳು രാത്രി ശരീരത്തിൽ വിട്ടു മാറട്ടെ. ಶರೀರ ಬಿಟ್ಟೋಗಲಿ. വചനമയച്ചവരെ വിടുവിക്കുന്നു. ವಾಕ್ಯವನ್ನು ಕಳಿಸಿ ಬಿಡುಗಡೆ ಮಾಡುತ್ತಾನೆ. വചനമയച്ചവരെ വിടുവിക്കുന്നു. ವಾಕ್ಯವನ್ನು ಕಳಿಸಿ ಬಿಡುಗಡೆ ಮಾಡುತ್ತಾನೆ. വിശ്വസിക്കുന്നവർ കരമടിച്ച് ആത്മാവി സ്വന്തം ചെയ്യാം. ನಂಬುವವರು ಕರಗಳನ್ನು ತಟ್ಟಿ ಮಹಿಮೆ ಪಡಿಸುವ. Glory, 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 ಆಮೆನ್, glory, ಆಮೆನ್, glory, ಆಮೆನ್, glory. ಆಮೆನ್, 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 ಆಮೆನ್. കാരണമായ രോഗങ്ങൾ വിട്ടുമാറട്ടെ. ಮಾನಸಿಕವಾಗಿ ಹೋರಾಟದೆಲ್ಲ ಹೋರಾಟಗಳು ಈಗ ಬರಲಿ. ಈಗ ಮನ ಜಗದಿ ಬರ 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 ಜುಗದಿ ಬರಿ ಬರ 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 ಜುಡ ಬರ ಬರ ದಿನ ಬರ ದಿನ ಬರ ದಿಗರ ರೀತಗರಾದ ಚೌಡಾರಾಜ ವೇಡಿರಾದ ರೀತಗರಾದ ರೀಬರ ಬಂದ ಅರ್ಥನಾದರೆ ಜೂಡಬರಾದ ರೀತಗರಂದರ ವೆರಬಾ ಜಗದಿ ರೀತಗರಾದ ಚೌಡಾರಾಜ ವೇಡಿರ ಇದ ಮನ ಬರ ಬರ ಇದ ಬರ 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 ಜೂಡಗರಾದ ಚೌಡಾರಾಜ ವೇಡಿರ ಅರ್ಥಾರಾದೆ ಜೂಡೆ ಬರ ಬರ ದೀಪ ನಿಬರ ಬರ ಬರ ದಿನ ಬರ ಜಗದ ಹೃದಯನ ಇದಾರಾದ ಚೌಡಾರಾಜ ವೇಡಿರ ದೊಡ್ಡ ದೈವಿಕ ಸಾನ್ನಿಧ್ಯ, ഒരു വലിയ ദൈവ സാന്നിധ്യം ഈ ശരീരത്തിനകത്ത് മുഴുവൻ വ്യാപരിക്കട്ടെ. ഒരു വലിയ ദൈവ സാന്നിധ്യം ഈ ശരീരത്തിനകത്ത് മുഴുവൻ വ്യാപരിക്കട്ടെ. പോരാടുന്ന ചില രോഗശക്തികൾ ശരീരം വിട്ടു മാറട്ടെ. ಶರೀರದ ಮೇಲೆ ಹೋರಾಡ್ತಿದ್ದೆಲ್ಲ ಹೋರಾಟ ಶಕ್ತಿಗಳು ನೀಗಲ್ಪಡಲಿ. യേശുവിന്റെ നാമത്തിൽ ശരീരം വിട്ടു മാറാ. ಶರೀರ ಮೇಲೆ ಹೋರಾಡುವಂತ ಎಲ್ಲ ಹೋರಾಟಗಳು ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ನೀಗಲ್ಪಡಲಿ. രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ശരീരം വിട്ടു മാറാ. ಮಾನಸಿಕವಾದಂತ ಎಲ್ಲ ರೋಗಗಳು ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಶರೀರವನ್ನು ಬಿಟ್ಟೋಗಲಿ. ശരീരം വിട്ടു മാറാ. ಶರೀರವನ್ನು ಬಿಟ್ಟೋಗಲಿ. ದೇವರ ಸಾನ್ನಿಧ್ಯ ಇಳಿಯಲಿ. ದೇವರ ಸಾನ್ನಿಧ್ಯ ಇಳಿಯಲಿ. ದೇವರ ಸಾನ್ನಿಧ್ಯ ಇಳಿಯಲಿ. ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ. ಶರೀರದ ಮೇಲೆ ದೇವರ ಸಾನ್ನಿಧ್ಯ ಇಳಿಯಲಿ. ಇದಗನ ಜಗದಿಗ ಕತ್ತಲ ಶಕ್ತಿಗಳು ಯೇಸು ನಾಮದಲ್ಲಿ ನೀಗಲಿ. ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. കത്തല ശക്തി ഇറങ്ങട്ടെ. ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. ದೇವರ ಸಾನ್ನಿಧ್ಯ, ದೇವರ ಸಾನ್ನಿಧ್ಯ, ದೇವರ ಸಾನ್ನಿಧ್ಯ. ಇದಬಾರ ಜಗದಿ ಬರ ಬರ ದರ್ಬಾರ ಬರ ನೀರಾರಾದ ಶೌಡಾರಾದ ರೀದಗರಾದ ರೀದಗರ ಇದರಾದ ರೀದಗರಾದ ರೀಬರ ಬರ ಜೂಡರಾದ ರೀದಗರಾದ ಇದಮಾನ ದಿಗರಾದ ರಿಬಾಬಾ ಬರಿ ಇದರಾದ ಶೌಡಾರಾದ ರೀದಗರಾದ ಶೌಡಾರಾದ ಇದರಾದ ರಿಬಾಬಾ ಬಾಬಾ ರಿಬಲಾದ ಶೌಡಾರಾದ ಇದರಾದ ബുദ്ധിമണ്ഡലങ്ങളെ വ്യാപരിക്കുന്ന രോഗസംഗതികൾ യേശുവിന്റെ നാമത്തിൽ ശരീരം വിട്ട് ಇದಗನ ಜಗದಿಗ ರೀದಗರಾದ ಶೌಡಾರಾದ ರೀದಗರಾದ ರೀದಗರಾದ ರೀಬರ ಬರ ಶೌಡಾರಾದ ರೀದಗರಾದ ಇದಮನ ಬರ ಬರ ದಿನ ಬರ 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 ಜೂಡಗರಾದ ರೀದಗರಾದ 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 ರೀದಗರ ಇದರಾದ ರೀದಗರಾದ ಶೌಡಾರ ಇದರಾದ ರಿಬಲ ಶೌಡಾರಾದ ರೀದಗರಾದ ರೀಬರ ಬರ ಬರ ಜೂಡಗರಾದ ರೀದಗರ ಓ ಓ ರೀ ಬಾಬಾ ಬಾಬಾ ರಿಬಲ ದಿನ ಶೌಡಾ ರೀದಗರಾದ ರೀದಗರಾದ ರೀದಗರ ಇದಮನ ದಿನಮನ ಜೂಡಗರ ದಿನಗನ ದಿನಗನ ದಿನ ಶೌಡಾರಾದ ರೀದಗರಾದ ರೀದಗರಾದ ಶೌಡಾ ಇದಮನ ದಿನಗರಾದ ಶೌಡಾರಾದ ರೀದಗರಾದ ಶೌಡಾರಾದ ರೀದಗರ ശരീരം വിട്ടു പോ. ಸೌಖ್ಯ ಉಂಟಾಗಲಿ, ಸೌಖ್ಯ ಉಂಟಾಗಲಿ. ಎಲ್ಲ ರೋಗಾತ್ಮಗಳು ಯೇಸು ನಾಮದಲ್ಲಿ ಬಿಟ್ಟೋಗಲಿ, ಬಿಟ್ಟೋಗಲಿ, ಬಿಟ್ಟೋಗಲಿ. ರೋಗಾತ್ಮಗಳು ಯೇಸು ನಾಮದಲ್ಲಿ ಬಿಟ್ಟೋಗಲಿ. ಶರೀರವನ್ನು ಬಿಟ್ಟೋಗಲಿ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ, ಯೇಸು ನಾಮದಲ್ಲಿ ಎಲ್ಲ ಹೋರಾಟಗಳು ನೀಗಲ್ಪಡಲಿ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ശിശുക്കൾ മുതൽ ಮಕ್ಕಳಿಂದ ಪೀಡಿಸುತ್ತಿರುವಂತಹ ಎಲ್ಲ ರೋಗಾತ್ಮಗಳು ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ಯೇಸು ನಾಮದಲ್ಲಿ ಬಿಟ್ಟೋಗಲಿ, ಬಿಟ್ಟೋಗಲಿ. ദൈവത്തിന്റെ സാന്നിധ്യം, ದೇವರ ಸಾನ್ನಿಧ್ಯ, ದೇವರ ಸಾನ್ನಿಧ್ಯ, ದೇವರ ಸಾನ್ನಿಧ್ಯ, ದೇವರ ಸಾನ್ನಿಧ್ಯ. ಇದಬಲ ಜಗದಿಬರಾದ ಶೌಡಾರಾದ ಎಲ್ಲ ದುಷ್ಟಶಕ್ತಿಗಳು ಶರೀರವನ್ನು ಬಿಟ್ಟೋಗಲಿ, ಶರೀರವನ್ನು ಬಿಟ್ಟೋಗಲಿ, ಶರೀರವನ್ನು ಬಿಟ್ಟೋಗಲಿ, ಶರೀರವನ್ನು ಬಿಟ್ಟೋಗಲಿ.
ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. ದೇವರ ಸಾನ್ನಿಧ್ಯ 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 ಶರೀರ ಬಿಟ್ಟೋಗಲಿ ಶರೀರ ಬಿಟ್ಟು ಮಾರಟೆ. വലിയ ദൈവ സാന്നിധ്യം ಶರೀರ ಬಿಟ್ಟೋಗಲಿ. Glory. ಕೃಪಾ 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 ಕೃಪೆ 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 ಸಕಲ ಪರಮೋನ್ಯ ಈರವರಾದ ಶೌಡಾರಾಜ ವೇಡಿರಾದ ಅಗ್ನಿ ಅಗ್ನಿ ಅಗ್ನಿಲಿಯಲ್ಲಿ 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 ಅಭಿಷೇಕത്തിന്റെ ಅಗ್ನಿಲಿಯಲ್ಲಿ 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 ശരീരത്തെ പീഡിപ്പിക്കുന്ന അകാരണമായ ശരീരത്തെ പീഡിപ്പിക്കുന്ന ദുർവ്യാപാരങ്ങളും ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ಶರೀರವನ್ನು ಪೀಡಿಸುತ್ತಿರುವಂತಹ ಅಂಧಕಾರ ಶಕ್ತಿಯ ಬಲಗಳು ಯೇಸು ನಾಮದಲ್ಲಿ ಬಿಟ್ಟೋಗಲಿ. ವೈಡಲ್ ಪ್ರಭುಡಾರಮಾನ ಸಂಧರ ಇದಾರಾದ ಇದಾರಾದ ಶೌಡಾರಾಜ ವೇಡಿರಾದ ಇದಾರಾದ 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 ಎದರಾಜಗದಿ ಇದಾರಾದ യേശുവിന്റെ നാമത്തിൽ യേശുവിನ ನಾಮದಲ್ಲಿ രോഗങ്ങൾ ഇന്ന് രാത്രി ശരീരം വിട്ടു മാറട്ടെ. ಮಾನಸಿಕವಾಗಿ ಹೋರಾಡುತ್ತಿರುವಂತಹ ಎಲ್ಲ ಹೋರಾಟಗಳು ಯೇಸು ನಾಮದಲ್ಲಿ ಬಿಟ್ಟೋಗಲಿ. ശരീരം വിട്ടു മാറട്ടെ. ಯೇಸು ನಾಮದಲ್ಲಿ ಶರೀರ ಬಿಟ್ಟೋಗಲಿ. യേശുവിന്റെ നാമത്തിൽ ശരീരം ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಶರೀರವನ್ನು ಬಿಟ್ಟೋಗಲಿ. യേശുവിന്റെ നാമത്തിൽ ശരീരം ಯೇಸು ನಾಮದಲ್ಲಿ ಶರೀರವನ್ನು ಬಿಟ್ಟೋಗಲಿ. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. ಯೇಸು ನಾಮದಲ್ಲಿ ದೈವಿಕ ಸಾನ್ನಿಧ್ಯ ಇಳಿಯಲಿ. ശരീരത്തിനകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. ಶರೀರದ ಮೇಲೆ ದೈವಿಕ ಸಾನ್ನಿಧ್ಯ ಇಳಿಯಲಿ 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 ಇಳಿಯಲಿ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಯೇಸು ನಾಮದಲ್ಲಿ ശരീരത്തിനകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. ಈದಮಾಲ ಜೂಡಾರಾದ ರೀದಾರಾದ ಚೌಡಾರಾದ ರೀದಾರಾದ ರೀಬಾವ ರೀಬರದೆ ಈದಾರಾದ ಚೌಡಾರಾಜ ವೇಡಿರಾದ ರೀದ ഈ മാതാവിന്റെ മേൽ ഇറങ്ങട്ടെ. ಈದಾರಾದ ಚೌಡಾರಾದ ರೀದರಾದ ಚೌಡಾರಾದ ರೀದರಾದ ಚೌಡಾರ ಈದರಾದ ಚೌಡಾರಾದ ಈದರಾದ ಚೌಡಾರಾದ ರೀದರಾದ ಚೌಡಾರ ರೀದರಾದ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോ. ರೋಗದ ಎಲ್ಲ ಬಂಧನಗಳು ಯೇಸು ನಾಮ ನೀಗಲ್ಪಡಲಿ. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. ದೇವರ ಸಾನ್ನಿಧ್ಯ ಇಳಿಯಲಿ. ದೇವರ ಸಾನ್ನಿಧ್ಯ ಇಳಿಯಲಿ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಶರೀರವನ್ನು ಬಿಟ್ಟೋಗಲಿ. ಈದಮಾನ ಜೂಡರಾದ ಚೌಡಾರಾಜ ವೇಡಿರಾದ ರೀದರಾದ ರೀದರಾದ ಚೌಡಾರಾದ ರೀದರಾದ ദിഗനബ ജുഡബന നീരമാല ജുഡാരാദ ചൗഡാരാദ ശരീരത്തിൽ വ്യാപരിക്കുന്നു എല്ലാ ദുർശക്തികളും യേശുവിന്റെ നാമത്തിൽ ശരീരം വിട്ടു. ಎಲ್ಲ ದುಷ್ಟಶಕ್ತಿಯ ಬಲಗಳು ಯೇಸು ನಾಮದಲ್ಲಿ ನೀಗಲ್ಪಡಲಿ. യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಜಯ ಉಂಟಾಗಲಿ. ಇದಗನ ಜಗದಿ ರಬಲ ದರ್ಬೈ ಶೌಡಾರ ಇದಗಲಾದ 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 ಶೌಡಾರಾದ ಇದಗಲಾದ ശരീരത്തെ ഒതുക്കുന്ന ಶರೀರದ ಮೇಲೆ ಹಾಕಿರುವಂತ അന്യാരാധന പൂജ ശക്തിയ ബലಗಳು എല്ലാ കത്തല ശക്തിയ ബലಗಳು കുഞ്ഞിനോട് ദൈവത്തിന്റെ കരുണ ഈ കുഞ്ഞിനോട് ദൈവത്തിന്റെ കരുണ ഈ കുഞ്ഞിനോട് ഇവിടെ മേൽ വ്യാപരിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളും യേശുവിന്റെ നാമത്തിൽ ಇವರ ಮೇಲೆ ಹೋರಾಡುವಂತ ಎಲ್ಲ ಹೋರಾಟಗಳು ಯೇಸು ನಾಮದಲ್ಲಿ ನೀಗಲ್ಪಡಲಿ ನೀಗಲ್ಪಡಲಿ ನೀಗಲ್ಪಡಲಿ. ಅಭಿಷೇಕ ಇಳಿಯಲಿ ಅಭಿಷೇಕ ಇಳಿಯಲಿ ಅಭಿಷೇಕ ಇಳಿಯಲಿ ಅಭಿಷೇಕ ಇಳಿಯಲಿ. ದೇವರ ಸಾನ್ನಿಧ್ಯ ದೇವರ ಸಾನ್ನಿಧ್ಯ ദൈവത്തിന്റെ സാന്നിധ്യം ದೇವರ ಸಾನ್ನಿಧ್ಯ 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 ಸೌಖ್ಯ ಹೊಂದಿಕೊಳ್ಳಿ ಸೌಖ್ಯ ಹೊಂದಿಕೊಳ್ಳಿ ಸೌಖ್ಯ ಹೊಂದಿಕೊಳ್ಳಿ ಸೌಖ್ಯ ಹೊಂದಿಕೊಳ್ಳಿ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಪರಿಪೂರ್ಣವಾದಂತ ಬಿಡುಗಡೆ. ദൈവ കൃപ ദൈവ കൃപ ದೇವರ ಕೃಪೆ 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 ദൈവ കൃപ ദൈവ കൃപ ദൈവ കൃപ ദൈവ കൃപ കൃപെ 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 ശക്തി പരിശുദ്ധാത്മാവിന്റെ ശക്തി പരിശുദ്ധാത്മാവിന്റെ ശക്തി പരിശുദ്ധാത്മാവിന്റെ ശക്തി പരിശുദ്ധാത്മാവിന്റെ ശക്തി 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 ഈദാരാധ ഈദാരാധ ചൗഡാരാധ യേശുവിന്റെ നാമത്തിൽ ഇവിടെ ബുദ്ധിമന്ത്രത്തെ ബാധിക്കുന്ന രോഗശക്തികൾ ശരീരം വിട്ടു പോ ശരീരം വിട്ടു മാറും. ഈദാരാധ ചൗഡാരാധ ഈദാരാധ ചൗഡാരാധ ഈദാരാധ ചൗഡാരാധ ഈദാരാധ ചൗഡാരാധ ഈദാരാധ ചൗഡാവേദ ഈദാരാധ ചൗഡാരാധ ഈദാരാധ ദർബാജോദേ ഈബരവര ചൗഡാരാധ ഈദാരാധ ചൗഡാരാധ ഈദാരാധ ചൗഡാഗന ജിഗാരാധ അന്യശക്തികൾ ಎಲ್ಲ ಹೋರಾಟಗಳು ಯೇಸು ನಾಮದಲ್ಲಿ ನೀಗಲ್ಪಡಲಿ. ದೇವರ ಸಾನ್ನಿಧ್ಯ ಇಳಿಯಲಿ. ಈದಾರಾದ ಚೌಡಾರಾದ ರೀದಗನಾದ 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 ಚೌಡಾರಾದ ಯೇಸುವಿನ ಅಧಿಕಾರದ ನಾಮದೊಂದಿಗೆ യേശുവിന്റെ നാമത്തിൽ ജയം യേശുവിന്റെ നാമത്തിൽ ജയ യേശുവിന്റെ നാമത്തിൽ ജയ ഹല്ലേലൂയ ഹല്ലേലൂയ. അഗാധമായി വ്യാപരിക്കുന്ന രോഗത്തിന്റെ കെട്ടുകൾ ഇന്ന് രാത്രി എല്ലാ രോഗದ ಕಟ್ಟುಗಳು ರೋಗದ ಕಟ್ಟುಗಳು ನೀಗಲಿ.
ರೋಗದ ಕಟ್ಟು ನೀಗಲಿ, ರೋಗದ ಕಟ್ಟು ನೀಗಲಿ, ರೋಗದ ಕಟ್ಟು ನೀಗಲಿ. പരിശുദ്ധാത്മാവിന്റെ ശക്തി, ಪರಿಶುದ್ಧಾತ್ಮನ ಶಕ್ತಿ, ಪರಿಶುದ್ಧಾತ್ಮನ ಶಕ್ತಿ ಇಳಿಯಲಿ, പരിശുദ്ധാത്മാവിന്റെ ശക്തി ಪರಿಶುದ್ಧಾತ್ಮನ ಶಕ್ತಿ ഈ ഹോളിനകത്ത് വ്യാപരിക്കുന്നു. ಈ ಹಾಲಿನ ಒಳಗೆ ಹೋರಾಡುವಂತ, ശരീരങ്ങളെ വിട്ടുകൊടുക്കൂ. ಶರೀರವನ್ನು ಹೋರಾಡುತ್ತಿರುವಂತೆ ഇന്ന് ಮಾಡುವಂತ രാത്രി ചില രോഗങ്ങൾ അഴിഞ്ഞു മാറുന്നു. ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ದೈವಿಕ ಶಕ್ತಿ ಇಳಿಯಲಿ. വാഗ്ദത്തങ്ങൾക്ക് വിരോധമായി, ವಾಗ್ದಾನಕ್ಕೆ ವಿರೋಧವಾಗಿ, വാഗ്ദത്തങ്ങൾക്ക് വിരോധമായി ವಾಗ್ದಾನಗಳಿಗೆ ವಿರೋಧವಾಗಿ ശരീരത്തെ ബാധിക്കുന്ന ಶರೀರವನ್ನು ಬಾಧಿಸುತ್ತಿರುವಂತ രോഗശക്തികൾ ഇന്ന് രാത്രി ಎಲ್ಲ ರೋಗಾತ್ಮಗಳು യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ശരീരം വിട്ടു മാറുന്നു. ಶರೀರವನ್ನು ಬಿಟ್ಟೋಗಲಿ. വിശ്വസിക്കുക. ವಿಶ್ವಾಸಿಸಿರಿ. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ചില മാനസിക രോഗങ്ങൾ, ಕೆಲವೊಂದು ಮಾನಸಿಕ ರೋಗಿಗಳು, ചില മാനസിക രോഗങ്ങൾ ಕೆಲವೊಂದು ಮಾನಸಿಕ ರೋಗಿಗಳು രാത്രി ಈ സൗഖ്യമാകുന്നു. ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ಸೌಖ್ಯವಾಗಲಿ. യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ മാനസിക ನಾಮದಲ್ಲಿ, രോഗികൾ സൗഖ്യമാകുന്നു. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಜಯ. ആ, ಇದಮನ ಜಗದಿಗರದ വർഷങ്ങളായി ವರ್ಷಗಳಿಂದ ചില മാനസിക രോഗമായി ಕೆಲವೊಂದು ಮಾನಸಿಕ ರೋಗವಾಗಿ ശരീരത്തെ പീഡിപ്പിക്കുന്ന ಶರೀರವನ್ನು ಪೀಡಿಸುತ್ತಿರುವಂತ ചില രോഗശക്തികൾ ഇന്ന് രാത്രി, ಕೆಲವೊಂದು ರೋಗದ ಶಕ್ತಿಗಳು ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകുന്നു. ಇವತ್ತು ರಾತ್ರಿ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಬಿಟ್ಟೋಗಲಿ. ആ, സൗഖ്യമാകട്ടെ, ಸೌಖ್ಯ ಹೊಂದಿಕೊಳ್ಳಿ, സൗഖ്യമാകട്ടെ, ಸೌಖ್ಯ ಹೊಂದಿಕೊಳ್ಳಿ, സൗഖ്യമാകട്ടെ. ಸೌಖ್ಯ ಹೊಂದಿಕೊಳ್ಳಿ. ശരീരത്തിന്റെ മേൽ ദൈവസ്ഥാനം, ಶರೀರದ ಮೇಲೆ ಇರುವಂತ ಹೋರಾಡುವಂತ ಎಲ್ಲ ಹೋರಾಟ, ശിശുക്കളെ പീഡിപ്പിക്കുന്ന, ಮಕ್ಕಳ ಮೇಲೆ ಹೋರಾಡುವಂತ ಎಲ್ಲ ಹೋರಾಟ, ശത്രു പശുക്കളെ പീഡിപ്പിക്കുന്ന ಶತ್ರುವಾದವನ್ನು ಹೋರಾಡುವಂತೆ ಮಾತಾಡುತ್ತಿರುವಂತ ഇന്ന് രാത്രി അഭിഷേകത്തിന് ശക്തി ഇറങ്ങുന്നു. ಅಭಿಷೇಕದ ಶಕ್ತಿ ಇಳಿಯಲಿ, അഭിഷേകത്തിന് ശക്തി ഇറങ്ങുന്നു. ಅಭಿಷೇಕದ ಶಕ್ತಿ ಇಳಿಯಲಿ, അഭിഷേകത്തിന് ശക്തി ഇറങ്ങുന്നു. ಅಭಿಷೇಕದ ಶಕ್ತಿ ಇಳಿಯಲಿ. ശരീരത്തെ പീഡിപ്പിക്കുന്ന സകല രോഗങ്ങളും ಶತ್ರು യേശുവിന്റെ നാമത്തിൽ പോ. ഇതോ ദൈവത്തിന്റെ കൃപ, ಇದಾರಾದ ಚೌಡ ದೇವರ ಕೃಪೆ 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 ಇದಮಾನ ಜೂಡಾರಾದ ಚೌಡಾರಾದ ನಿನಗರಾದ ಚೌಡ ಇದಗರಾದ യേശുവിന്റെ നാമത്തിൽ ചില മാനസിക രോഗികൾ ഇന്ന് രാത്രി സൗഖ്യമാകുന്നു. ಇದಗರಾದ ಚೌಡಾರಾದ ಇದಗರಾದ ಚೌಡಾರಾದ ಇದಗರಾದ ಚೌಡಾರಾದ സൗഖ്യമാക്കുന്നു. ಮಾನಸಿಕ ರೋಗಿಗಳು ಯೇಸು ನಾಮದಲ್ಲಿ ಬಿಡುಗಡೆ ಆಗಲಿ. അഴിഞ്ഞുപോ, ശരീരത്തുനിന്ന് ಬಿಟ್ಟೋಗಲಿ 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 ಬಿಟ್ಟೋಗಲಿ. യേശുവിന്റെ നാമത്തിൽ ശരീരത്തുനിന്ന് വിട്ടുമാറുക. ಶರೀರದ ಮೇಲೆ ಹೋರಾಡುವಂತ ಎಲ್ಲ ಹೋರಾಟ ನೀಗಲಿ 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 ನೀಗಲಿ. ഇന്ന് രാത്രി വിടുവിക്കുന്നു, ശരീരത്തെ ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ಬಿಡುಗಡೆ ಆಗಲಿ. വർഷങ്ങളായിട്ടുള്ള കെട്ട് ഇന്ന് രാത്രി ವರ್ಷಗಳಿಂದ ಕಟ್ಟುವಂತ ಎಲ್ಲ ಕಟ್ಟುಗಳು ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ ശരീരത്തിന്റെ അകത്തുനിന്ന് ഈ പ്രിയ മകനെ ദൈവം വിടുവിക്കട്ടെ. ഈ രാത്രി വേളയിൽ ഇവരെ ഒരു തരത്തിലും ഉയർത്താൻ കഴിയാതെ, ഒരു തരത്തിലും ഉയർത്താൻ കഴിയാതെ ഒതുക്കിക്കളഞ്ഞ ചില മേഖലകൾ ഇന്ന് രാത്രി ദാസനെ ദൈവം തന്നെ സൗഖ്യമാക്കുന്നു. യേശുവിನ ನಾಮದಲ್ಲಿ ಯೇಸು ಸೌಖ್ಯ ಕೊಡುವವನಾಗಿರ್ತಾನೆ. യേശുവിന്റെ നാമത്തിൽ ദൈവപ്രവൃത്തിക്ക് വിരോധമായി, ದೇವರ ಕಾರ್ಯಕ್ಕೆ ವಿರುದ್ಧವಾಗಿ, ದೇವರ ಕಾರ್ಯಕ್ಕೆ ವಿರುದ್ಧವಾಗಿ ഇവനെ ഒതുക്കി വെച്ച ವರ್ಷಗಳಿಂದ ಕಟ್ಟಿರುವಂತ ഇന്ന് രാത്രി ദൈവം വിടുവിക്കുന്നു. ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ದೇವರು ಬಿಡುಗಡೆ ಮಾಡುವವನಾಗಿರ್ತಾನೆ. ദൈവം വിടുവിക്കുന്നു. ದೇವರು ಬಿಡಿಸುತ್ತಾನೆ. ദൈവത്തിന്റെ സാന്നിധ്യം ದೇವರ ಸಾನ್ನಿಧ್ಯ ശരീരത്തിന്റെ അകത്തളങ്ങളിൽ, ಶರೀರದ ಮೇಲೆ, ശരീരത്തിന്റെ അകത്തളങ്ങളിൽ, ಶರೀರದ ಒಳಗಡೆ, ഉള്ളങ്കാൽ മുതൽ ഉച്ചി വരെ, ನಡುನೆತ್ತಿಂದ ಅಂಗಾಲ್ನವರೆಗೂ, ഉള്ളങ്കാൽ മുതൽ ഉച്ചി വരെ കാത്തോട്ടെ. ನಡುನೆತ್ತಿಂದ ಅಂಗಾಲ್ನವರೆಗೂ ಅಭಿಷೇಕ ಇಳಿಯಲಿ. ಬಿಟ್ಟೋಗಲಿ 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 ಬಿಟ್ಟೋಗಲಿ. ശരീരത്തിനകത്ത് മുഴുവൻ വ്യാപരിക്കട്ടെ. ಸಂಪೂರ್ಣ ಬಿಡುಗಡೆ ಬಿಡುಗಡೆ. അന്യായമായി പീഡിപ്പിച്ച് ಅನ್ಯಾಯವಾಗಿ ಹೋರಾಡುತ್ತಿರುವಂತ ಎಲ್ಲ ಹೋರಾಟಗಳು ನೀಗಲಿ ನೀಗಲಿ ನೀಗಲಿ. യേശുവിന്റെ ശക്തി, യേശുവിന്റെ ശക്തി ಯೇಸುವಿನ ಶಕ್ತಿ മരിച്ചവരുടെ നിന്ന്, ಸತ್ತವರನ್ನು ಎಬ್ಬಿಸಿದಂತೆ ಮಾಡಿದಂತ, മരിച്ചവരുടെ നിന്ന് ಸತ್ತವರನ್ನು ಎಬ್ಬಿಸಿದಂತೆ ಮಾಡಿದ ഉയർപ്പിച്ച ശക്തി, ಉನ್ನತವಾದ ಪುನರುತ್ಥಾನದ ಶಕ್ತಿ, പുനരുത്ഥാനത്തിന്റെ ശക്തി ಪುನರುತ್ಥಾನದ ಶಕ್ತಿ ഈ ശരീരത്തിൽ വ്യാപരിക്കട്ടെ. ಈ ಶರೀರದ ಮೇಲೆ ವ್ಯಾಪರಿಸಲಿ. നാവിന്റെ കട്ടഴി, ಕಟ್ಟುಗಳು ನೀಗಲಿ. അന്യഭാഷ, ಅನ್ಯ ಭಾಷೆ ಅನ್ಯ ಭಾಷೆ ಅನ್ಯ ಭಾಷೆ. ಇದಮಾನ ಜಿಗದೀರ ಬೇರವಾರ ನೀರಮಾನ 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 ಚೂಡಾರಾಧನೆ ಇದಮರ ಮರಮ ಶೌಡಾರಾಧ ನಿರಗರಾಧ 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 ನಿರಗರಾಧ. ಓರಿ ಬಾಬಾ ಕಟ್ಟುಗಳು ನೀಗಲಿ ನೀಗಲಿ ನೀಗಲಿ. ಉರಿಯಲಿ 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 ಉರಿಯಲಿ. ಎಲ್ಲವೂ ನೀಗಲಿ ನೀಗಲಿ. ಈದಾರಾಧ ದೂಡಾರಾಧ ಚೌಡಾರಾಧ ನಿರಗರಾಧ ಚೌಡಾರಾಧಿರ. യേശുവിന്റെ ശക്തി, യേശുവിನ നാമದಲ್ಲಿ യേശുവിನ ನಾಮದಲ್ಲಿ യേശുവിന്റെ ശക്തി, യേശുവിന്റെ ശക്തി, യേശുവിന്റെ ശക്തി, യേശുവിന്റെ ശക്തി. മരിച്ചവരെ ഉയർപ്പിച്ച, മരിച്ചവരെ ഉയർപ്പിച്ച യേശുവിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി ആ ശരീരത്തെ മുഴുവൻ വ്യാപരിക്കട്ടെ.
ഒരു ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. ದೇವರ ಸಾನ್ನಿಧ್ಯ ಇಳಿಯಲಿ. ದೇವರ ಸಾನ್ನಿಧ್ಯ ദൈവ ಇಳಿಯಲಿ. സാന്നിധ്യം ഇറങ്ങട്ടെ. ದೇವರ ಸಾನ್ನಿಧ್ಯ ಇಳಿಯಲಿ. ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. ದೇವರ ಸಾನ್ನಿಧ್ಯ ಇಳಿಯಲಿ. ಇಳಿಯಲಿ 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 ಇಳಿಯಲಿ. ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. ಶರೀರದ ಮೇಲೆ ದೇವರ ಸಾನ್ನಿಧ್ಯ ಇಳಿಯಲಿ ಈಗಲೇ. അന്യഭാഷ ರೇಖಾಬಾಬ ಸೈದಾರಾಕಾಬಾಬ ಚೂಡಾರಾಬ ಸಂದರಾದರ ಅರ್ಥಾರಾಬಾರಾಕ ಸಂದರ ದೈವത്തിന്റെ ಅಗ್ನಿ, ದೈವത്തിന്റെ ಅಗ್ನಿ, ಬೆಂಕಿ 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 ಬೆಂಕಿ, ದೇವರ ಬೆಂಕಿ, ದೇವರ ಬೆಂಕಿ, ದೇವರ ಬೆಂಕಿ. ಇದ ಮನ ಜಗದೇವರ ದೇವ ಚೌಡಾರ ಇದಗರಾದ ಚೌಡಾರಾದ ರೀದಗರಾದ ರೀಬರ ಬರ 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 ಚೌಡಗರ ಇದ ಈದಗರಾದ ಚೌಡಾರಾಜ ಬೇಡಿಗರಾದ ರೀದಗರಾದ 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 ಚೌಡಾರಾದ ರೀದಗರ. ಹೊಂದಿಕೊಳ್ಳಿ 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 ಹೊಂದಿಕೊಳ್ಳಿ. വലിയ സാന്നിധ്യം, ದೇವರ ಸಾನ್ನಿಧ್ಯ, ದೇವರ ಸಾನ್ನಿಧ್ಯ. ಬೆಂಕಿ ಇಳಿಯಲಿ. ಈದಗಾನ ಚೌಡಾರಾದ ಚೌಡಾರಾಜ ರೀದಗರಾದ ಚೌಡಾರಾದ ರೀದಗರಾದ ಚೌಡಾರಾದ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ഈ രോഗത്തിൽ നിന്ന് വിടുവിക്കട്ടെ. ಸೈತಾನ ಎಲ್ಲ ಕಟ್ಟುಗಳು ನೀಗಲಿ. വിടുവിക്കട്ടെ, വിടുവിക്കട്ടെ, പുറത്തു വരട്ടെ. ಈ ದಮನ ಜಗದೀರಬಲ ದೇವ ಚೌಡಾರ ರೀದಗರಾದ ಚೌಡಾರಾದ ರೀದಗರಾದ ಚೌಡಾರಾದ യേശുവിന്റെ നാമത്തെ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಎಲ್ಲ യേശുവിന്റെ നാമത്തെ കെട്ടഴിഞ്ഞു പോ. ಕಟ್ಟುಗಳು മാനസിക രോഗങ്ങൾ ഇന്ന് രാത്രി വിട്ടു പോ. ಮಾನಸಿಕವಾದಂತಹ ರೋಗಿಗಳು ಶರೀರವನ್ನು ಬಿಟ್ಟೋಗು ಯೇಸು ನಾಮದಲ್ಲಿ. യേശുവിന്റെ നാമത്തിൽ യേശു ശരീരം വിട്ടുപോ. ഇന്ന് രാത്രി ചില മാനസിക രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, കടുമയായ രോഗശക്തികൾ ഇന്ന് രാത്രി ശരീരം വിട്ടുപോ. ദൂട്ടശക്തി അഴിഞ്ഞുപോ. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞുപോ. ശരീരം വിട്ടുപോ, വിട്ടുപോ. ഇവനെ ഒരിക്കലും പുറത്തു വരാതെ ഒതുക്കി കെട്ടിയ രോഗാത്മാവ് ഇന്ന് രാത്രി ഈ ശരീരം വിട്ടുപോ. ഉള്ളങ്കാൽ മുതൽ ഉച്ചവരെ കത്തട്ടെ, ഉള്ളങ്കാൽ മുതൽ ഉച്ചവരെ കത്തട്ടെ. ശരീരത്തെ അകാരണമായി പീഡിപ്പിക്കുന്ന ചില രോഗാത്മാവ് ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ മാറിപ്പോ, യേശുവിന്റെ നാമത്തിൽ മാറിപ്പോ. ഈ ശരീരം വിടുവിക്കട്ടെ, ഈ ശരീരം വിടുവിക്കണമേ. ദൈവത്തിന്റെ മന്ദിരം, ദൈവത്തിന്റെ ആത്മാവിൽ യേശുവിൻ നാമത്തിൽ വിടുതലയാകಲಿ. അകാരണമായി വ്യാപരിക്കുന്ന, അകാരണമായി വ്യാപരിക്കുന്ന ചില രോഗാത്മാവിന്റെ എല്ലാ രോഗാത്മകളും യേശുവിൻ നാമത്തിൽ വിടുതലയാകಲಿ. വിടുതലയാകಲಿ, വിടുതലയാകಲಿ, വിടുതലയാകಲಿ. ദൈവസാന്നിധ്യം ഇറങ്ങട്ടെ, ദൈവസാന്നിധ്യം ഇറങ്ങട്ടെ. ದೇವರ ಸಾನ್ನಿಧ್ಯ ബുദ്ധിമണ്ഡലത്തെ ബാധിക്കുന്ന മാനസിക രോഗങ്ങൾ, ಎಲ್ಲ ಮಾನಸಿಕವಾಗಿ ಹೋರಾಡುವಂತ ಎಲ್ಲ ಹೋರಾಟಗಳು ಯೇಸು ನಾಮದಲ್ಲಿ ನೀಗಲ್ಪಡಲಿ. ಶರೀರವನ್ನು ಬಿಟ್ಟೋಗಲಿಂದ ಆಜ್ಞಾಪಿಸಿದನು. ಬಿಟ್ಟೋಗಲಿ, 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 ಬಿಟ್ಟೋಗಲಿ. അഴിഞ്ഞുപോ, ശരീരം വിട്ടുപോ. അഴിഞ്ഞു പോകಲಿ. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമದಲ್ಲಿ, യേശുവിನ നാമದಲ್ಲಿ ಪರಿಪೂರ್ಣವಾದ ಜಯ. യേശുവിന്റെ നാമದಲ್ಲಿ നാളുകളായി ഇവളെ പീഡിപ്പിക്കുന്ന, നാളുകളായി ഇവളെ ഒതുക്കിക്കളയുന്ന, ഇവളെ പീഡിപ്പിക്കുന്ന, പീഡിപ്പിക്കുന്ന, ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന ഇരുട്ടിന്റെ ശക്തി ഇന്ന് രാത്രി ദൈവത്തിന്റെ സാന്നിധ്യം ഈ ശരീരത്തെ ഇറങ്ങട്ടെ. ഉള്ളങ്കാൽ കത്തട്ടെ, കത്തിക്കോ, കത്തിക്കോ, കത്തിക്കോ. ശരീരം പോ, അഴിഞ്ഞു പോ, അഴിഞ്ഞു പോ, അഴിഞ്ഞു പോ. ശരീരം വിട്ടുപോ, അഭിഷേകം യേശുവിന്റെ നാമത്തിൽ ശരീരം വിട്ടുപോ, ശരീരം വിട്ടുപോ, ശരീരം വിട്ടുപോ, ശരീരം വിട്ടുപോ, ശരീരം വിട്ടുപോ, ശരീരം വിട്ടുപോ, ശരീരം അഴിഞ്ഞു പോ. ശരീരം ಬಿಟ್ಟೋಗು ಯೇಸು ನಾಮದಲ್ಲಿ. ശരീരം വിട്ട് അഴിഞ്ഞു പോ. ಬಿಟ್ಟೋಗು, ಬಿಟ್ಟೋಗು, ശരീരം വിട്ടുപോ, ശരീരം വിട്ടുപോ, ಬಿಟ್ಟೋಗು, ശരീരം വിട്ടുപോ, ಶರೀರವನ್ನು ಬಿಟ್ಟೋಗು, ശരീരം വിട്ടുപോ. ಶರೀರವನ್ನು ಬಿಟ್ಟೋಗು യേശുവിന്റെ ಯೇಸು നാമത്തിൽ നാമದಲ್ಲಿ. ഈ ശരീരത്തിൽ നിനക്ക് ಬಿಟ್ಟೋಗು, അവകാശമില്ല. ಬಿಟ್ಟೋಗು, വിട്ടുപോ. ಬಿಟ್ಟೋಗು, ಬಿಟ್ಟೋಗು, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, നസറേനായ യേശു ಬಿಟ್ಟೋಗು, ക്രിസ്തുവിന്റെ ಬಿಟ್ಟೋಗು, നാമത്തിൽ ಬಿಟ್ಟೋಗು. ഈ ശരീരത്തെ ബാധിപ്പിക്കുന്ന യേശു നാമದಲ್ಲಿ, രോഗാത്മാ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ തീയതിപ്പോ, അഴിഞ്ഞു പോ, അഴിഞ്ഞു പോ. ಬಿಟ್ಟೋಗು, പോ. ಬಿಟ್ಟೋಗು, ಬಿಟ್ಟೋಗು, ಬಿಟ್ಟೋಗು ಯೇಸು ನಾಮದಲ್ಲಿ. ಯೇಸು ನಾಮದಲ್ಲಿ, ಯೇಸು ನಾಮದಲ್ಲಿ ಬಿಟ್ಟೋಗು. ഈ ശരീരം ಯೇಸು ನಾಮದಲ್ಲಿ ಬಿಟ್ಟೋಗು. ಶರೀರವನ್ನು ಬಿಟ್ಟೋಗು, ಬಿಟ್ಟೋಗು ಯೇಸು ನಾಮದಲ್ಲಿ. ಯೇಸು ನಾಮದಲ್ಲಿ ಬಿಟ್ಟೋಗು. ಯೇಸು ನಾಮದಲ್ಲಿ, ಯೇಸು ನಾಮದಲ್ಲಿ ಸ್ವತಂತ್ರ ಪಡಿಸುತ್ತೇನೆ. ಇವಳು ಸ್ವತಂತ್ರರು, ಸೌಖ್ಯ ಹೊಂದಿಕೊಳ್ಳಲಿ യേശു നാമത്തിൽ. എല്ലാ അടിമനുഖങ്ങളും, എല്ലാ ദാസത്വ നുക യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, യേശുവിನ നാമದಲ್ಲಿ ഇവിടെ ശരീരം വിട്ടു, ಇವಳ ಶರೀರವ ಬಿಟ್ಟು ಇವರನ್ನು ಬಿಟ್ಟೋಗು, ಬಿಟ್ಟೋಗು ಎಂದು ಆಜ್ಞಾಪಿಸುತ್ತೇನೆ. ಬಿಟ್ಟೋಗು ಯೇಸು ನಾಮದಲ್ಲಿ. ಎದ್ದೇಳು, ಎದ್ದೇಳು ಯೇಸು ನಾಮದಲ್ಲಿ. ಎದ್ದು ಬಾ, ಎದ್ದೇಳಿ. ಪರಿಪೂರ್ಣವಾದಂತ ಬಿಡುಗಡೆ, ಪರಿಪೂರ್ಣವಾದಂತ ಬಿಡುಗಡೆ.
പൂർണ്ണമായി വിടുവിച്ചു വാ. ಪರಿಪೂರ್ಣವಾದಂತ ಬಿಡುಗಡೆ, മാറിപ്പോ അഭിഷായേ. ಸಂಪೂರ್ಣವಾದಂತ ಬಿಡುಗಡೆ യേശുവിൻ നാമത്തിൽ ಯೇಸು ನಾಮದಲ್ಲಿ. വർഷങ്ങളായി ವರ್ಷಗಳಿಂದ ഇവളെ പീഡിപ്പിക്കുന്ന, ಇವರನ್ನು ಪೀಡಿಸುತ್ತಿರುವಂತ, ഇവളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന ಇವರನ್ನು ಸರ್ವನಾಶ ಮಾಡುತ್ತಿರುವಂತ ഇരുട്ടിന്റെ വ്യാപാരം ಕತ್ತಲ ಶಕ್ತಿಯ ಬಲ നസ്രനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ನಸರೇತಿನ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ഇവളെ ശരീരം വിട്ട് ಇವರ ಶರೀರವನ್ನು എന്നേക്കും ಯಾವಾಗ ಎಂದೆಂದಿಗೂ ശാസിക്കുന്നു. ಸಂಪೂರ್ಣವಾಗಿ ನೀಗಲ್ಪಡಲಿ, ಬಿಟ್ಟು ಹೋಗಲೆಂದು ಆಜ್ಞಾಪಿಸುತ್ತೇನೆ. യേശുവിൻ നാമത്തിൽ കുഞ്ഞ് എഴുന്നേറ്റ് വാ. ಯೇಸುವಿನ യേശുവിൻ നാമത്തിൽ എഴുന്നേറ്റ് വാ. യേശുവിൻ നാമത്തിൽ എഴുന്നേറ്റ് വാ. ನಾಮದಲ್ಲಿ ಬಿಡುಗಡೆ ಆಗಲಿ, മാറിപ്പോ. ಬಿಡುಗಡೆ ಆಗಲಿ, വർഷങ്ങളായി ಬಿಡುಗಡೆ ಆಗಲಿ. ജനനം മുതൽ ഈ കുഞ്ഞിനെ പീഡിപ്പിക്കുന്ന, ಪೀಡಿಸುತ್ತಿರುವಂತ ഇവനെ ഒതുക്കിക്കളയുന്ന ಎಲ್ಲ ದುಷ್ಟಶಕ್ತಿಯ ಬಲ ഇന്ന് രാത്രി ಇವತ್ತು ರಾತ್ರಿ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ഇവന്റെ ശരീരം വിട്ട് ಈ മാറി. ಮಗನಿಗೆ ಬಿಡುಗಡೆ ಆಗಲಿ. മാറിപ്പോ. ಪರಿಪೂರ್ಣವಾದ ಬಿಡುಗಡೆ, മാറിപ്പോ അഭിഷായേ. ಪರಿಪೂರ್ಣವಾದಂತ ಬಿಡುಗಡೆ, വിടുതൽ ഉണ്ടാകട്ടെ ಬಿಡುಗಡೆ ಆಗಲಿ യേശു ക്രിസ്തുവിൻ നാമത്തിൽ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. പരിപൂർണമായി മാറിയതിനായി ಪರಿಪೂರ್ಣವಾದಂತ ಬಿಡುಗಡೆ ಉಂಟಾಗಲಿ. വിടുവിച്ചതിനായി സ്തോത്രം. ಬಿಡುಗಡೆ ಕೊಟ್ಟದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. സൗഖ്യമാക്കിയതിനായി ಸೌಖ್ಯ സ്തോത്രം. ಕೊಟ್ಟದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. അഭിഷേകത്തിൽ നിറയട്ടെ. ಅಭಿಷೇಕ ಕೊಟ್ಟದಕ್ಕಾಗಿ ഇവനെ ಸ್ತೋತ್ರ. അഭിഷേകത്തിൽ നിറയ്ക്കട്ടെ. ಅಭಿಷೇಕದಿಂದ ತುಂಬಲಿ. ദൈവത്തിന്റെ ದೇವರ പരിശുദ്ധാത്മാവിന്റെ ಪರಿಶುದ್ಧಾತ್ಮನ മാർക്കോസിന്റെ മാളികമുറി വ്യാപരിച്ച, ಮಾರ್ಕೋಸ್ ಮನೆಯ ಅಂತಸ್ತಿನ ಮೇಲೆ, മാർക്കോസിന്റെ മാളികമുറി വ്യാപരിച്ച, ಮಾರ್ಕನ ಮನೆಯ ಮೇಲೆ, മാർക്കോസിന്റെ മാളികമുറി വ്യാപരിച്ച, ಮಾರ್ಕನ ಮೇಲಂತಸ್ತಿನಲ್ಲಿ 120 പേരുടെ മേൽ വ്യാപരിച്ച, 120 ಜನರ ಮೇಲೆ ವ್ಯಾಪರಿಸಿದಂತ ശക്തി ഇവന്റെ മേൽ വ്യാപരിക്കട്ടെ. ಅದೇ ಅಭಿಷೇಕ ಇಲ್ಲಿ ಇಳಿಯಲಿ, നാവ് തുറക്കട്ടെ. ಈಗಲೇ ಇಳಿಯಲಿ. അന്യഭാഷയായി ಅಗ್ನಿ ಇಳಿಯಲಿ, അഗ്നിനാവായി പിളർക്കട്ടെ. ಅಗ್ನಿ നാലിಗೆಯಾಗಿ ಬರಲಿ, അഗ്നിനാവായി പിളർക്കട്ടെ. ಅಗ್ನಿ ನಾಲಿಗೆಯಾಗಿ ವಿಂಗಡವಾಗಲಿ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. ഓറാകാമ ಈಗಲಾದ, സംധാരാധര. ಜೂಡಾರಾದ, ಚೌಡಾರಾದ, ನಿಜಗನಾದ, ಚೂಡಗನಾದ, ദൈവ ಚೌಡಾರಾದ. കൃപയാൽ നിറയ്ക്കട്ടെ. ದೇವರ ಕೃಪೆ ഇവൻ സഭയ്ക്ക്, ಸಭೆಗೆ, കുടുംബത്തിന് ಕುಟುಂಬಕ್ಕೂ ഒരു വലിയ അനുഗ്രഹമായി മാറും. ಅಪ್ಪ ಆಶೀರ್ವಾದವಾಗಿ ಆಗಲಿ. വലിയ അഭിഷക്തനാക്കി ദൈവം ഇവനെ മാറ്റും. ಅಭಿಷಕ್ತನಾಗಿ ಮಾರ್ಪಡಿಸು. ഇവനെ അകാരണമായി ശരീരത്തെ പീഡിപ്പിക്കുന്ന, ಇವನು ಆಗಾಗ ಪೀಡಿಸುತ್ತಿರುವಂತ, ഇവന്റെ ബാല്യം മുതൽ ഇവനെ ಇವನು ഇല്ലാതാക്കാൻ നോക്കുന്ന ಬಾಧಿಸುತ್ತಿರುವಂತ ഇരുട്ടിന്റെ ശക്തികൾ ಎಲ್ಲ ಕತ್ತಲ ಶಕ್ತಿಗಳು യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ അഴിഞ്ഞു പോകും. ಈ ನೀಗಲಿ, ನೀಗಲಿ, സൗഖ്യമാകട്ടെ, ಸೌಖ್ಯವಾಗಲಿ, വിടുവിക്കട്ടെ ಬಿಡುಗಡೆ ಆಗಲಿ യേശുവിന്റെ നാമത്തിൽ. ಯೇಸು ನಾಮದಲ್ಲಿ. ആമേൻ. ಆಮೆನ್. കർത്താവേ, ഈ കുഞ്ഞിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കും. ಕರ್ತನೆ, ಈ ಮಗನನ್ನು ಒಪ್ಪಿಸಿಕೊಡುತ್ತೇನೆ. ഇവന്റെ മേൽ, ಇವನ ಮೇಲೆ ಸ್ವಾಮಿ, ഇവന്റെ മനസ്സിനോട്, ಕರ್ತನೆ ನೀನು ഇവന്റെ ಮನಮರೆದು ശരീരത്തോട്, ಇವನ ಶರೀರದ ಮೇಲೆ ഇവനെ അകാരണമായി പീഡിപ്പിക്കുന്ന, ಇವನನ್ನು ಆಗಾಗ ഇവന്റെ ബാല്യം ಪೀಡಿಸುವಂತ, മുതൽ ഇല്ലാതാക്കാൻ ಇವನ നോക്കുന്ന ಬಾಲ್ಯವನ್ನು ആ ಪೀಡಿಸುತ್ತಿರುವಂತ ദുഷ്ടപോരുകൾ ഇപ്പോൾ തന്നെ ದುಷ್ಟಶಕ್ತಿಯ ಬಲಗಳು യേശുവിന്റെ നാമത്തിൽ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ, യേശു ക്രിസ്തുവിന്റെ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ഇവന്റെ ശരീരം വിട്ടു പോ. ಶರೀರವನ್ನು ಬಿಟ್ಟು ശരീരം വിട്ടു പോ. ಶರೀರವನ್ನು ಬಿಟ್ಟು ശരീരം വിട്ട് അഴിഞ്ഞു പോ. ಬಿಟ್ಟೋಗಲಿ, അഴിഞ്ഞു പോ യേശുവിന്റെ ಬಿಟ್ಟೋಗಲಿ ಯೇಸು ನಾಮದಲ್ಲಿ. ಬಿಟ್ಟೋಗಲಿ, 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 ಬಿಟ್ಟೋಗಲಿ. ಸೌಖ್ಯದೊಂದಿಗೆ ಇರಲಿ, ಸೌಖ್ಯದೊಂದಿಗೆ ಎದ್ದೊಳ್ಳಲಿ. കർത്താവ് ഇവനെ അഭിഷേകത്തിൽ നിറച്ചാട്ടെ. ಕರ್ತನೆ, ಇವನನ್ನು ಅಭಿಷೇಕದಿಂದ ತುಂಬಿಸು, പരിശുദ്ധാത്മാവിൽ ഇവനെ നിറച്ചാട്ടെ. ಪರಿಶುದ್ಧಾತ್ಮನಿಂದ ತುಂಬಿಸು. അഭിഷേകം ഇവന്റെ നാവിന്റെ കെട്ടഴിക്കട്ടെ. ಅಪ್ಪ, ಇವನ നാലിಗೆ ಮೇಲಿಂದ ಎಲ್ಲ ಕಟ್ಟು ನೀಗಲಿ. അന്യഭാഷ ഇവന്റെ വായിന്ന് പുറത്തു വരട്ടെ. അന്യഭാഷೆ ಹೊರಗೆ ಬರಲಿ. അന്യഭാഷ ഇവന്റെ പുറത്തു വരട്ടെ. അന്യഭാഷೆಯಿಂದ ಹೊರಗೆ തീ ಬರಲಿ. കത്തട്ടെ, തീ കത്തട്ടെ. അപ്പ ശരീരം ಬೆಂಕಿയിലിയಲಿ. ഉള്ളങ്കാൽ മുതൽ ഉച്ച വരെ കത്തട്ടെ. ಬೆಂಕಿയിಲಿಯಲಿ, ഉള്ളങ്കാൽ മുതൽ ഉച്ച വരെ ഇവന്റെ മേൽ തീ കത്തട്ടെ. നടുവിലെ തീ കത്തട്ടെ, 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 തീ കത്തട്ടെ. നിറയട്ടെ, അഭിഷേകത്തിൽ ഇവൻ നിറയട്ടെ. അഭിഷേകത്തിൽ ഇവൻ നിറയട്ടെ. അഭിഷേകത്തിൽ ഇവൻ നിറയട്ടെ. അഭിഷേകത്തിൽ ഇവൻ നിറയട്ടെ. ಅಭಿಷೇಕದಿಂದ ತುಂಬಲಿ. എല്ലാ പോരുകളും അഴിച്ചതിനായി, ಎಲ್ಲ ಹೋರಾಟಗಳು ನೀಗಿದ್ದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. വിടുവിച്ചതിനായി സ്തോത്രം. ಬಿಡುಗಡೆ ಕೊಟ್ಟದಕ್ಕಾಗಿ വലിയ ಸ್ತೋತ್ರ. ദൈവകൃപ നിറയ്ക്കുന്നതിനായി സ്തോത്രം. ದೇವರ ಕೃಪೆಯಿಂದ ನಿಲ್ಲಿಸು ಸ್ವಾಮಿ, യേശുവിൻ നാമത്തിൽ. ಯೇಸು ನಾಮದಲ್ಲಿ. ಆಮೆನ್. സൗഖ്യത്തോടെ, വിടുതലോടെ ಸೌಖ್ಯದೊಂದಿಗೆ, ಬಿಡುಗಡೆಯೊಂದಿಗೆ ಇರಲಿ. കർത്താവേ, ಕರ್ತನೆ, ഈ കുഞ്ഞിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ಮಗನಿಗಾಗಿ ಪ್ರಾರ್ಥಿಸುತ್ತೇನೆ. ഞാൻ ഇവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ಇವನಿಗಾಗಿ ನಾನು ಪ್ರಾರ್ಥಿಸುತ್ತೇನೆ. ഇവന്റെ ശരീരത്തെ അകാരണമായി പീഡിപ്പിക്കുന്നു. ಇವನ ಶರೀರವನ್ನು ಪೀಡಿಸುವಂತ, ഇവനെ ഒതുക്കി കളയുന്ന, ಇವನನ್ನು ಹಾಳು ಮಾಡುವಂತ, ഇവന്റെ ഭാവിയെ ബന്ധിച്ചു ಇವನ കളയുന്ന ಭವಿಷ್ಯಕ್ಕೆ ವಿರುದ್ಧವಾಗಿ പോരുകൾ ഇന്ന് രാത്രി ಹೋರಾಡ್ತಿರುವಂತ ಹೋರಾಟ അഴിഞ്ഞു ನೀಗಲಿ, പോകുന്നു. ನೀಗಲಿ. ശരീരത്തിൽ അഴിക്കുന്നത്, ಶರೀರದಿಂದ അഴിഞ്ഞു ಬಿಟ್ಟೋಗಲಿ, പോകുന്നു. ಶರೀರ ಬಿಟ್ಟೋಗಲಿ. യേശു, ಯೇಸು ನಾಮದಲ್ಲಿ, ಯೇಸು ನಾಮದಲ್ಲಿ മാത്രം. ಬಿಟ್ಟೋಗಲಿ. ശരീരം വിട്ടുപോ. ಶರೀರವನ್ನು ಬಿಟ್ಟೋಗು, വിടുവിക്കവനെ. ಬಿಟ್ಟೋಗು. ശരീരത്തിൽ ಶರೀರದಲ್ಲಿ യേശുവിന്റെ നാമത്തിൽ ಯೇಸು ನಾಮದಲ್ಲಿ ഇവനെ അകാരണമായി പോരാടുന്ന, ಇವನ ಶರೀರದ ಮೇಲೆ ಹೋರಾಡುವಂತ, ഒതുക്കി കളയുന്ന ദൂട്ടപോരുകൾ ಇವನನ್ನು ಅಡಗಿಸುವಂತ ಎಲ್ಲ ದುಷ್ಟ ಶಕ್ತಿ ഇന്ന് രാത്രി ಈ ರಾತ್ರಿ ವೇಳೆ യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ
ಬಿಟ್ಟೋಗು ಬಿಟ್ಟೋಗು സൗഖ്യം ಬಿಟ್ಟೋಗು വിടുവിക്ക ಬಿಡುಗಡೆ ಆಗಲಿ എഴുന്നേറ്റ് പോ വിശായെ ಬಿಟ್ಟೋಗು സൗഖ്യമാക ಪರಿಪೂರ್ಣ ಸೌಖ್ಯ വിടുവിക്ക ಬಿಡುಗಡೆ ಆಗಲಿ ശരീരം വിട്ട് പൂർണ്ണമായി മാറട്ടെ ಶರೀರವನ್ನು ಸಂಪೂರ್ಣವಾಗಿ അഴിഞ്ഞു ಬಿಟ್ಟೋಗು പോകാതെ ಬಿಟ್ಟೋಗು യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ എന്നേക്കുമായി ശാസിക്കുന്നു ಬಿಟ್ಟೋಗಲೆಂದು ಆಜ್ಞಾಪಿಸುತ್ತೇನೆ ಯೇಸು ನಾಮದಲ್ಲಿ ಬಿಡುಗಡೆ സൗഖ്യത്തോടെ എഴുന്നേൽക്കട്ടെ. ಸೌಖ್ಯದೊಂದಿಗೆ ಇರಲಿ യേശുവിന്റെ നാമത്തിൽ ಯೇಸು ನಾಮದಲ್ಲಿ ಬಿಟ್ಟೋಗಲಿ സൗഖ്യത്തോടെ ഇന്ന് രാത്രി കുഞ്ഞിനെ ಸೌಖ್ಯದೊಂದಿಗೆ ಮಗನ ಎದ್ದೇಳಲಿ യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಪರಿಪೂರ್ಣವಾದಂತ ಸೌಖ್ಯ ಉಂಟಾಗಲಿ. വിടുവിച്ചതിനായി സ്തോത്രം. ಬಿಡುಗಡೆ ಕೊಟ್ಟದಕ್ಕಾಗಿ ಸ್ತೋತ್ರ യേശുവിന്റെ നാമത്തിൽ ಯೇಸು ನಾಮದಲ್ಲಿ ಆಮೆನ್. ഇസ്രായേൽ മക്കളെ ಇಸ್ರಾಯೇಲ್ ಜನರನ್ನು ഇസ്രായേൽ മക്കളെ ಇಸ್ರಾಯೇಲ್ ಜನರನ್ನು ശിശുക്കൾ മുതൽ ಚಿಕ್ಕ ಮಕ್ಕಳ ಮೊದಲುಗೊಂಡು വാർദ്ധക്യമുള്ളവരെ വരെ ವಾಗ್ದಾನ ಇರುವಂತವರ ದೊಡ್ಡವರವರೆಗೂ രോഗങ്ങൾ കൊണ്ടിട്ട് ರೋಗಗಳನ್ನು ತಂದು ಹಾಕಿ അവർ ശരീരത്തെ അടിമയാക്കാൻ നോക്കി ಅವರ ಶರೀರವನ್ನು ಆ ಒಂದು ದಾಸತ್ವ ನೊಗದಲ್ಲಿ ಇರಿಸಬೇಕೆಂದು ನೋಡಿದನು. ശരീരത്തെ പീഡിപ്പിക്കാൻ നോക്കി. ಅವರ ಶರೀರವನ್ನು ಪೀಡಿಸಲು ನೋಡಿತು. പക്ഷെ പീഡിപ്പിക്കുമ്പോഴും അവർ വർദ്ധിച്ചു വന്നു. ಆದರೆ ಪೀಡಿಸುತ್ತಿರುವಾಗಲೇ ಅವರು ಬಲ ಹೆಚ್ಚುತ್ತಾ ಬಂದರು. പീഡിപ്പിക്കുന്തോറും അവർ വർദ്ധിച്ചു വന്നു. ಪೀಡಿಸುವುದರೊಳಗಾಗಿ ಅವರು ಹೆಚ್ಚುತ್ತಾ ಬಂದರು. പീഡിപ്പിക്കുന്തോറും അവർ വർദ്ധിച്ചു വന്നു. ಪೀಡಿಸುತ್ತಾ ಇದ್ದಾಗಲೇ ಅವರು ಹೆಚ್ಚುತ್ತಾ ಬಂದರು. നമ്മളെ ഒതുക്കുന്നതനുസരിച്ച് ನಮ್ಮನ್ನು ಅಡಗಿಸುತ್ತಿರುವಂತಹ നമ്മളെ പീഡിപ്പിക്കുന്നതനുസരിച്ച് ನಮ್ಮನ್ನು ಪೀಡಿಸುವವರ ಅನುಸರಿಸಿ നമ്മുടെ ആത്മാവിൽ വർദ്ധിച്ചു വരണം. ನಾವು ಆತ್ಮನಲ್ಲಿ ಹೆಚ್ಚುತ್ತಾ ಬರಬೇಕು. വിശ്വസിക്കുന്നവർ ചേർന്ന് കരം ഉയർത്തി നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്താൽ ನಂಬುವವರ ಕರಗಳನ್ನು ಮೇಲೆ ಮಾಡಿ ನಾವು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಸಲ್ಲಿಸೋಣ. വിശ്വസിക്കുന്നവർ ചേർന്ന് കരം ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താൽ ನಂಬುವವರ ಕರಗಳನ್ನು ಮೇಲೆ ಮಾಡಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಸಲ್ಲಿಸೋಣ. ഓർക്കുക, ಒಂದನ್ನು ಗಮನಿಸಿ, ഇസ്രായേൽ മക്കളെ ಇಸ್ರಾಯೇಲ್ ಜನರನ್ನು കനാൻ ദേശത്തേക്ക് ಕಾನಾನ್ ದೇಶದಲ್ಲಿ ಬಿಡಬಾರದೆಂದು പാലും തേനും ഒഴുകുന്ന ಹಾಲು ಹಾಗೂ ಜೇನು ಹರಿಯುವ സമൃദ്ധിയുടെ മണ്ണാണ്. ಸಮೃದ್ಧಿಯುಳ್ಳಂತ ಆ ಒಂದು ದೇಶ. അവർക്ക് ദൈവം ദാനമായി കൊടുത്ത ദേശമാണ്. ಅದು ದೇವರು ದಾನವಾಗಿ ಕೊಟ್ಟಂತ ದೇಶ. പിതാക്കന്മാർക്ക് വാഗ്ദാനം കൊടുത്ത ദേശമാണ്. ಪಿತೃಗಳಿಗೆ ವಾಗ್ದಾನ ಮಾಡಿಕೊಟ್ಟಂತ ದೇಶ. ആ ദേശത്തേക്ക് കടക്കാതിരിപ്പാൻ, ಆ ದೇಶದಲ್ಲಿ ಅವರು ಪ್ರವೇಶಿಸದ ಹಾಗೆ, ആ ദേശത്തേക്ക് പോകാതിരിപ്പാൻ, ಆ ದೇಶಕ್ಕೆ ಹೋಗದ ಹಾಗೆ ഈ മിസ്രൈമിന്റെ മണ്ണ്, ಈ ಐಗುಪ್ತದ ಮಣ್ಣು, ഇവിടെ കഷ്ടതയാണ്. മിസ്രൈമിൽ ಇಲ್ಲಿ ಕಷ್ಟ ಉಂಟು. ಐಗುಪ್ತ ದೇಶದಲ್ಲಿ ഇത് അന്യദേശമാണ്. ಇದು ಅನ್ಯ ದೇಶ. ഇത് ഇവരുടെ സ്വന്തം ദേശമല്ല. ಇದು ಸ್ವಂತ ದೇಶ ಅಲ್ಲ. ഇവിടെ അവരെ അന്യവരിട്ട് പീഡിപ്പിക്കുന്നു. ಇಲ್ಲಿ ಅವರನ್ನು ಅನ್ಯರಿಂದ ಪೀಡಿಸುತ್ತಾ ಇದ್ದರು. ഇവിടുത്തെ ദേശം അവർക്ക് സ്വന്തമല്ല. ಇಲ್ಲಿ ಆ ದೇಶ ಅದು ಸ್ವಂತವಲ್ಲ. പക്ഷെ ഇവർ സ്വന്തം ദേശത്തേക്ക് പോകാതിരിപ്പാൻ, ಆದರೆ ಅವರ ಸ್ವಂತ ದೇಶಕ್ಕೆ ಹೋಗದೇ ಇರುವುದಕ್ಕಾಗಿ ഇവരുടെ ശരീരത്തെ പീഡിപ്പിക്കുവാൻ ಇವರ ಶರೀರವನ್ನು ಪೀಡಿಸುತ್ತಿರುವಂತ റംസോസ് പീദോൻ എന്ന് പറയുന്ന റംസോസ് പീദോൻ എന്ന് പറയുന്ന രണ്ട് സംഹാര നഗരങ്ങൾ, ಪೀತೋಮ್ ಹಾಗೂ ರಂಸೇಮ್ ಎಂದು ಹೇಳುವಂತ രണ്ട് നഗരങ്ങളെ അവരെ കൊണ്ട് പണിയിപ്പിച്ചു ಎಂಬ ಎರಡು ಉಗ್ರಾಣ ಪಟ್ಟಣಗಳನ್ನು ಕಟ್ಟಿಸಿದರು. എന്താ അത് അർത്ഥമാക്കുന്നത്? ಯಾಕೆ? ಅದರ ಅರ್ಥವೇನು? ഇവർ ആരോഗ്യത്തോടിരിക്കരുത്. ಇವರು ಆರೋಗ್ಯದಲ್ಲಿ ಇರಬಾರದು. ഇവർക്ക് തലമുറകൾ ജനിക്കരുത്. ಇವರಿಗೆ ಮಕ್ಕಳಾಗಬಾರದು. ഇവരിൽ വീണ്ടും ജനനം ഉണ്ടാകരുത്. ಇವರು ಯಾವ ಕಾರಣಕ್ಕೂ ಒಂದು ಮೇಲೆ ಬರಬಾರದು. അപ്പോൾ ദുഷ്ടന്റെ ഒന്നാമത്തെ തന്ത്രം, ಹಾಗಾದ್ರೆ ಮೊಟ್ಟ ಮೊದಲು ದುಷ್ಟನ ಕಾರ್ಯವೇನೆಂದರೆ ശരീരത്തെ പീഡിപ്പിച്ചൊതുക്കി ಶರೀರವನ್ನು ಪೀಡಿಸಿ ನಿಲ್ಲಿಸಿ ജനം വർദ്ധിക്കാതിരിപ്പാൻ, ಜನರು ಆ ಒಂದು ಅಭಿವೃದ್ಧಿ ಆಗದ ಹಾಗೆ, ജനം ആത്മാവിൽ വർദ്ധിക്കാതിരിപ്പാൻ, ಶರೀರವನ್ನು ಪೀಡಿಸಿ ಇವರು ಆತ್ಮಿಕವಾಗಿ ಬಲಗೊಳ್ಳಬಾರದು ಅಂತ ಹೇಳಿ, ജനം വർദ്ധിക്കാതിരിപ്പാൻ, ಜನರು ಬಹು ಹೆಚ್ಚಾಗಬಾರದೆಂದು ഇവരെ ഒതുക്കി കളയുക. ಇವರನ್ನು ಅಡಗಿಸುತ್ತಾ ಇದ್ದಾರೆ. രാത്രി വചനം കേൾക്കുന്നവർ ഓർക്കേണ്ട ಈ കാര്യം, ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ವಾಕ್ಯವನ್ನು ಕೇಳುತ್ತಿರುವಂತ ಪ್ರಿಯ ದೇವ ಮಕ್ಕಳು ಈ ರೀತಿಯಲ್ಲಿ ನೆನೆಸಬೇಕು. നമ്മുടെ സഭയിൽ പുതിയ ആൾക്കാർ വരാതിരിപ്പാൻ, ನಮ್ಮ ಸಭೆಗಳಲ್ಲಿ ಹೊಸ ಆತ್ಮಗಳು ಬರದ ಹಾಗೆ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് വർധന ഉണ്ടാകാതിരിപ്പാൻ, ನಿಮ್ಮ ಕುಟುಂಬಗಳಲ್ಲಿ ಆಶೀರ್ವಾದಗಳು ಬರದ ಹಾಗೆ, നിങ്ങളെ ശിശുക്കൾ ജനിക്കാതിരിപ്പാൻ, ನಿಮಗೆ ಮಕ್ಕಳು ಆಗದ ಹಾಗೆ, നിങ്ങളെ തലമുറകൾ ജനിക്കാതിരിപ്പാൻ, ನಿಮಗೆ ಸಂತತಿ ಆಗದ ಹಾಗೆ, നിങ്ങളെ മന്ദതയുടെ ആത്മാവിട്ടുകൊണ്ട് ನಿಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಮಂದತೆಯ ಆತ್ಮಗಳನ್ನು ಹಾಕಿ നമ്മളെ ഒതുക്കി കളയുന്ന, ನಮ್ಮನ್ನು ಆ ಒಂದು ಅಡಗಿಸುತ್ತಿರುವಂತಹ അവിടെ തളർന്നു പോകരുത്, ಅಲ್ಲಿ ನಾವು ಬೇಸರವಾಗಿ ಹೋಗಬಾರದು, നിരാശപ്പെട്ടു പോകരുത്. ನಿರಾಶರಾಗಬಾರದು. ആത്മാവിൽ ഇന്ന് രാത്രി സട ഉടഞ്ഞെഴുന്നേക്കുക. ಆತ್ಮನು ಶಬ್ದವಾಗಿ ಎದ್ದೇಳುತ್ತಾನೆ. ഇന്ന് രാത്രി ആത്മാവ് ശക്തിയോടെ എഴുന്നേക്കുക. ಈ ರಾತ್ರಿ ಆತ್ಮನು ಶಬ್ದವಾಗಿ ಎದ್ದೇಳುತ್ತಾನೆ. ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ನಂಬುವವರು ಕರಗಳನ್ನು ತಟ್ಟಿ ದೇವರಿಗೆ ಮಹಿಮೆ ಪಡಿಸೋಣ.
നമ്മുടെ തലമുറകളെ തകർത്തു കളയുന്ന, ನಮ್ಮ ಸಂತತಿಗಳು ನಮ್ಮ ಮಕ್ಕಳನ್ನು ನಾಶಪಡಿಸುತ್ತಿರುವಂತ, നമ്മുടെ തലമുറകൾ അഭിവൃദ്ധി പ്രാപിക്കാതിരിപ്പാൻ, ನಮ್ಮ ಮಕ್ಕಳು ಅಭಿವೃದ್ಧಿ ಆಗಬಾರದೆಂದು, അവർ നല്ല ജോലി കിട്ടാതിരിപ്പാൻ, ಅವರಿಗೆ ಒಳ್ಳೆ ಕೆಲಸ ಸಿಗಬಾರದೆಂದು, അവർ വിദ്യാഭ്യാസം ഉയരാതിരിപ്പാൻ, ಅವರ ವಿದ್ಯಾಭ್ಯಾಸ ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ಆಗಬಾರದೆಂದು, അവരുടെ ബുദ്ധിമണ്ഡലത്തെ, ಅವರ ಬುದ್ಧಿಮಂಡಲವನ್ನು, അവരുടെ ശരീരത്തെ, ಅವರ ಶರೀರವನ್ನು, അവരെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന, ಅವರನ್ನು ದೇವರಿಂದ ಅಗಲಿಸುತ್ತಿರುವಂತ, അവരെ ആ ബുദ്ധിമണ്ഡലത്തെ ക്ഷയിപ്പിക്കുന്ന, ಅವರ ಬುದ್ಧಿಮಂಡಲವನ್ನು ಕ್ಷೀಣ ಮಾಡುತ್ತಿರುವಂತ, ഇന്ന് രാത്രി വചനമയച്ച് ദൈവം ಈ വിടുവിക്കുന്നു. ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ದೇವರ ವಾಕ್ಯವನ್ನು ಕಳಿಸಿ ಬಿಡುಗಡೆ ಮಾಡುವವನಾಗಿದ್ದಾನೆ. വചനമയച്ച് ദൈവം ಈ വിടുവിക്കുന്നു. ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ದೇವರ വിശ്വസിക്കുന്നവർ കരമയച്ച് ദൈവത്തിന് ആരാധിച്ചാട്ടെ. ನಂಬುವವರು കരಗಳನ್ನು തട്ടി ದೇವರನ್ನು യേശുവിന്റെ ಆರಾಧಿಸುವ. നാമത്തിൽ ഇന്ന് രാത്രി ഈ രാത്രി ബുദ്ധിമണ്ഡലത്തെ ബാധിക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരം ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ മാറിപ്പോ. ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ಬುದ್ಧಿಮಂಡಲವನ್ನು ಮಂದಪಡಿಸುತ್ತಿರುವಂತ ಎಲ್ಲ ಕತ್ತಲ ಶಕ್ತಿಗಳು ಎಲ್ಲರನ್ನು ಬಿಟ್ಟೋಗಲೆಂದು ಆಜ್ಞಾಪಿಸುತ್ತೇನೆ. യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಬಿಟ್ಟೋಗಲೆಂದು ಆಜ್ಞಾಪಿಸುತ್ತೇನೆ. പ്രിയപ്പെട്ടവരെ കേൾക്കണം. ಪ್ರಿಯ ಮಕ್ಕಳೇ ಕೇಳಬೇಕು. പലരുടെയും തലമുറകൾ ಅವರ ಸಂತತಿ നല്ല വിദ്യാഭ്യാസമുണ്ട്, ಅವರ ವಿದ್ಯಾಭ್ಯಾಸ ಉಂಟು, എല്ലാ രീതിയിലും ഉയർച്ചയുണ്ട്, ಎಲ್ಲಾ ರೀತಿಯ ಉನ್ನತಿ ಅವರಿಗೆ ಉಂಟು. പക്ഷെ ജോലിയൊന്നും കിട്ടുന്നില്ല, ಆದರೆ ಅವರಿಗೆ ಕೆಲಸ ಸಿಗುತ್ತಿಲ್ಲ, വാഗ്ദത്തം പ്രാപിക്കാൻ കഴിയുന്നില്ല. ವಾಗ್ದಾನವನ್ನು ಹೊಂದಿಕೊಳ್ಳಲು ಆಗುತ್ತಿಲ್ಲ. പക്ഷെ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പ്രവചനം ಆದರೆ ಇವತ್ತು ರಾತ್ರಿ ಪರಿಶುದ್ಧಾತ್ಮನ ಪ್ರವಾದನ ರೂಪವಾಗಿ ಹೇಳುವುದೇನೆಂದರೆ, ഈ പ്രാർത്ഥന കഴിയുമ്പോൾ, ಈ ಪ್ರಾರ್ಥನೆ ಮುಕ್ತಾಯವಾಗುವಾಗಲೇ 2017 നമ്മൾ പ്രവേശിക്കുമ്പോൾ 2017 ಪ್ರವೇಶಿಸುವುದರೊಳಗಾಗಿ നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹം പ്രാപിക്കുന്ന വർഷമാണ്. ನಮ್ಮ ಮಕ್ಕಳು ಆಶೀರ್ವದಿಸಲ್ಪಡುವಂತ ವರ್ಷವಾಗಿರ್ತದೆ. കരമടിച്ച് ആത്മാവിശ്വാസം, ನಂಬುವವರು ಕರಗಳನ್ನು ತಟ್ಟಿ ದೇವರಿಗೆ ಮಹಿಮೆ ಪಡಿಸೋಣ. വിശ്വസിക്കുന്നവർ കരമടിച്ച് ആത്മാവിശ്വാസം, ನಂಬುವವರು ಕರಗಳನ್ನು ತಟ್ಟಿ ದೇವರಿಗೆ ಮಹಿಮೆ ಪಡಿಸೋಣ. ഗ്ലോറി 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 വാഗ്ദത്ത വർഷമെടുക്കുമ്പോ ವಾಗ್ದಾನದ ಆ ಒಂದು ನೆರವೇರುವಿಕೆ ಹತ್ತಿರವಾದಾಗ നമ്മുടെ തലമുറയ്ക്കകത്ത് ನಮ್ಮ ಮಕ್ಕಳ ಮೇಲೆ അനുസരണക്കേടിന്റെ ആത്മാവിനെ കൊണ്ടിട്ട് ಅವಿದ್ಯತೆ ಆತ್ಮವನ್ನು ತಂದು ಹಾಕಿ, അനുസരണക്കേടിന്റെ ആത്മാവിനെ ജനിപ്പിച്ച് ಅವಿದ್ಯತೆ ಆತ್ಮವನ್ನು ತಂದು ಹಾಕಿ, അവർ ആരാധനയ്ക്ക് പോകാതെ, ಅವರ ಆರಾಧನೆಗೆ ಹೋಗದ ಹಾಗೆ, പ്രാർത്ഥനയ്ക്ക് പോകാതെ, ಪ್ರಾರ್ಥನೆಗೆ ಹೋಗದ ಹಾಗೆ, കൂട്ടായ്മയ്ക്ക് പോകാതെ, ಅವರು ಸಭೆಯಾಗಿ ಕೂಡುವುದಕ್ಕೆ ಹೋಗದೆ, ബൈബിള് വായിക്കാതെ, ಸತ್ಯವೇದವನ್ನು ಓದದೆ, ഭക്തിയിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോയി ಭಕ್ತಿಯಿಂದ ದೂರ ಮಾಡುತ್ತಿರುವಂತ, അവന് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിട്ടും, ಅವರಿಗೆ ಒಳ್ಳೆ ವಿದ್ಯಾಭ್ಯಾಸವಿದ್ದರೂ, അവന് നല്ല കഴിവുണ്ടായിട്ടും, ಅವರಿಗೆ ಒಳ್ಳೆ ಸಾಮರ್ಥ್ಯ ಇದ್ದರೂ ಸಹ, എല്ലാ തരത്തിലും യോഗ്യത ഉണ്ടായിട്ടും, ಎಲ್ಲಾ ರೀತಿಯ ಯೋಗ್ಯತೆ ಅವರಿಗೆ ಇದ್ದರೂ ಸಹ വാഗ്ദത്തം പ്രാപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ವಾಗ್ದಾನ ಹೊಂದಿಕೊಳ್ಳಲು ಆಗದೆ ಇರುವುದಾದರೆ, ഇന്ന് രാത്രി ആത്മാവിൽ പ്രാർത്ഥിച്ചു ആ കെട്ടിന്ന് രാത്രി യേശു ಈ പൊട്ടിച്ചുകൊണ്ടിരിക്കുക. ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ಆತ್ಮನಿಂದ ಪ್ರಾರ್ಥಿಸಿರಿ, ಆ ಕಟ್ಟನ್ನು ಯೇಸು ಹೊಡೆಯುತ್ತಿದ್ದಾನೆ. കെട്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കുക. ಯೇಸು ಆ ಕಟ್ಟನ್ನು ಹೊಡೆಯುತ್ತಿದ್ದಾನೆ. വിശ്വസിക്കുന്നവർ കരമടിച്ച് ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ನಂಬುವವರು ಕರಗಳನ್ನು ತಟ್ಟಿ ದೇವರಿಗೆ ಮಹಿಮೆ ಪಡಿಸಿರಿ. ഇന്ന് രാത്രി ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ಆತ್ಮನಿಂದ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಸಲ್ಲಿಸೋಣ. നമ്മുടെ കുഞ്ഞുങ്ങളെയെല്ലാം ನಮ್ಮ ಮಕ್ಕಳೆಲ್ಲ അനുസരണക്കേടിന്റെ ആത്മാവിനെ കൊണ്ടിടുക. ಅವಿದ್ಯತೆ ಆತ್ಮನಿಂದ ನಡೆಸುತ್ತಾನೆ. ഒന്നാമത്തെ പിശാചിന്റെ തന്ത്രമാണ്. ಒಂದನೇದಾಗಿ ಸೈತಾನನ ತಂತ್ರ ಅದು. അവൻ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കാതിരിപ്പാൻ, ಅವರು ದೇವರ ಆಶೀರ್ವಾದವನ್ನು ಹೊಂದಿಕೊಳ್ಳದೆ ಇರುವುದಕ್ಕಾಗಿ, ദൈവിക വിടുതൽ ഉയർപ്പ് പ്രാപിക്കാതിരിപ്പാൻ, ದೇವರ ಬಿಡುಗಡೆ ಅವರ ಜೀವಿತದಲ್ಲಿ ಬರದೇ ಇರುವುದಕ್ಕಾಗಿ, മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുക, ತಂದೆ ತಾಯಿಗಳಿಗೆ ವಿಧೇಯರಾಗದೇ ಇರುವುದಕ್ಕಾಗಿ, ദൈവത്തെ അനുസരിക്കാതിരിക്കുക, ದೇವರಿಗೆ ವಿಧೇಯರಾಗದೇ ಇರುವುದಕ್ಕಾಗಿ, സഭയോഗത്തെ അലക്ഷ്യമാക്കുക, ಸಭೆಯನ್ನು ಅಲಕ್ಷ್ಯ ಮಾಡುವಂತಹ, ദൈവവചന ഭക്തി നഷ്ടപ്പെടുത്തി കളയുക, ದೇವರ ಮಾತನ್ನು ಅಂದ್ರೆ ದೇವರ ವಾಕ್ಯದ ಭಕ್ತಿಯನ್ನು ಅನುಸರಿಸದೇ ಇರುವುದಾಗಿ ഇത്തരത്തിലൊക്കെ പോരാടുന്ന പീഡിപ്പിക്കുന്ന ശക്തി ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തെ തലമുറകളിൽ നിന്ന് അഴിഞ്ഞോണ്ടിരിക്കുക. ഈ രാത്രി വിശ്വസിച്ച് കരമടിച്ച് ആത്മാവിശ്വാസം ചെയ്തോ. ಈ ರೀತಿಯಾಗಿ ಹೋರಾಡುತ್ತಿರುವಂತಹ ಎಲ್ಲಾ ಸಂತತಿಗಳ ಮೇಲೆ ದೇವರ ಆತ್ಮನ ಬಿಡುಗಡೆಯನ್ನು ಕೊಟ್ಟು ನಡೆಸುವನಾಗಿದ್ದಾನೆ ಅಂತ ನಮ್ಮವರು ಕರೆಗಳನ್ನು ತಟ್ಟಿ ದೇವರಿಗೆ ಮಹಿಮೆ ಪಡಿಸೋಣ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിപൂർണ വിജയം ಈ ರಾತ್ರಿ ವೇಳೆ ದೇವರ ಪರಿಪೂರ್ಣವಾದಂತಹ ಜಯ ಉಂಟಾಗಲಿ. പീഡിപ്പിക്കുന്ന ശിശുക്കൾ
മക്കളെ ജനിക്കാതിരിപ്പിക്കുന്ന, അവരെ ഉയർത്താതിരിക്കുന്ന ദൂട്ട വ്യാപാരമൊക്കെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ಮಕ್ಕಳ ಮೇಲೆ ಹೋರಾಡುತ್ತಿರುವಂತ, ಮಕ್ಕಳ ಜೀವಿತದಲ್ಲಿ ಹೋರಾಡುತ್ತಿರುವಂತ, ಮಕ್ಕಳ ಬುದ್ಧಿಮಂಡಲಕ್ಕೆ ವಿರುದ್ಧವಾಗಿ ಹೋರಾಡುತ್ತಿರುವಂತ, ಮಕ್ಕಳ ವಿದ್ಯಾಭ್ಯಾಸಕ್ಕೆ ವಿರುದ್ಧವಾಗಿ ಹೋರಾಡುತ್ತಿರುವಂತ, ಮಕ್ಕಳು ಚಲಿಸದಾಗೆ ಹೋರಾಡುತ್ತಿರುವಂತ ಎಲ್ಲ ಹೋರಾಟದ ಕಟ್ಟುಗಳು ಈ ರಾತ್ರಿಯ ವೇಳೆಯಲ್ಲಿ ಯೇಸು ಕ್ರಿಸ್ತನ ಕಡಿದಾಗುವವನಾಗಿರುತ್ತಾನೆ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಬಿಡುಗಡೆ ಉಂಟಾಗಲಿ ಎಂದು ಆಜ್ಞಾಪಿಸುತ್ತೇನೆ. ಹಲ್ಲೆಲೂಯಾ. വചനം കേൾക്കുന്ന ദൈവമക്കൾ ഓർക്കുക, ವಾಕ್ಯವನ್ನು ಕೇಳುತ್ತಿರುವಂತ ಪ್ರಿಯ ದೇವ ಜನರೇ, ഇസ്രായേൽ മക്കൾ ಇಸ್ರೇಲ್ ಮಕ್ಕಳು മിസ്രൈമിൽ ಐಗುಪ್ತ ದೇಶದಲ್ಲಿ അവിടെ നിന്ന് പുറപ്പെട്ടു പോരാതിരിപ്പാൻ ಅಲ್ಲಿಂದ ಅವರು ಹೊರಟು ಹೋಗದ ಹಾಗೆ അവരെ ഒന്നാമത് പീഡിപ്പിച്ചത് ಮೊದಲನೇದಾಗಿ ಅವರನ್ನು ಪೀಡಿಸಿದ್ದು അവരുടെ ബോഡിയിലാണ്, ಅವರ ಶರೀರದಲ್ಲಿ, അവരുടെ ശരീരത്തെ. ಅವರ ಶರೀರವನ್ನು ಪೀಡಿಸಿದ್ದು. എന്തിനാണ് ശരീരത്തെ പീഡിപ്പിക്കുന്നത്? ಯಾಕೆ ಶರೀರವನ್ನು ಪೀಡಿಸುವಂತದ್ದು? ഈ കാലങ്ങളിൽ മുഴുവൻ പേരെയും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ಈ ಕಾಲದಲ್ಲಿ ಪರಿಪೂರ್ಣವಾಗಿ ಪರಿಶೋಧನೆ ಮಾಡಿ ನೋಡುವುದಾದರೆ എല്ലാവരും രോഗികളാണ്. ಎಲ್ಲರೂ ರೋಗಿಗಳು, എല്ലാവരും രോഗികളാണ്. ಎಲ್ಲರೂ ರೋಗಿಗಳು. ചിലർക്ക് നടുവേദന, തലവേദന, ഹാർട്ടിനകത്ത് BP ഇത്യാദി വിഷയങ്ങൾ മുഴുവൻ രോഗികളാണ്. ಕೆಲವೊಬ್ಬರಿಗೆ ಸೊಂಟ ನೋವು, ಕೆಲವೊಬ್ಬರಿಗೆ ಕೈ ನೋವು, ಕೆಲವೊಬ್ಬರಿಗೆ ಕಾಲು ನೋವು, ಕುತ್ತಿಗೆ ನೋವು, ಆ ರೀತಿ ತಲೆನೋವು, ಎದೆ ನೋವು, ಹೃದಯಘಾತ, ಈ ರೀತಿ ಅನೇಕ ವೇದನೆಗಳನ್ನು ನಾವು ನೋಡುತ್ತಾ ಇದ್ದೇವೆ. കൊച്ചു കുഞ്ഞുങ്ങളിലൊക്കെ അകാരണമായ രോഗമാണ്. ಚಿಕ್ಕ ಮಕ್ಕಳಿಂದ ಆ ಒಂದು ಭೀಕರವಾದಂತ ರೋಗಗಳು, പലർക്കും യോഗത്തിൽ വരാൻ കഴിയാത്ത രോഗമാണ്. ಅನೇಕರು ಲೋಕದಲ್ಲಿ ಆರೋಗ್ಯವಾಗಿ ಇರದ ರೀತಿಯಲ್ಲಿ ಕೆಲವೊಂದು ರೋಗಗಳು, ശരിയായിട്ട് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, ಸರಿಯಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಲು ಸಾಧ್ಯವಾಗುವುದಿಲ್ಲ, ശരിയായിട്ട് ആരാധിക്കാൻ കഴിയുന്നില്ല, ಸರಿಯಾಗಿ ಆರಾಧನೆ ಮಾಡಲು ಸಾಧ್ಯವಾಗುತ್ತಿಲ್ಲ, ഉപവസിക്കാൻ കഴിയുന്നില്ല, ಉಪವಾಸ ಮಾಡಲು ಸಾಧ್ಯವಾಗುತ್ತಿಲ್ಲ. ഇത്യാദി രോഗങ്ങൾ കൊണ്ടിട്ട് ಸೈತಾನನ ಈ ರೀತಿಯ ರೋಗಗಳನ್ನು ತಂದಾಕಿ നമ്മുടെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുമ്പോൾ ഓർക്കുക, ನಮ್ಮನ್ನು ದೇವರಿಂದ ಅಗಲಿಸುತ್ತಿರುವುದಾದರೆ ಗಮನಿಸಿ. അകാരണമായ രോഗം നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ ഓർക്കുക, ಆ ರೀತಿಯಾದಂತ ರೋಗಗಳು ನಮ್ಮ ಶರೀರದಲ್ಲಿ ಇರುವುದಾದ್ರೆ ಗಮನಿಸಿ. ഹോസ്പിറ്റലിൽ പോകുമ്പോ രോഗമില്ല, ಹಾಸ್ಪಿಟ್ಲಿಗೆ ಹೋದ್ರೆ ರೋಗ ಇಲ್ಲ, ഡോക്ടറെ കാണിക്കുമ്പോ രോഗമില്ല, ಡಾಕ್ಟರ್ನ ತೋರಿಸುವಾಗ ರೋಗ ಇಲ್ಲ, മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ല, ಔಷಧಿ ಸೇವನೆಯಿಂದ ರೋಗಗಳು ಹೋಗುತ್ತಿಲ್ಲ. എപ്പം നോക്കിയാലും രോഗമാ. ಯಾವಾಗ ನೋಡಿದ್ರು ಸಹ ಒಂದು ರೋಗ. മരുന്ന് കഴിക്കുന്നുണ്ട്, ಔಷಧಿ ಸೇವಿಸುತ್ತಿದ್ದಾರೆ, ഡോക്ടറെ കാണിക്കുന്നുണ്ട്, ಡಾಕ್ಟರ್ ಹತ್ರ ಹೋಗುತ್ತಿದ್ದಾರೆ. പക്ഷെ അകാരണമായ രോഗം നിങ്ങളെ പിടിക്കുന്നുണ്ടെങ്കിൽ, ಆದರೆ ಯಾವುದೋ ಒಂದು ರೋಗ ನಿಮ್ಮನ್ನು ಹಿಡಿದಿರುವುದಾದರೆ നിങ്ങളുടെ വാഗ്ദത്ത സമയം എടുത്തിട്ടുണ്ട്, ನಿಮ್ಮ ವಾಗ್ದಾನ ಹತ್ತಿರದಲ್ಲಿದೆ, വാഗ്ദത്ത സമയം ನಿಮ್ಮ എടുത്തിട്ടുണ്ട്, ವಾಗ್ದಾನ ಹತ್ತಿರದಲ್ಲಿದೆ, വാഗ്ദത്ത സമയം എടുത്തിട്ടുണ്ട്. ವಾಗ್ದಾನ ಹತ್ತಿರದಲ್ಲಿದೆ. യേശുവിന്റെ നാമത്തിൽ ಈ ರಾತ್ರಿ ವೇಳೆ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ആത്മാവിൽ സടകുടഞ്ഞ് എഴുന്നേൽക്കുക, ಆತ್ಮನಿಂದ ನಾವು ಎದ್ದೇಳೋಣ, ആത്മാവിൽ സടകുടഞ്ഞ് എഴുന്നേൽക്കുക. ಆತ್ಮದಲ್ಲಿ ನಾವು ಎಚ್ಚರವಾಗಿ ಎದ್ದೇಳೋಣ. അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കളുടെ കാര്യം പറയുന്നത്. ಆದುದರಿಂದ ಇಸ್ರಾಯೇಲ್ ಜನರು ಈ ರೀತಿಯಲ್ಲಿ ಹೇಳುತ್ತಿದ್ದಾರೆ, അവരെ പീഡിപ്പിക്കുന്നവർ അവർ വർദ്ധിച്ചു വന്നു. ಅವರನ್ನು ಪೀಡಿಸುತ್ತಿರುವಾಗಲೇ ಅವರು ಬಹು ಹೆಚ್ಚಾದರು. നമ്മളെ രോഗം ഒതുക്കുമ്പോ അനുസരിച്ച്, ನಮಗೆ ರೋಗಗಳು ಬರುವಾಗ, നമ്മളെ രോഗമാക്കി കട്ടിലെ കിടക്കാൻ നോക്കുമ്പോൾ, ನಾವು ರೋಗಿಯಾಗಿ ಮಂಚದಲ್ಲಿ ಮಲಗಬೇಕೆಂದು ಅವನು ಯೋಚನೆ ಹಾಕಿರುವಾಗ, നമ്മൾ വിട്ടുകൊടുക്കരുത് ನಾವು ಬಿಟ್ಟುಕೊಡಬಾರದು. നമ്മൾ പ്രാർത്ഥന കൂട്ടുക, ನಾವು ಪ್ರಾರ್ಥನೆಯನ್ನು ಹೆಚ್ಚಿಸಬೇಕು, ആരാധന കൂട്ടുക, ಆರಾಧನೆಯನ್ನು ಹೆಚ್ಚಿಸಬೇಕು, വചന വായന കൂട്ടുക. ವಾಕ್ಯ ಓದುವಂತದ್ದನ್ನು ಹೆಚ್ಚಿಸಬೇಕು. സാത്താൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും, ಸೈತಾನ್ ನಿಮ್ಮನ್ನು ಬಿಟ್ಟು ಓಡಿ ಹೋಗುತ್ತಾನೆ, ഇരുട്ടിന്റെ ശക്തി നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ಕತ್ತಲ ಶಕ್ತಿ ನಿಮ್ಮನ್ನು ಬಿಟ್ಟು ಓಡಿ ഇന്ന് ಹೋಗುತ್ತದೆ. രാത്രി വചനം കേൾക്കുമ്പോ തന്നെ ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ವಾಕ್ಯವನ್ನು ಕೇಳುವಾಗಲೇ നാളുകളായി പീഡിപ്പിക്കുന്ന രോഗശക്തികൾ ശരീരം വിട്ട് മാറുന്നു. ಶರೀರವನ್ನು ಬಂಧಿಸುತ್ತಿರುವಂತಹ ಕೆಲವೊಂದು ರೋಗಗಳು ಬಿಟ್ಟು ಹೋಗುತ್ತದೆ. ആരാധിക്കുക, വിശ്വസിക്കുന്നവർ കരമെടുത്ത് ആത്മാവിൽ ആരാധിക്കുക. ನಂಬುವವರು ಕರಗಳನ್ನು ತಟ್ಟಿ ದೇವರಿಗೆ ಮಹಿಮೆಪಡಿಸೋಣ. രാത്രി യേശു ക്രിസ്തുവിൻ നാമത്തിൽ ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಬಿಡುಗಡೆ ಉಂಟಾಗಲಿ. രോഗം വിട്ട് മാറട്ടെ. ಶರೀರದಲ್ಲಿ ಎಲ್ಲಾ ರೋಗಗಳು ಬಿಟ್ಟು ಹೋಗಲಿ. അപ്പോൾ ഇസ്രായേൽ മക്കളെ ഒന്നാമത് പീഡിപ്പിച്ചത്, ಹಾಗಾದರೆ ಇಸ್ರಾಯೇಲ್ ಜನರನ್ನು ಮೊಟ್ಟ ಮೊದಲನಾಗಿ ಪೀಡಿಸಿದಂತ ರೋಗ അവരെ ശരീരത്തെ പീഡിപ്പിക്കുക, ಅವರ ಶರೀರವನ್ನು ಪೀಡಿಸಿದ್ದು. അവരിൽ നിന്ന് ಶಿಶುക്കൾ ജനിക്കരുത്, ಅವರ ಮೂಲಕವಾಗಿ ಮಕ್ಕಳಾಗಬಾರದು, എപ്പോഴും ക്ഷീണിതർ, ಅವರಿಗೆ ಮಕ್ಕಳಾಗಬಾರದು, ಅವರು ಯಾವಾಗಲೂ ಕ್ಷೀಣವಾಗಿ ಹೋಗಬೇಕು. ഏത് സമയം ക്ഷീണിതർ. ಯಾವಾಗ ಎಲ್ಲಾ ಸಮಯದಲ್ಲೂ ಕ್ಷೀಣವಾಗಿರುವಂತದ್ದು. ചിലരെ നോക്കിയാൽ കാണാം, ಕೆಲವೊಬ್ಬರು ನೋಡಿದ್ರೆ ಸಾಕು, നല്ലപോലെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ಒಳ್ಳೆ ಊಟ ಮಾಡ್ತಾರೆ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന, ಆಚೆ ಈಚೆ ಓಡ್ತಾರೆ. പക്ഷെ പ്രാർത്ഥനയ്ക്ക് വരുമ്പോ ക്ഷീണം. ಆದರೆ ಪ್ರಾರ್ಥನೆ ಬಂದು ಕುತ್ಕೊಂಡ್ರೆ ಸಾಕು, ಕ್ಷೀಣವಾಗಿರ್ತಾರೆ. യോഗത്തിന് വരുമ്പോ ക്ഷീണം. ಕೆಲವೊಬ್ಬರು ಕೂಟಕ್ಕೆ ಬಂದು ಕುತ್ಕೊಂಡ್ರೆ ಸಾಕು, ಬಲಹೀನರಾಗಿ ಹೋಗ್ತಾರೆ. ടെലിവിഷൻ കാണുമ്പോ കൈ അടിച്ചിരിക്കുന്നതാണ്, ಆದರೆ ಟಿವಿ ನೋಡ್ಬೇಕಾದ್ರೆ ಕೈಗಳು ಒಡೆದು ನೋಡ್ತಾ ಇರ್ತಾರೆ. മണിക്കൂറുകൾ ടിവി കാണുന്നതാണ്.
ಗಂಟೆ ಕಟ್ಟಲೆ ಅವರು ಟಿವಿ ಮುಂದೆ ಇರ್ತಾರೆ. പക്ഷെ ദൈവത്തിന്റെ അടുത്ത് അടുക്കുമ്പോഴത്തേക്കും ಆದ್ರೆ ದೇವರ ಹತ್ತಿರ ಬಂದಾಗ ഇവര് ക്ഷീണിതരാണ്. ಅವರು ಕ್ಷೀಣ ಬಲಹೀನರಾಗಿರ್ತಾರೆ. പ്രാർത്ഥിക്കാൻ വയ്യ. ಪ್ರಾರ್ಥನೆ ಮಾಡೋದಕ್ಕೆ ಬೇಡ. കൈ അടിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ അടിക്കുന്നു. ಕೈ ಹೊಡಿಯಿರಿ ಅಂತ ಹೇಳಿದ್ರೆ ಹೀಗೆ ಹೊಡಿಯೋದು. പക്ഷെ ಟಿವಿ സീരിയൽ കാണുമ്പോൾ കരയുന്നു. ಆದ್ರೆ ಟಿವಿ ಮತ್ತು ಸೀರಿಯಲ್ ನೋಡ್ಬೇಕಾದ್ರೆ ಅಳುವುದು. കോമഡി സീൻ കാണുമ്പോൾ ചിരിക്കുന്നു. ಕಾಮಿಡಿ ಸೀನ್ ಎಲ್ಲ ಬರ್ಬೇಕಾದ್ರೆ ಜೋರಾಗಿ ನಗಾಡುವಂತದ್ದು. എല്ലാരും പറയുന്നു ഈ അച്ചാറ് ബുദ്ധി ഇല്ലെന്ന് പറയുന്നു. ಎಲ್ಲರೂ ಹೇಳ್ತಾರೆ ಇವರಿಗೆ ಬುದ್ಧಿ ಇಲ್ಲ. പക്ഷെ ಟಿವಿ കാണുമ്പോൾ ചിരിക്കുന്നു. ಆದ್ರೆ ಟಿವಿ ನೋಡ್ಬೇಕಾದ್ರೆ ನಗಾಡುದು. ആ സമയത്ത് ബുദ്ധി ഉണ്ടല്ലോ. ಆ ಸಮಯದಲ್ಲಿ ಬುದ್ಧಿ ಇದೆಯಲ್ಲ ಅವ್ರಿಗೆ. ഇന്ന് രാത്രി നിന്നെ പീഡിപ്പിക്കുന്നുണ്ട്. ಇವತ್ತು ರಾತ್ರಿ ಅದು ನಿನ್ನನ್ನು ಪೀಡಿಸುತ್ತಿರುವುದಾದರೆ, പ്രാർത്ഥിക്കാൻ കഴിയാതെ, ಪ್ರಾರ್ಥನೆ ಮಾಡಲಾಗದೆ, ആരാധിക്കാൻ കഴിയാതെ, ಆರಾಧನೆ ಮಾಡಲಾಗದೆ, ദൈവസന്നിധിയിൽ ഇരിക്കാൻ കഴിയാതെ, ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ಇರಲಾಗದೆ, ശരീരത്തെ പീഡിപ്പിക്കുന്നെങ്കിൽ, ನಿನ್ನ ಶರೀರವನ್ನು ಪೀಡಿಸುತ್ತಿರುವುದಾದರೆ, പ്രാർത്ഥന തുടങ്ങുമ്പോൾ ഉറക്കം വരുന്നെങ്കിൽ, ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕಾದ್ರೆ ನಿದ್ರೆ ಮಾಡುತ್ತಾ ಇರುವುದಾದರೆ, പ്രാർത്ഥന വരുമ്പോൾ നിദ്ര തുടങ്ങുന്നെങ്കിൽ, ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತಿರುವಾಗಲೇ ನಿದ್ರೆ ಬರುತ್ತಿರುವುದಾದರೆ, അകാരണമായി നിന്റെ ശരീരത്തെ പീഡിപ്പിക്കുന്നു. ಆ ಸೈತಾನ ನಿನ್ನನ್ನು ಪೀಡಿಸುತ್ತಿದ್ದಾನೆ. ഇന്ന് രാത്രി ശരീരത്തെ വിട്ടുകൊടുക്കുക. ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ಶರೀರವನ್ನು ದೇವರಿಗೆ ಒಪ್ಪಿಸಿಕೊಡೋಣ. നിന്നെ നാളുകളായി പീഡിപ്പിക്കുന്ന രോഗാത്മാവ് അഴിഞ്ഞു മാറും. ನಿನ್ನನ್ನು ಎಷ್ಟೋ ದಿನಗಳಿಂದ ಪೀಡಿಸುತ್ತಿರುವಂತಹ ರೋಗಾತ್ಮಗಳು ನಿನ್ನನ್ನು ಬಿಟ್ಟು ಹೋಗುತ್ತದೆ. ഇന്ന് രാത്രി പരിശുദ്ധാത്മ പ്രവചന ദൂതായി പറയുന്നു. ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ದೇವರಾತ್ಮನ ಪ್ರವಾದನ ರೂಪವಾಗಿ ಹೇಳುವುದೇನೆಂದರೆ, ഈ പ്രസ്ഥാനത്തിനകത്ത്, ഈ സ്ഥാപനത്തിനകത്ത്, ಈ ಸೇವೆಗೆ, ಈ ಒಂದು ಸಭೆಗೆ നാളുകളായി ಎಷ್ಟೋ ದಿನಗಳಿಂದ ഒരിക്കലും രോഗം മാറില്ലെന്ന്, ಇನ್ನು ಯಾವ ಕಾರಣಕ್ಕೂ ಇವರ ರೋಗ ಹೋಗುವುದಿಲ್ಲ ಅಂತ ಹೇಳಿ, ഏത് ഗുളിക ഏത് മരുന്ന് കഴിച്ചാലും രോഗം മാറില്ല, ಯಾವ ಒಂದು ಔಷಧಿ ಸೇವಿಸುವುದು ಸಹ ಇವರ ರೋಗ ಹೋಗುವುದಿಲ್ಲ ಅಂತ ಹೇಳಿ, ഏത് ഡോക്ടർ പരിശോധിച്ചാലും മാനസിക രോഗം മാറില്ലെന്ന്, ಇವರನ್ನು ಯಾವ ಡಾಕ್ಟರ್ಗಳು ಪರಿಶೋಧಿಸಿದ್ರು ಸಹ ಇವರ ಮಾನಸಿಕ ರೋಗಗಳು ಬಿಟ್ಟು ಹೋಗುವುದಿಲ್ಲ ಅಂತ ಹೇಳಿ, സീൽ വെച്ച ചില രോഗികളെ ಸೀಲ್ ಹಾಕಿರುವಂತ ಕೆಲವೊಂದು ರೋಗಿಗಳನ್ನು ദൈവം വിടുവിക്കും. ದೇವರು ಬಿಡಿಸುತ್ತಾನೆ. ದೇವರು ಬಿಡಿಸುತ್ತಾನೆ. വിശ്വസിക്കുന്നവർ കരമടിച്ച് സ്തുതിച്ചോ. ನಂಬುವರು ಕರಗಳನ್ನು ತಟ್ಟಿ ದೇವರಿಗೆ ಮಹಿಮೆ ಪಡಿಸಿರಿ. വിശ്വസിക്കുന്നവർ കരമടിച്ച് സ്തുതിച്ചോ. ನಂಬುವರು ದೇವರಿಗೆ ಕರಗಳನ್ನು ತಟ್ಟಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡಿರಿ. ഇവിടെ ഇരിക്കുന്ന പല പിതാക്കന്മാരെയും, ಇಲ್ಲಿರುವಂತ ಅನೇಕ ಒಂದು ತಂದೆಯಂದಿರನ್ನು സുവിശേഷം പ്രസംഗിക്കേണ്ടവരാണ്. ಸುವಾರ್ತೆ ಸಾರುವವರನ್ನಾಗಿ ದೇವರು ಮಾಡುತ್ತಾನೆ. പരസ്യ യോഗം നടക്കേണ്ടവരാണ്. പരസ്യയോഗം അല്ല, ഓപ്പൺ മീറ്റിംഗ്, ಬಹಿರಂಗ ಕೂಟಗಳನ್ನು ಏರ್ಪಡಿಸುವವರು, ಪ್ರಸಂಗಿಸುವವರು, സാക്ഷ്യം പറയേണ്ടവരാണ്. ಸಾಕ್ಷಿ ಹೇಳುವವರು, ദേശത്ത് പോയി സാക്ഷ്യം പറയേണ്ടവർ. ದೇಶಗಳಿಗೆ ಹೋಗಿ ಸಾಕ್ಷಿ ಹೇಳುವವರು. പക്ഷേ നിന്റെ പിശാചിന്റെ ബുദ്ധിയെ ഒതുക്കിയിട്ടിരിക്കുന്നു. ಆದರೆ ಸೈತಾನಿನ ಬುದ್ಧಿಯನ್ನು ಕಟ್ಟಿರುತ್ತಾನೆ. പിശാചിന്റെ മാനസിക രോഗിയാക്കിയിരിക്കുന്നു. ಸೈತಾನನನ್ನು ಮಾನಸಿಕ ರೋಗಿಯನ್ನಾಗಿ ಮಾರ್ಪಡಿಸಿರುತ್ತಾನೆ. ദൈവം വിടുവിക്കുന്നു. ದೇವರನ್ನು ಬಿಡಿಸುತ್ತಾನೆ. ഈ പ്രാർത്ഥനയിൽ ദൈവം ಈ വിടുവിക്കുന്നു. ಪ್ರಾರ್ಥನೆ ಮೂಲಕ ಈ ದೇವರು ಬಿಡಿಸುತ್ತಾನೆ. ഇന്ന് രാത്രി നീ വിശ്വസിച്ച് പറ, ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ನೀ ನಂಬಿ ಹೇಳು, എന്റെ യേശുവേ എന്നെ സൗഖ്യമാക്കണമേ. ನನ್ನ ಯೇಸುವೆ ನನ್ನನ್ನು ಸೌಖ್ಯಪಡಿಸು. യേശുവേ എന്നെ സൗഖ്യമാക്കണമേ. ನನ್ನ ಯೇಸುವೆ ನನ್ನನ್ನು ಸೌಖ್ಯಪಡಿಸು. യേശുവേ എന്നെ സൗഖ്യമാക്കണമേ. ನನ್ನ ಯೇಸುವೆ ನನಗೆ ಸೌಖ್ಯಪಡಿಸು. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരെ സൗഖ്യമാക്കുവാൻ ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ನಂಬುವವರನ್ನು ಸೌಖ್ಯಪಡಿಸುವ ഇന്ന് രാത്രി യേശുവിനകത്ത് വന്നിട്ടുണ്ട്. ಯೇಸು ಇಲ್ಲಿ ಬಂದಿರುತ್ತಾನೆ. ഈ പ്രാർത്ഥന കഴിഞ്ഞ് 2017 നിങ്ങൾ പ്രവേശിക്കുമ്പോൾ, ಈ ಪ್ರಾರ್ಥನೆ ಆಗಿ 2017ಕ್ಕೆ ಪ್ರವೇಶಿಸುವಾಗ നിന്റെ മാനസിക രോഗത്തെ ദൈവം മാറ്റും. ನಿನ್ನ ಮಾನಸಿಕ ರೋಗಗಳಿಂದ ದೇವರು ಸಂಪೂರ್ಣವಾಗಿ ಬಿಡುಗಡೆ ಕೊಡುತ್ತಾನೆ. പാസ്റ്റർ പ്രവചന ദൂത് പറയുന്നു. ಇದು ಪ್ರವಾದನ ರೂಪವಾಗಿ ನಾನು ಹೇಳುತ್ತಿದ್ದೇನೆ ಪಾಸ್ಟರ್. സ്ഥാപനത്തിൽ ഈ പ്രാർത്ഥന, ಈ ಸ್ಥಾಪನೆಯಲ್ಲಿ ಈ ಒಂದು ಪ್ರಾರ್ಥನೆ എല്ലാവർക്കും ഒരു ശുഭയാത്രയാ. ಎಲ್ಲರಿಗೂ ಒಂದು ಉತ್ಸಾಹಧ್ವನಿಯಾಗಿರುತ್ತದೆ. ശുഭയാത്രയാ. ಎಲ್ಲರಿಗೂ ಒಂದು ಉತ್ಸಾಹಧ್ವನಿಯಾಗಿರುತ್ತದೆ. ശുഭയാത്രയാ. ಎಲ್ಲರಿಗೂ ಒಂದು ಉತ್ಸಾಹಧ್ವನಿಯಾಗಿರುತ್ತದೆ. ಹಲ್ಲೆಲೂಯಾ. ಆಮೆನ್, 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 ಆಮೆನ್. ನಿಧಾನದ ಚೂಡರಾದ ನಿಧಾನ ಚುಗಡೆ ರಬರ ಚೌಡರಾದರ ನಿಧಾನದ ಚೌಡರಾದರ ನಿಧಾನ ಜಗದಿ ರಬರಾದರ ಚೌಡರಾದರ ನಿಧಾನತೆ ദൈവത്തെ സ്തുതിച്ചോ. ನಂಬಿ ದೇವರನ್ನು ಸ್ತುತಿಸಿರಿ. ಹಲ್ಲೆಲೂಯಾ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ, അതിരറ്റ ശക്തി വ്യാപരിക്കട്ടെ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಪರಿಶುದ್ಧಾತ್ಮನ ಅತ್ಯಧಿಕವಾದಂತಹ ಶಕ್ತಿ ಇಳಿಯಲಿ ಎಂದು ಪ್ರಾರ್ಥಿಸುತ್ತೇನೆ. ಹಲ್ಲೆಲೂಯಾ. ദൈവാത്മ പ്രവചന ദൂത് പറയുന്നു. ದೇವರಾತ್ಮನ ಪ್ರವಾದನ ರೂಪವಾಗಿ ಹೇಳುವುದೇನೆಂದರೆ, ചില അടിത്തറകളിടുന്ന പ്രാർത്ഥനയായത്. ചില സ്ഥാപനത്തിന് അടിത്തറയിടുന്നു. ಕೆಲವೊಂದು ಸ್ಥಾಪನೆಗಳಿಗೆ ಅಸ್ಥಿವಾರವನ್ನು ബിൽഡിങ്ങിന് അടിത്തറ ഇടുന്നു. ಕೆಲವೊಂದು ಬಿಲ್ಡಿಂಗ್ಗಳಿಗೆ ಅಸ್ಥಿವಾರ ಹಾಕುವಂತ ಪ್ರಾರ್ಥನೆಯಾಗಿ ದೇವರು ಮಾರ್ಪಡಿಸುತ್ತಾನೆ. ಈ ಪ್ರಾರ್ಥನೆ ಮುಗಿಯುವಾಗ 2017ರಲ್ಲಿ ബിൽഡിങ്ങിന് അടിത്തറ ഇടുന്നു. ಕೆಲವೊಂದು ಬಿಲ್ಡಿಂಗ್ಗಳ ಅಸ್ಥಿವಾರವನ್ನು ನಾವು ಹಾಕುತ್ತೇವೆ. ಪರಿಶುದ್ಧಾತ್ಮ ನನಗೆ ಪ್ರಕಟಪಡಿಸುತ್ತಿದ್ದಾನೆ. ദൈവം വഴിയൊരുക്കുന്നു. ದೇವರು ಅದಕ್ಕಾಗಿ ಮಾರ್ಗ ಸಿದ್ಧ ಮಾಡುತ್ತಿದ್ದಾನೆ. ആളുകളായിട്ടുള്ള വാഗ്ദത്തം നടക്കുന്നു. ಕೆಲವು ದಿನಗಳಿಂದ ವಾಗ್ದಾನಗಳು ಇದೆ. വർഷങ്ങളായിട്ടുള്ള വാഗ്ദത്തം നടക്കുന്നു.
ವರ್ಷಗಳಿಂದ ವಾಗ್ದಾನಗಳಿದೆ. വർഷങ്ങളായിട്ടുള്ള വാഗ്ദത്തം നടക്കുന്നു. ವರ್ಷಗಳಿಂದ ವಾಗ್ದಾನಗಳು ಇದೆ. വിശ്വസിക്കുന്നവർ കരമടിച്ച് ആത്മാവിൽ ആരാധിച്ചാണ്. ನಂಬುವವರು ಕರಗಳನ್ನು ತಟ್ಟಿ ದೇವರಿಗೆ ಮಹಿಮೆ ಪಡಿಸುವ. ಇದರಾದ ಜುಡಾರಾದ ಶೌಡಾರಾದ ಇದರಾದ 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 ಶೌಡಾರಾದ ಇದರಾದ ಇದರಾದ ಶೌಡಾರ ಇದರಾದ ಇದರಾದ ಶೌಡಾರಾದ ಇದರಾದ ರೀಬಲಬರ ಶೌಡಾರಾದ ಇದರಾದ ಇದರಾದ ರೀಬಲಬ ಅಸ್ತಾರಾದ ವೇಡಿರಾಜ ವೇಡಿರಾದ ಇದರಾದ ವೇಡಿರಾದ ಇದರಾದ ಇದರಾದ ಶೌಡಾರಾಜ ಇಬರ ಸದ್ರೋ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ വിരോധമായി വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ കെട്ടിനെ ഇന്ന് രാത്രി ദൈവം പൊട്ടിക്കുന്നു. ಅದಕ್ಕೆ ವಿರುದ್ಧವಾಗಿ ಆಪರಿಸುತ್ತಿರುವ ಎಲ್ಲ ಕಷ್ಟರ ಶಕ್ತಿಯ ಬಲಗಳು ಯೇಸು ನಾಮದಲ್ಲಿ ಬಿಟ್ಟೋಗಲಿ. ದೇವರ ಶಕ್ತಿ ದೇವರ ಶಕ್ತಿ ಯೇಸು ನಾಮಕ್ಕೆ ಜಯವಾಗಲಿ. ಹಲ್ಲೆಲೂಯಾ. ದೇವರು ಅದಕ್ಕೋಸ್ಕರವಾಗಿ ಸ್ಪಾನ್ಸರ್ಗಳನ್ನು ಎಬ್ಬಿಸುತ್ತಾನೆ. ಹಾಸ್ಪಿಟಲ್ ಕಟ್ಟಡಕ್ಕೋಸ್ಕರವಾಗಿ ದೇವರು ಸ್ಪಾನ್ಸರ್ಗಳನ್ನು ಎಬ್ಬಿಸುತ್ತಾನೆ. ವಿಶ್ವಾಸಿಸಿ ನಾವು ಸ್ತೋತ್ರ ಮಾಡೋಣ, ನಂಬಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡೋಣ. ಆಮೆನ್. ಇದಗನಾದ ಜೂಡಗನಾದ ರೀದಗನಾದ ರೀಬಾನ ಸಿಯಂ ಚುರಾಕ ನಟ ರೆಮಾನ ದ್ಯಂತರು ರೀಬಲ ಶಿಗನಾದ ಇರಾದಿಗರಂತರೆ ಇಬರಾದಿಗರ ಜೂಡೇವೇದಿ ರೀದಗನಾದ ರೀಬಲಮಂದ ರೀದಗನಾದ ಶೌಡರಾದ ವರ್ಷಗಳಾಗಿ ತಡೆಯಿಂದ ಕೆಟ್ಟಿದ್ದ ರಾತ್ರಿ ದೈವ ಪೊಟ್ಟಿಜೋ ವರ್ಷಗಳಿಂದ ತಡೆದು ನಿಲ್ಲಿಸಿರುವಂತಹ ಎಲ್ಲ ವಾಗ್ದಾನಗಳನ್ನು ಎಲ್ಲ ನೆರವೇರದಾಗಿ ತಡೆಯಾಗಿರುವ ಎಲ್ಲ ತಡೆಗಳು ನೀಗಲ್ಪಡಲಿ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಜಯ. ಯೇಸು ನಾಮದಲ್ಲಿ ಜಯ. പരിശുദ്ധാത്മാ പറയുന്നു, ಪರಿಶುದ್ಧಾತ್ಮನ ಹೇಳುವುದೇನೆಂದರೆ ഇതിനകത്തും ചില ശുശ്രൂഷകരെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. ಇದರ ಒಳಗಡೆಯಿಂದ ದೇವರು ಕೆಲವೊಂದು ಸೇವಕರನ್ನು ಎಬ್ಬಿಸುತ್ತಾನೆ. ಆಮೆನ್. ചില ശുശ്രൂഷകരെ ഇതിനകത്തും ദൈവം ಕೆಲವೊಂದು ಸೇವಕರನ್ನು ಅದರೊಳಗಡೆಯಿಂದ ಎಬ್ಬಿಸುತ್ತಾನೆ. ഇപ്പോൾ അവർക്ക് ബുദ്ധിമാന്ദ്യം കുറവാ. ಈಗ ಅವರಿಗೆ ಬುದ್ಧಿ ಇಲ್ಲ. ഇപ്പോൾ അവർ മാനസിക ಈಗ ಅವರು ಮಾನಸಿಕ ರೋಗಿಗಳು. ആർക്കും പറയാൻ പറ്റില്ല, ಯಾರಿಗೂ ಹೇಳಲು ಸಾಧ್ಯವಾಗುತ್ತಿಲ್ಲ. യേശുവിനെ പ്രസംഗിക്കും, ಆದರೆ ನಂತರವಾಗಿ ನೀನು ಯೇಸುವನ್ನು ಪ್ರಸಂಗಿಸುತ್ತಿ. യേശുവിനെ പ്രസംഗിക്കും, ನಂತರವಾಗಿ ನೀನು ಯೇಸುವನ್ನು ಪ್ರಸಂಗಿಸುತ್ತಿ. യേശുവിനെ പ്രസംഗിക്കും, ತಡೆ ಇಲ್ಲದೆ ನೀನು ಯೇಸುವನ್ನು ಪ್ರಸಂಗಿಸುತ್ತೀಯ. യേശുവിനെ പ്രസംഗിക്കും, ಯಾವುದೇ ರೀತಿಯ ತಡೆ ಇಲ್ಲ, ಅದಕ್ಕೆ ನೀನು ಯೇಸುವನ್ನು ಪ್ರಸಂಗಿಸುತ್ತಿ. ಸ್ಪಷ್ಟವಾಗಿದೆ. ಗೆನಸರೇತ್ ಸೀಮೆಯಲ್ಲಿ ಸೈತಾನದಿಂದ ಹಿಡಿದವನು 6,000 ದೆವ್ವಗಳು ಆತನಲ್ಲಿತ್ತು. ಒಂದು ವ್ಯಕ್ತಿಯ ಒಳಗಡೆ 6,000 ದೆವ್ವಗಳಿತ್ತು. ಬಾಲ್ಯದಿಂದಲೇ ಅದು ಇದ್ದದ್ದು. ಅವನನ್ನು ಮನೆಯವರು ಹೊರಗಡೆ ಹಾಕಿದರು. ಅವನು ಮನೆಯಲ್ಲಿ ಮಾನಸಿಕ ರೋಗಿ ಆಗಿದ್ದನು. ತಂದೆಯನ್ನು ಉಪದ್ರವಿಸುತ್ತಿದ್ದಾನೆ, ತಾಯಿಯನ್ನು ಉಪದ್ರವಿಸುತ್ತಿದ್ದಾನೆ, ಸಹೋದರಿಯನ್ನು ಉಪದ್ರವಿಸುತ್ತಿದ್ದಾನೆ. ಮನೆಯಲ್ಲಿರುವವರನ್ನು ಯಾರು ಸಾವನನ್ನು ಹತೋಟಿಯಲ್ಲಿ ಇಟ್ಟುಕೊಳ್ಳಲು ಸಾಧ್ಯವಾಗುತ್ತಿಲ್ಲ. ಮನೆಯವರೆಲ್ಲರೂ ಅವನನ್ನು ಹೊರಗೆ ಹಾಕಿದರು. ದೇಶದವರು ಅವನನ್ನು ಹೊರಗೆ ಹಾಕಿದರು. ಇವನು ಆ ಪ್ರಾಂತ್ಯವನ್ನು ಬಿಟ್ಟು ಗೆನೆಸರೆತ್ ಸೀಮೆಗೆ ಬಂದನು. ಆ ದೇಶದವರೆಲ್ಲರೂ ಅವನ ಕೈಗೆ ಒಂದು ಸಂಕಳೆ ಹಾಕಿದರು, ಕಾಲಿಗೆ ಒಂದು ಸಂಕಳೆ ಹಾಕಿದರು. ಆದರೆ ಇವನು ವಾಸ ಮಾಡುವಂತ ಸ್ಥಳ ಒಂದು ಸಮಾಧಿ ಗವಿಗಳಿರುವಂತಹ ಸ್ಥಳವಾಗಿತ್ತು. ಸಮಯ ತೀರುವುದೊಳಗಾಗಿ ಯೇಸು ಬಂದನು. ವಾಗ್ದಾನ ಸಮಯ ಇನ್ನೇನು ಆಗಬೇಕು ಅಂತ ಸಮಯದಲ್ಲಿ ಯೇಸು ಬಂದನು. ಯೇಸು ಬಂದ ಕೂಡಲೇ ಆತನ ಸೈತಾನ ಬಿಟ್ಟು ಹೋದನು. 6,000 ಸೈತಾನ ದೆವ್ವಗಳು 2,000 ಹಂದಿಗಳ ಒಳಗಡೆ ಪ್ರವೇಶಿಸಿತು. ಆ 2,000 ಹಂದಿಗಳು ಆ ಒಂದು ಸಮುದ್ರದಿಂದ ಬಿದ್ದು ಸತ್ತವು. ಇಷ್ಟು ಭೂತ ಇರುವಂತ ಆ ಒಂದು ವ್ಯಕ್ತಿ ಸಾಯಲಿಲ್ಲ. ಯಾಕೆ ಅವನು ಸಾಯಲಿಲ್ಲ? ಯೇಸುವಿನ ಅವನು ಪ್ರಸಂಗಿക്കണം. ಯೇಸುವಿನ ಕುರಿತು ಅವನು ಪ್ರಸಂಗ ಮಾಡಬೇಕು. ಲೋಕ ಸ್ಥಾಪಿಸುವುದಕ್ಕಿಂತ ಮುಂಚೆವೇ ಯೇಸುಗೋಸ್ಕರವಾಗಿ ಪ್ರತ್ಯೇಕವಾಗಿ ಇದ್ದವನು, ಯೇಸುಗಾಗಿ ಆರಿಸಲ್ಪಟ್ಟವನು, ಯೇಸುಗಾಗಿ ಆರಿಸಲ್ಪಟ್ಟವನು. ಆದರೆ ಅವನನ್ನು ಬಂಧಿಸಿ ಇಟ್ಟಿದರು. ಅವನನ್ನು ಮನೆಯವರು ಹೊರಗೆ ಹಾಕಿದರು, ಊರಿನವರು ಹೊರಗೆ ಹಾಕಿದರು.
മിണ്ടത്തില്ല, ಯಾರು ಸಹ ಅವನ ಹತ್ರ ಮಾತನಾಡುತ್ತಿರಲಿಲ್ಲ. രാത്രി അതുപോലുള്ള വ്യക്തികളെ തിരിപ്പുണ്ടെങ്കിൽ ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ಅಂತ ವ್ಯಕ್ತಿಗಳು ಇಲ್ಲಿ ಇರುವುದಾದರೆ പരിശുദ്ധാത്മാവ് നിന്നോട് പ്രവചിക്കുന്നു. ಪರಿಶುದ್ಧಾತ್ಮನಿಗೆ ಪ್ರವಾದಿಸುವುದೇನೆಂದರೆ പ്രാർത്ഥന, ಈ ಪ್ರಾರ್ಥನೆ, നീ ദൈവത്തെ പ്രസംഗിക്കും, ನೀನು ದೇವರನ್ನು ಪ್ರಸಂಗಿಸುತ್ತಿ, നീ യേശുവിനെ പ്രസംഗിക്കും. ನೀ ಯೇಸುವನ್ನು ಪ್ರಸಂಗಿಸುತ್ತಿ. സമയമെടുത്തിട്ടുണ്ട്. ಸಮಯ ಹತ್ತಿರವಿದೆ. ഇന്ന് രാത്രി നിന്റെ ഉള്ളിലെ ദുരാത്മാവിനെ, ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ನಿನ್ನ ಒಳಗಡೆ ಇರುವಂತಹ ದುರಾತ್ಮನನ್ನು, മാനസിക രോഗത്തെ ಮಾನಸಿಕ ರೋಗಿಯನ್ನು യേശു ഇന്ന് രാത്രി പുറത്താക്കുന്നു. ಮಾನಸಿಕ ರೋಗವನ್ನು ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ದೇವರು ಹೊರಗೆ ಹಾಕುತ್ತಾನೆ. 2017 2017 യേശുവിനെ പ്രസംഗിക്കും. ನೀನು ಯೇಸುವನ್ನು ಪ್ರಸಂಗಿಸಿ. വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ನಮ್ಮವರ ಕರಗಳನ್ನು ಮೇಲೆ ಮಾಡಿ ಒಂದು ಒಳ್ಳೆ ಸ್ತೋತ್ರ ಹೇಳೋಣ. ചെയ്യണം. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ಒಳ್ಳೆ ಸ್ತೋತ್ರ ಹೇಳೋಣ. ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ ഒരിടത്ത് യോഗത്തിന് പോയപ്പോ, ನಾನು ಒಂದು ಸಾರಿ ಸೇವೆಗಾಗಿ ಹೋದಾಗ ആ വീട്ടിൽ എല്ലാവരും യോഗത്തിലുണ്ട്. ಅವರ ಮನೆಯಲ್ಲಿರುವವರೆಲ್ಲರೂ ರೋಗಿಗಳಾಗಿದ್ದರು. സഭയുടെ പ്രാർത്ഥന വീട്ടിൽ നടക്കുകയാണ്. ಸಭೆಯ ಪ್ರಾರ್ಥನೆ ಅವರ ಮನೆಯಲ್ಲಿ ನಡೆಯುತ್ತಾ ಇದೆ. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ಆಗ ಪರಿಶುದ್ಧಾತ್ಮ ನನಗೆ ಹೇಳಿದ್ದೇನೆಂದರೆ, ഈ വീട്ടിനകത്ത് ഒരാളുടെ പ്രാർത്ഥനയ്ക്ക് വരാനുണ്ടെന്ന് പറഞ്ഞു. ಈ ಮನೆಯಲ್ಲಿ ഈ വീട്ടിൽ നിന്ന് ഒരാളുടെ പ്രാർത്ഥനയ്ക്കുണ്ടെന്ന് പറഞ്ഞു. ಈ ಮನೆಯಲ್ಲಿ ಇದ್ದ ಒಬ್ಬರು ಈ ಪ್ರಾರ್ಥನೆಗೆ ಬರಬೇಕಾಗಿದೆ. ഞാൻ ആ വീട്ടുകാരോട് ചോദിച്ചു, ನಾನು ಅವರ ಮನೆಯಲ್ಲಿ ಕೇಳಿದೆ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും പ്രാർത്ഥനയ്ക്ക് വരാനുണ്ടോ? ನಿಮ್ಮ ಮನೆಯಲ್ಲಿ ಯಾರಾದರೂ ನಿಮ್ಮ ಮನೆಯವರು ಪ್ರಾರ್ಥನೆಗೆ ಬರ್ಲಿಕ್ಕೆ ಇದ್ದಾರಾ ಅಂತ ಹೇಳಿ. ഇല്ല പക്ഷെ ആരും വരാനില്ലെന്ന് പറഞ്ഞു. ಇಲ್ಲ 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 ಪಾಸ್ಟರ್, ಇಲ್ಲ. ഞാൻ ദൈവാത്മാവിനോട് ഉണ്ട് ഒരാളുണ്ടെന്ന് പറഞ്ഞു. ಆಗ ದೇವರಾತ್ಮ ನನಗೆ ಹೇಳಿದರು, ಇಲ್ಲ ಇಲ್ಲ ಇಲ್ಲ, ಒಂದು ವ್ಯಕ್ತಿ ಬರ್ಲಿಕ್ಕಿದ್ದಾರೆ. ഞാൻ ചോദിച്ചു, അദ്ദേഹം വിദേശത്താണോ വരാനുള്ള ആള്? ನಾನು ಕೇಳಿದೆ, ಆ ವ್ಯಕ್ತಿ ವಿದೇಶದಿಂದ ಬರ್ಬೇಕಾ? ഇല്ല, ഞങ്ങളുടെ വീട്ടിൽ ആരും വിദേശത്തില്ല. ಇಲ್ಲ ಇಲ್ಲ, ನನ್ನ ಮನೆಯಲ್ಲಿ ಯಾರು ಸಹ ವಿದೇಶದಲ್ಲಿಲ್ಲ. നീ എവിടെയും യാത്ര പോയോ? ಇಲ್ಲ, ಎಲ್ಲಿಯಾದ್ರೂ ಪ್ರಯಾಣ ಬೆಳೆಸಿದಾನ? ഇല്ല, പക്ഷെ ആരുമില്ലെന്ന് പറഞ്ഞു. ಇಲ್ಲ ಇಲ್ಲ, ಯಾರು ಇಲ್ಲ. ഞാൻ പ്രസംഗം നിർത്തി. ನಾ ಪ್ರಸಂಗವನ್ನು ನಿಲ್ಲಿಸಿದೆ. എന്നോട് ദൈവാത്മ പറയുന്നു. ನನ್ನ ಜೊತೆಯಲ್ಲಿ ದೇವರಾತ್ಮನ ಸ್ಪಷ್ಟವಾಗಿ ಮಾತನಾಡುತ್ತಿದ್ದಾನೆ. വീട്ടുകാർ വിഷമിച്ചു. ಆ ಮನೆಯವರೆಲ್ಲ ಬೇಸರಗೊಂಡರು. ആകപ്പാടെ സങ്കടപ്പെട്ടു. ಅವರು ಬಹಳ ಸಂಕಟಕ್ಕೆ ಒಳಗಾದರು. എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഒരാളുണ്ട്. ಆಗ ಅವರು ಹೇಳಿದ್ರು, ಪಾಸ್ಟರ್ ಒಂದು ವ್ಯಕ್ತಿ ಇದ್ದಾರೆ, ഒരാളുണ്ട്. ಒಂದು ವ್ಯಕ್ತಿ ಇದ್ದಾರೆ. പക്ഷേ അദ്ദേഹം വർഷങ്ങളായിട്ട് ಅವರು ಎಷ್ಟೋ ವರ್ಷಗಳಿಂದ ഞങ്ങളുടെ മുറിക്കകത്ത് പൂട്ടിയിട്ടിരിക്കുക. ನಾವು ಒಂದು ಕೋಣೆಯಲ್ಲಿ ಅವರನ್ನು ಬೀಗ ಹಾಕಿಟ್ಟಿದ್ದೇವೆ. മാനസിക രോഗമോ? ಅವನಿಗೆ ಮಾನಸಿಕ ರೋಗ. ഞങ്ങൾക്ക് പറയാൻ നാണം കേടാ. ನಮಗೆ ಹೇಳುವುದಕ್ಕೆ ನಾಚಿಕೆಗೀಡಾಗುತ್ತದೆ. ನಮಗೆ ಹೇಳುವುದಕ್ಕೆ ನಾಚಿಕೆ ಆಗುತ್ತದೆ. ഞാൻ പറഞ്ഞു, എന്നെ ഒന്ന് കാണിക്കാമോ? ಆಗ ನಾನು ಹೇಳಿದೆ, ನನಗೆ ಒಂದು ಸಾರಿ ತೋರಿಸಿರಿ. പാസ്റ്റർ, യോഗം കഴിയട്ടെ. ಅಯ್ಯೋ ಬೇಡ ಪಾಸ್ಟ್ರೆ, യോഗം കഴിയട്ടെ എന്ന് പറഞ്ഞു. ಮೀಟಿಂಗ್ ಪೂರ್ತಿ ಆಗಲಿ ಪಾಸ್ಟ್ರೆ, അവിടെ പ്രാർത്ഥിക്കണം പറഞ്ഞു. ನಂತರವಾಗಿ ನಾವು ಪ್ರಾರ್ಥಿಸಲು. ഇപ്പൊ കാണണമെന്ന് പറഞ്ഞു. ദൈവാത്മാവെന്നെ ഇപ്പൊ കാണിക്കണം. ದೇವರಾತ್ಮನ ಹೇಳಿದ್ರು, ಈಗ ಹೋಗಿ ನೋಡು ಅಂತ ಹೇಳಿ. എനിക്ക് ഇപ്പൊ കാണണമെന്ന് പറഞ്ഞു. ಈಗ ಹೋಗಿ ನೋಡು ಅಂತ ಹೇಳಿದರು. യോഗം അവിടെ വെച്ച് നിർത്തി. ನಾನು ಕೂಟವನ್ನು ಅಲ್ಲೇ ನಿಲ್ಲಿಸಿದೆ. സഭാ പാസ്റ്ററെ വിളിച്ചു. ಆ ಸಭೆಯ ಪಾಸ್ಟರ್ನ್ನು ಕರೆದೆ. ആ വീട്ടുകാരുമായിട്ട് ആ മുറിക്കകത്തോട്ട് പോയി. ಆ ಒಂದು ಮನೆಯವರೊಂದಿಗೆ ಆ ರೂಮಿನ ಒಳಗೆ ಪ್ರವೇಶಿಸಿದೆ. ഞാൻ നോക്കിയപ്പോൾ ನಾನು ಹೋದಾಗ വസ്ത്രമൊന്നുമില്ല. ವಸ್ತ್ರ ಏನಿಲ್ಲ, പ്രാകൃതമായി മുടി കിടക്കുന്നു. ಹುಚ್ಚನಾಗೆ ಇದ್ದಾರೆ. ഭക്ഷണം കഴിച്ചതിന്റെ അവശിഷ്ടം അവിടെ കിടക്കുന്നു. ಊಟ ಮಾಡ್ಲಿಲ್ಲ, ಎಲ್ಲ ವೇಸ್ಟ್ ಆಗಿ ಅಲ್ಲೇ ಇದೆ. ಎಲ್ಲ ಒಂದು ದುರ್ವಾಸನೆ, സ്മെൽ അടിക്കുന്നു. ವಾಸನೆ ಬರ್ತಾ ಇದೆ. ഞാൻ ചോദിച്ചത് എന്നാ പറ്റിയതാ? ನಾನ್ ಕೇಳಿದೆ, ಏನಾಗಿದೆ? അയ്യോ ಪಾಸ್ಟರ್, പാസ്റ്റേ, ഇറക്കി വിട്ടാൽ പ്രശ്നം ഉണ്ടാക്കും. ಇವನನ್ನು ಕಳಿಸಿದ್ರೆ ಜಗಳ ಮಾಡ್ತಾನೆ. ഞാൻ ചോദിച്ചു, ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. ನಾನು ಹೇಳಿದೆ, ನಾನು ಇಲ್ಲೇ ನಿಂತ್ಕೊಂಡು ಪ್ರಾರ್ಥಿಸ್ಲಾ? ഞാൻ ಆ ಮುರಿക്ക് പുറത്തു നിന്ന് ನಾನು ಅಲ್ಲಿ ಹೊರಗಡೆ ನಿಂತ್ಕೊಂಡು ಪ್ರಾರ್ಥಿಸಿದೆ. ಕೈಗೋರ್ತು ಪ್ರಾರ್ಥಿಸು. ನಾವಿಬ್ಬರು ಸಹ ಕೈ ಹಿಡಿದು ಪ್ರಾರ್ಥಿಸಿದೆವು. ದೇವರೇ, ಇವರನ್ನು ಸೌಖ್ಯಪಡಿಸು. ಈ ಮುರಿಕಾದ ವಾಸನ ಅವಸಾನಿಸು. ಕರ್ತನೆ, ಈ ರೂಮಿನಲ್ಲಿ ವಾಸನೆಯಿಂದ ಇದೆ ಸ್ವಾಮಿ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಹೊರತು ಬರಟೆಂದು പറഞ്ഞു. ಕರ್ತನೆ, ದುರಾತ್ಮ ಬಿಟ್ಟು ಮಾರಟೆಂದು പറഞ്ഞു. ವರ್ಷಗಳಿಂದ ಇವನನ್ನು ಬಾಧಿಸುತ್ತಿರುವಂತಹ ಎಲ್ಲಾ ದುರಾತ್ಮಗಳು ಇವನನ್ನು ಬಿಟ್ಟೋಗಲಿ ಅಂತ ಹೇಳಿದೆ. കേട്ടപ്പോൾ മുറിക്കകത്തുനിന്ന് ഒരു അലർച്ച, മുറിക്കകത്തുനിന്ന് ഒരു ശബ്ദം. ನಾನು ಕೇಳಿದ ಕೂಡಲೇ ಒಳಗಡೆಯಿಂದ ಒಂದು ಶಬ್ದ, മുറിക്കകത്തുനിന്ന് ഒരു വലിയ ശബ്ദം, ಒಳಗಡೆಯಿಂದ ಒಂದು ಶಬ್ದ ಉಂಟಾಗುತ್ತಿದೆ. എന്തെന്ന് ശ്രദ്ധിച്ചപ്പോൾ, ಏನು ಅಂತೇಳಿ ಗಮನಿಸಿದಾಗ, ಈ ಮನುಷ್ಯನവിടെ വീണ് കിടക്കുന്നു. ಈ ಮನುಷ್ಯನ ಅಲ್ಲಿ ಬಿದ್ದು ಒದ್ದಾಡುತ್ತಿದ್ದಾನೆ. വീണ് കിടക്കുന്നു. ಅವನು ಬಿದ್ದಿದ್ದಾನೆ. ഞാൻ പറഞ്ഞു, മുറി തുറക്ക. ನಾನು ಅವರಿಗೆ ಹೇಳಿದೆ, ಲಾಕ್ ತೆಗೀರಿ. ഞാൻ ചോദിച്ചു, അച്ഛാ എഴുന്നേക്കാൻ പറഞ്ഞു. പിതാവ് എഴുന്നേക്കാൻ. ತಂದೆಯವರೇ ಎದ್ದೇಳಿ.
പിതാവ് എഴുന്നേക്കാൻ പറഞ്ഞു. ತಂದೆಯವರೇ ಎದ್ದೇಳಿ ಅಂತ ಹೇಳಿದೆ. ആ മനുഷ്യൻ നോർമലായിട്ട് എഴുന്നേറ്റു. ಆ ಮನುಷ್ಯನು ಒಳ್ಳೆ ವ್ಯಕ್ತಿಯಾಗಿ ಎದ್ದರು. ഞാൻ കരം വെച്ചില്ല, ನಾನು ಅವರ ಮೇಲೆ ಕರಗಳನ್ನು ಇಡ್ಲಿಲ್ಲ, പ്രാർത്ഥിച്ചത്. ನಾನು ಹೊರಗಡೆ ನಿಂತು ಪ್ರಾರ್ಥಿಸಿದೆ. യേശു സമയമെടുത്തു. ಯೇಸು ಸಮಯ ಬಂದಿತು, യേശുവിന്റെ സമയമായി. ಯೇಸುವಿನ ಸಮಯವಾಯಿತು. ഞാൻ പ്രാർത്ഥിച്ചിട്ടല്ല, ನಾ ಪ್ರಾರ್ಥಿಸಿ ಅಲ್ಲ, ദൈവത്തിന്റെ സമയമായി. ದೇವರ ಸಮಯವಾಗಿತ್ತು. അവനെ പുറത്തു കൊണ്ടുവന്നു. ಅವನನ್ನು ಹೊರಗೆ ಕರೆದುಕೊಂಡು ಬಂದರು. അങ്ങനെ കുളിച്ച് പ്രാർത്ഥനയ്ക്ക് ഇരുന്നു. ಅವರಿಗೆ ಒಳ್ಳೆ ಸ್ನಾನ ಎಲ್ಲ ಕೊಟ್ಟು ಅವರಿಗೆ ಪ್ರಾರ್ಥನೆಗೆ ಕರೆದುಕೊಂಡು ಬಂದರು. യോഗം പിന്നെയും തുടങ്ങി. 1 ಗಂಟೆ ಆದ ನಂತರವಾಗಿ ಪುನಃ ಕೂಟ ಪ್ರಾರಂಭವಾಯಿತು. ഈ പിതാവ് സംസാരിക്കാൻ തുടങ്ങി. ಆ ತಂದೆಯವರು ತಂದೆಯವರು ಅವರು ಮಾತನಾಡಲಿಕ್ಕೆ ಪ್ರಾರಂಭಿಸಿದರು. ദേശത്ത് മുഴുവൻ ട്രാക്ട് കൊടുത്ത് നടക്കുകയാണ്. ಇವತ್ತು ದೇಶ ಇಡೀ ಟ್ರ್ಯಾಕ್ಸ್ ಗಳನ್ನು ಕೊಟ್ಟು ಅವರು ಸೇವ್ ಮಾಡ್ತಾರೆ. ಸಮಯ ಬಂದಿದೆ, ಸಮಯ ಬಂದಿದೆ. ನಿಮ್ಮಲ್ಲಿ ಕೆಲವೊಬ್ಬರನ್ನು ದೇವರು ಹೊರಗೆ ತರುವವನಾಗಿರುತ್ತಾನೆ. ನಿಮ್ಮಲ್ಲಿ ಕೆಲವೊಬ್ಬರನ್ನು ದೇವರು ಹೊರಗೆ ತರುವವನಾಗಿರುತ್ತಾನೆ. ಸಮಯ ಹತ್ತಿರ ಬಂದಿದೆ. ನಂಬುವವರು ಕರಗಳನ್ನು ಮೇಲೆ ಮಾಡಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಸಲ್ಲಿಸೋಣ. ನಂಬುವವರು ಕರಗಳನ್ನು ಮೇಲೆ ಮಾಡಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಸಲ್ಲಿಸೋಣ. ನಂಬುವವರು ಕರಗಳನ್ನು ಮೇಲೆ ಮಾಡಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಸಲ್ಲಿಸೋಣ. ಹಲ್ಲೆಲೂಯಾ. ಭೂತಗ್ರಸ್ತನ್ ಸೌಖ್ಯമായി. ಆ ಭೂತಗ್ರಸ್ತನು ದೆವ್ವ ಪೀಡಿತನು ಸೌಖ್ಯ ಹೊಂದಿದನು. ದೆಕಪೋಲಿ ಎಂಬ ಪಟ್ಟಣಕ್ಕೆ ಹೋದನು. ಅವನು ಸುವಾರ್ತೆ ಹೇಳಿದನು. ಆ ನಾಟಿಲ್ ಇವನ್ ಪತ್ತಿല്ലെന്ന് പറഞ്ഞ ಅವನು ಆ ಊರಿನಲ್ಲಿ ಇವರಿಗೆ ಏನು ಯೋಗ್ಯತೆ ಇಲ್ಲ ಅಂತ ಹೇಳಿ വീട്ടുകാർ വേണ്ടെന്ന് പറഞ്ഞ ಮನೆಯವರೆಲ್ಲರೂ ಬೇಡ ಅಂತ ಹೇಳಿ ತಳ್ಳಿ ಹಾಕಿದರು. നാട്ടുകാർ വേണ്ടെന്ന് പറഞ്ഞ ಊರಿನವರೆಲ್ಲ ಬೇಡ ಅಂತ ಹೇಳಿ ತಳ್ಳಿ ಹಾಕಿದರು. പുറത്താക്കി. ಸಮೂಹದವರೆಲ್ಲರೂ ಅವನನ್ನು ಹೊರಗಡೆ ಹಾಕಿದರು. ಅದೇ ನಾട്ടിൽ പോയി യേശുവിനെ പ്രസംഗിച്ചു. ಆದರೆ ಅದೇ ಊರಿಗೆ ಹೋಗಿ ಅವನು ಪ್ರಸಂಗ ಮಾಡಿದನು. ഇന്ന് രാത്രി ഇതിൽ ചിലരെ ദൈവത്തിന് ഉപയോഗിക്കാറുണ്ട്. ಇವತ್ತು ರಾತ್ರಿ ಇಲ್ಲಿ ಇರುವ ಕೆಲವೊಬ್ಬರನ್ನು ದೇವರು ಆರಿಸಿ ಉಪಯೋಗಿಸುತ್ತಾನೆ. ನಿನ್ನ വീട്ടുകാർക്ക് വേണ്ടാത്ത, ನೀನು ನಿನ್ನ ಮನೆಯವರಿಗೆ ಬೇಡವಾಗಿರಬಹುದು, നാട്ടുകാർക്ക് വേണ്ടാത്ത, ಊರಿನವರಿಗೆ ಬೇಡವಾಗಿರಬಹುದು, കുടുംബക്കാർക്ക് വേണ്ടാത്ത, ಕುಟುಂಬದವರಿಗೆ ಬೇಡವಾಗಿರಬಹುದು. യേശുവിന് വേണോ? ಆದರೆ ನೀನು ಯೇಸುವಿಗೆ ಬೇಕು, ನೀನು ಯೇಸುವಿಗೆ ಬೇಕು, യേശുവിന് നിന്നെ വേണം. ನೀನು ಯೇಸುವಿಗೆ ಬೇಕು. യേശു നിന്നെ സൗഖ്യമാക്കും. ಯೇಸು ನಿನ್ನನ್ನು ಸೌಖ್ಯಪಡಿಸುತ್ತಾನೆ. എഴുതിയിരിക്കുന്നു, അവരെ വാഗ്ദത്ത സമയമെടുത്തപ്പോൾ പീഡിപ്പിച്ചു. ಅವರಿಗೆ ವಾಗ್ದಾನ ಹತ್ತಿರವಾಗಿದೆ ಎಂದು ಗೊತ್ತಾದ ನಂತರವಾಗಿ ಅವರನ್ನು പീഡിപ്പിച്ചു. ಅವರಿಗೆ ಪೀಡನೆ ಕೊಟ್ಟರು. ഒന്നാമത്തെ പീഡനം, ಒಂದನೇ ಪೀಡನೆ ശരീരത്തിനകത്ത്, ಶರೀರದಲ್ಲಿ. രണ്ടാമത്തെ പീഡനം, ಎರಡನೇ ಪೀಡನೆ 15ാമത്തെ വാക്യം, 15ನೇ ವಚನ, 1:15 ಅದೂടെ വായിച്ച് നമുക്ക് നിർത്താം. 15ನೇ ವಚನ. ಇದಲ್ಲದೆ ಐಗುಪ್ತ ದೇಶದ ಅರಸನು ಶಿಪ್ರಪೂಗ ಎಂಬ ಇಬ್ರಿಯ ಸೂಲಗಿತ್ಯರ ಸಂಗಡ ಮಾತಾಡಿ ಅವರಿಗೆ, ನೀವು ಇಬ್ರಿಯ ಹೆಂಗಸರಿಗೆ ಹೆರಿಗೆ ಮಾಡಿಸುವಾಗ ಅವರು ಇರುವಾಗ ಗಂಡು ಮಗುವಾಗಿದ್ದರೆ ಕೊಲ್ಲಬೇಕು. ഒന്നാമത്തെ പീഡനം ശരീരത്തിനകത്ത്, ಒಂದನೇ ಪೀಡನೆ ಶರೀರದಲ್ಲಿ. ಇಸ್ರಾಯೇಲ್ ಜನರು ಅದನ್ನು ಜಯಿಸಿದರು. രണ്ടാമത്തെ തന്ത്രം, ಎರಡನೇ ತಂತ್ರ സഭയ്ക്കകത്തോട്ട് പീഡിപ്പിക്കുന്നു. ಸಭೆಯ ಒಳಗಡೆ ಪೀಡನೆ. ಶಿಪ್ರಪೂಗ ಎಂಬ ಇಬ್ರಿಯ ಸೂಲಗಿತ್ತಿಯರು, ಇಬ್ಬರು ಸೂಲಗಿತ್ತಿಯರನ್ನು ಇಸ್ರಾಯೇಲರ ಮಧ್ಯದಲ್ಲಿ ಕಳಿಸುತ್ತಿದ್ದಾರೆ. ಇಬ್ರಿಯರನ್ನು ಕರೆದು ಇಬ್ರಿಯರ ಹೆಂಗಸರ ಬಳಿಗೆ ಕಳಿಸುತ್ತಿದ್ದಾನೆ. ದೇವರ ಮಕ್ಕಳನ್ನು ತೆಗೆದು ದೇವರ ಮಕ್ಕಳ ಮಧ್ಯದಲ್ಲಿ ಕಳಿಸುವಂತದ್ದು. ನಾನು ಹೇಳ್ತಾ ಇರೋದು ನಿಮ್ಗೆ ಅರ್ಥ ಆಗ್ತಾ ಇದೆಯಾ? ವಾಗ್ದಾನವು ನೆರವೇರುವಂತ ಸಮಯ ಬಂದಾಗ ಹೊರಗಡೆ ಇರುವಂತ ಜನರಿಂದ ಆ ಪೀಡನೆ ಬರುವುದಕ್ಕೆ ಪ್ರಾರಂಭಿಸಿತು. ಹೌದು, ಮೊದಲು ಹೊರಗಡೆಯಿಂದ ಪೀಡನೆ, ಎರಡನೇ ಪೀಡನೆ ಒಳಗಡೆ. ಗೊತ್ತಾಗ್ತಾ ಇದೆಯಾ? ನಮ್ಮ ಒಳಗಡೆ ಇರುವಂತ ಜನರನ್ನೇ ತೆಗೆದು ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಕಳಿಸುವಂತದ್ದು, ನಮ್ಮ ಒಳಗಡೆ ಒಂದು ಜಗಳ ಉಂಟು ಮಾಡುವಂತದ್ದು. ಈ ಬೆಳಗಿನ ವೇಳೆ, ಈ ಸಂಜೆ ವೇಳೆಯಲ್ಲಿ ಸಭೆ ಒಳಗಡೆ ಕಲಹವನ್ನು ಉಂಟು ಮಾಡುವವರು ಯಾರು? ಹೊರಗಡೆಯಿಂದ ಬರುವವರಲ್ಲ, ನಮ್ಮ ಒಳಗಡೆ ಇರುವವರೇ. ನಿಮಗೆ ಸಮಸ್ಯೆ ತಂದು ಹಾಕಿರುವವರು ಯಾರು? ನಿಮ್ಮ ಒಳಗಡೆ ಆಚೆ ಈಚೆವೆ ಸಹೋದರ ಸಹೋದರಿಯರು. ನಮ್ಮ ಕುಟುಂಬದ ಸಮಸ್ಯೆಗಳನ್ನು ಉಂಟು ಮಾಡುವುದು ಯಾರು? ಗಂಡ ಹೆಂಡತಿ ಮಕ್ಕಳು.
സഭയിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആരാ? ಸಭೆಯ ಒಳಗಡೆ ಒಂದು ಸಮಸ್ಯೆಯನ್ನು ಉಂಟು ಮಾಡುವವರು ಯಾರು? നമ്മൾ തന്നെ. ನಾವೇ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ಆದುದರಿಂದ ಪೌಲನು ಈ ಪ್ರಕಾರವಾಗಿ ಹೇಳಿದನು, ഒടുവിൽ കർത്താവിനും ಒಬ್ಬನು ಕ್ರಿಸ್ತನಲ್ಲಿ അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുക. ഒടുവിൽ കർത്താവിനും അവന്റെ അമിതബലത്തിലും. എഫെസ് ലേഖനം 6:10. ലാസ്റ്റ് കർത്താവിനും അവന്റെ അമിതബലത്തിലും. ಕಡೆ ಮಾತೇನೆಂದರೆ, ನನ್ನ ಸಹೋದರರ ಕರ್ತನಲ್ಲಿ ಆತನ ಅತ್ಯಧಿಕವಾದಂತಹ ಶಕ್ತಿಯನ್ನು ಹೊಂದಿಕೊಂಡು ಬಲಗೊಳ್ಳಿರಿ. ഒടുവിൽ കർത്താവിനും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുക. ಆತನಲ್ಲಿಯೂ ಆತನ ಅತ್ಯಧಿಕವಾದಂತಹ ಶಕ್ತಿಯಲ್ಲಿ ಆಶ್ರಯಿಸಿಕೊಳ್ಳಬೇಕು. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? ಏನು ಅದು ಹೇಳುವಂತ ಕಾರ್ಯ? എന്താ അങ്ങനെ പറയാനുള്ള കാരണം? ಏನು ಆ ರೀತಿಯಲ್ಲಿ ಹೇಳುವಂತಕ್ಕೆ ಒಂದು ಕಾರಣ? ലാസ്റ്റ് ഒടുവിൽ കർത്താവിനും. ಕಡೆಯದಾಗಿ ನನ್ನ ಸಹೋದರರೇ, ಫಸ್ಟ್ ಅಲ್ಲ, ಮೊದಲನೇದಾಗಿ ಅಲ್ಲ, കർത്താവിനും അവന്റെ അമിതബലത്തിലും ಅಲ್ಲ, ನಂತರವಾಗಿ ಅಲ್ಲ, ഒടുവിൽ ಕಡೆ ಮಾತೇನೆಂದರೆ, ಕಡೆ ಮಾತೇನೆಂದರೆ, അങ്ങനെ പറയണമെങ്കിൽ ಹಾಗೆ ಹೇಳುವುದೇನೆಂದರೆ, മുകളിൽ പറഞ്ഞിരിക്കുന്ന സകല കാര്യവും നിവർത്തിച്ചിട്ട് ಮೊದಲು ಆ ಹೇಳಿದಂತ ಎಲ್ಲಾ ಕಾರ್ಯಗಳು ನೆರವೇರಿ. ಎಫೆಸ ಲೇಖನ 5:22 പറയുന്നു, ಎಫೆಸದವರಿಗೆ ಬರೆದ ಪತ್ರಿಕೆ 5:22 ಈ ರೀತಿಯಲ್ಲಿ ಉಂಟು, ഭാര്യ ഭർത്താവിന് കീഴടങ്ങുക. ಗಂಡ ಹೆಂಡತಿಯರು ഭാര്യ ഭർത്താവിന് കീഴടങ്ങുക. ಹೆಂಡತಿ ಗಂಡನಿಗೆ ವಿಧೇಯನಾಗಬೇಕು. ಮೊದಲಿൽ ചെയ്യേണ്ട കാര്യം, ಮೊದಲು ಇಲ್ಲಿ ಮಾಡಬೇಕಾದಂತ ಕಾರ್ಯ, ഭാര്യ ഭർത്താവിന് കീഴടങ്ങുക. ಹೆಂಡತಿ ಆದವಳು ಗಂಡನಿಗೆ ವಿಧೇಯಳಾಗಬೇಕು. ಸೆಕೆಂಡ್, ಎರಡನೇದಾಗಿ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുക. ಗಂಡನು ಹೆಂಡತಿಯನ್ನು ಪ್ರೀತಿಸಬೇಕು. ಈ വീട്ടിനകത്ത് പ്രശ്നമുണ്ടോ? ಈ ಮನೆಯಲ್ಲಿ ಸಮಸ್ಯೆ ಇದ್ದರೆ? ಇಲ್ಲ. ಭಾರ್ಯ ಭರ್ತಾವ್ ತಮ್ಮ ವರ್ಷം ಗಂಡ ಹೆಂಡತಿಯಲ್ಲಿ ಏನ್ ಸಮಸ್ಯೆ? ഭാര്യ ഭർത്താവിന് കീഴടങ്ങുക. ഭാര്യ ഭർത്താവിന് കീഴടങ്ങുക. ഗണ്ണൻ ഭാര്യ, ಹೆಂಡತಿ ವೈಫ್, ಹೆಂಡತಿ ಹಸ್ಬೆಂಡಿന് കീഴടങ്ങുക. ಗಂಡನ ಅಧೀನದಲ್ಲಿರಬೇಕು. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുക. ಗಂಡನು ಹೆಂಡತಿಯನ್ನು ಪ್ರೀತಿಸಬೇಕು. ഇവിടെ പ്രശ്നമില്ല, ಇಲ್ಲಿ ಏನು ಸಮಸ್ಯೆ ಇಲ್ಲ. മൂന്നാമത്, ಮೂರನೇದಾಗಿ ಮಕ್ಕಳೇ ಅಮ್ಮೆಯಪ್ಪನ್ಮಾരെ ಬಹುಮಾನಿക്കുക. ಮಕ್ಕಳು ತಂದೆ ತಾಯಿಗಳಿಗೆ ಗೌರವಿಸಬೇಕು. ಮಕ್ಕಳ ಅಮ್ಮೆಯಪ್ಪನ್ಮಾರೆ ಬಹುಮಾನಿക്കുക. ಮಕ್ಕಳು ತಂದೆ ತಾಯಿಗಳನ್ನು ಗೌರವಿಸಬೇಕು. ಮಕ್ಕಳ ಅಮ್ಮೆಯಪ್ಪನ್ಮಾರೆ ಅನುಸರಿക്കുക. ತಂದೆ ತಾಯಿಗಳಿಗೆ ಮಕ್ಕಳು ವಿಧೇಯರಾಗಬೇಕು. ಈ വീട്ടിൽ ಪ್ರಶ್ನೆ ಇಲ್ಲ, ಈ ಮನೆಯಲ್ಲಿ ಸಮಸ್ಯೆ ಇಲ್ಲ. ಶ್ರದ್ಧೆಯಿಂದ ಕೇಳಿರಿ. ಎಲ್ಲಾ ಮಕ್ಕಳು ಅವರ ಮಾತಾಪಿತಾಕ್കളെ ബഹുമാനിക്കുക. ಅವರ ತಂದೆ ತಾಯಿಗಳನ್ನು ಗೌರವಿಸಬೇಕು. നിങ്ങളെ നടത്തുന്നവരെ ബഹുമാനിക്കുക. ನಿಮ್ಮನ್ನು ನಡೆಸುವವರನ್ನು ಗೌರವಿಸಬೇಕು. ವಾಗ್ದತ್ತ ಕಾಲವೆಡುക്കുമ്പോൾ, ಆದರೆ ವಾಗ್ದಾನ ಸಮಯ ಬರುವಾಗ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക്, ಗಂಡ ಹೆಂಡತಿಯ ಮಧ್ಯೆ ಸಮಸ್ಯೆ, മക്കൾ അമ്മയപ്പന്മാരെ അനുസരിക്കാതിരിക്കുക, ಮಕ್ಕಳು ತಂದೆ ತಾಯಿಗಳನ್ನು ಅನುಸರಿಸುವುದಿಲ್ಲ. ഈ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്. ಈ ಮನೆಯಲ್ಲಿ ಬಹಳ ಸಮಸ್ಯೆ. അവസാനം പറയുന്നു, പിതാക്കന്മാരെ മക്കളെ കോപിക്കരുത്. ಕಡೆಯದಾಗಿ ಹೇಳುವುದೇನೆಂದರೆ, ತಂದೆಗಳೇ ನಿಮ್ಮ ಮಕ್ಕಳನ್ನು ಕೆಣಕಿಸಬಾರದು. ಕುಟುಂಬത്തിನകത്ത് ഓരോരുത്തരുടെ കടമകൾ നിറവേറ്റുക. ಕುಟುಂಬದಲ್ಲಿ ಪ್ರತಿಯೊಬ್ಬರಿಗೂ ಅವರವರದೇ ಆದ ಜವಾಬ್ದಾರಿಗಳು ಉಂಟು. ഭാര്യയുടെ കടമ, ಹೆಂಡತಿಗೆ ಹೆಂಡತಿಯ ಜವಾಬ್ದಾರಿ, ഭർത്താവിന്റെ കടമ, ಗಂಡನಿಗೆ ಗಂಡನ ಜವಾಬ್ದಾರಿ, മക്കൾക്ക് മക്കളുടെ കടമ, ಮಕ್ಕಳಿಗೆ ಮಕ್ಕಳ ಜವಾಬ್ದಾರಿ, പിതാക്കന്മാരുടെ കടമ, ತಂದೆಗಳಿಗೆ ಅವರದೇ ಆದಂತ ಜವಾಬ್ದಾರಿ. ഇങ്ങനെ നിറവേറ്റിയ ശത്രു നമ്മുടെ കുടുംബത്തിൽ കയറില്ല. ಈ ರೀತಿಯಲ್ಲಿ ಇರುವುದಾದರೆ ಶತ್ರುವಾದವನು ನಮ್ಮ ಕುಟುಂಬದಲ್ಲಿ ಪ್ರವೇಶಿಸುವುದಿಲ್ಲ. ശത്രു നമ്മുടെ സഭയ്ക്ക്, ಶತ್ರುವಾದವನು ನಮ್ಮ ಸಭೆಯೊಳಗೆ ಪ್ರವೇಶಿಸುವುದಿಲ್ಲ. സമയമെടുക്കുമ്പോൾ, ವಾಗ್ದಾನ ಸಮಯ ಬಂದಾಗ നമ്മളെ തമ്മിൽ ഭിന്നിപ്പിക്കും. ನಮ್ಮ ಮಧ್ಯದಲ್ಲಿಯೇ ಸಮಸ್ಯೆ. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ജയമുണ്ട്. ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಜಯ ಉಂಟು. ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಸಮಸ್ಯೆ ಹಾಕುವಂತಹ, ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಜಗಳವನ್ನು ಹಾಕುವಂತಹ, ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಜಗಳವನ್ನು ಹುಟ್ಟಿಸುವಂತಹ ಕತ್ತಲ ಶಕ್ತಿಯ ಬಲಗಳ ಮೇಲೆ, ಕತ್ತಲ ಶಕ್ತಿಯ ಮೇಲೆ ದೇವರು ಕೊಡುವವನಾಗಿದ್ದಾನೆ. ನಂಬುವವರು ಕರಗಳನ್ನು ಮೇಲೆ ಮಾಡಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಸಲ್ಲಿಸೋಣ. ವಾಗ್ದತ್ತ ಕಾಲ ಪಡ್ತಿರಿക്കുന്നു. ವಾಗ್ದಾನವು ನೆರವೇರುವಂತ ಸಮಯ ಹತ್ತಿರವಾಗಿದೆ. ನಾನು ನನ್ನ ಪ್ರಸಂಗವನ್ನು ಇಲ್ಲಿಯೇ ಪೂರ್ತೀಕರಿಸುತ್ತೇನೆ. ನಾವೆಲ್ಲರೂ ಈ ಸಮಯದಲ್ಲಿ ಕಣ್ಣುಗಳನ್ನು ಮುಚ್ಚೋಣ. ನಾವೆಲ್ಲರೂ ಸಹ ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ಪ್ರಾರ್ಥಿಸೋಣ. ಪ್ರಿಯವಾಗಿರುವಂತಹ ಸಭೆಯೇ, ಕುಟುಂಬವೇ, ಅಭಿಷೇಕ ಹೊಂದಿದವರೇ, ದೇವರ ಮಕ್ಕಳೇ, ನೀವು ನಿಮಗೆ ಕೊಟ್ಟಿರುವಂತಹ ವಾಗ್ದಾನ ಸಮಯ ಹತ್ತಿರವಾಗಿದೆ. ವಾಗ್ದಾನ ಕೊಟ್ಟಂತ ವಾಗ್ದಾನ ಪೂರ್ತೀಕರಿಸುವಂತ ಸಮಯ ಹತ್ತಿರವಾಗಿದೆ. അടുത്ത വർഷം നമ്മുടെ അനുഗ്രഹത്തിന്റെ വർഷമാണ്. 2017 ಆಶೀರ್ವದಿಸಲ್ಪಟ್ಟಂತಹ ವರ್ಷമാണ്. ಆಶೀರ್ವದಿಸಲ್ಪಟ್ಟಂತಹ ವರ್ಷ. ಅದು ಪ್ರಾಪಿಕಾದಿರಿപ്പോൾ, ಆದರೆ ಅದನ್ನು ಹೊಂದಿಕೊಳ್ಳಬಾರದೆಂದು നിങ്ങളുടെ ശരീരത്തെ ഒതുക്കിക്കളയുന്ന, ನಿಮ್ಮ ಶರೀರವನ್ನು ಅಡಗಿಸುತ್ತಿರುವಂತಹ, നിങ്ങളുടെ മനസ്സിനെ പീഡിപ്പിക്കുന്ന, ನಿಮ್ಮ ಮನಸ್ಸನ್ನು ಪೀಡನೆಗೆ ಒಳಪಡಿಸುತ್ತಿರುವಂತಹ, നമ്മളെ തമ്മിലടിപ്പിക്കുന്ന,
ನಮಗೆ ನಮಗೆ ತಂತ್ರವನ್ನು ಹಾಕುತ್ತಿರುವಂತಹ, നമ്മളെ കലഹമിടുന്നു, ನಮ್ಮ ಒಳಗಡೆ ಕಲಹವನ್ನು ಉಂಟು ಮಾಡುತ್ತಿರುವಂತಹ, നമ്മളെ ജಗಳ ഇടുന്നു, ನಮ್ಮ ಒಳಗಡೆ ಜಗಳವನ್ನು ತಂದು ಹಾಕುವಂತಹ എല്ലാ ഇരുട്ടിന്റെ ആത്മാവിന്റെ മേലും ಎಲ್ಲ ಕತ್ತಲೆಯ ಆತ್ಮನಿಗೆ ವಿರುದ್ಧವಾಗಿ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ജയം, ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಜಯ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಜಯ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಜಯ. ನಮ್ಮವರು ಕರಗಳನ್ನು ತಟ್ಟಿ ಆರಾಧಿಸುವ ಈ ರಾತ್ರಿ ವೇಳೆ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಜಯ, 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 ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಎಲ್ಲ ಇಕ್ಕಟ್ಟುಗಳು ನೀಗಲಿ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಬಾಗಿಲು ತೆರೆಯಲಿ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಬಾಗಿಲುಗಳು ತೆರೆಯಲಿ. പ്രാർത്ഥിക്കാം, ಪ್ರಾರ್ಥಿಸುವ. സ്വർഗീയ പിതാവേ, ಸ್ವರ್ಗೀಯ ತಂದೆಯೇ, കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം, ಕರ್ತನ ಕೇಳಿದಂತ ಎಲ್ಲಾ ವಾಕ್ಯಕ್ಕಾಗಿ ಸ್ತೋತ್ರ, വിടുവിച്ച എല്ലാ വിടുതലുകൾക്കുമായി സ്തോത്രം, ಬಿಡುಗಡೆ ಕೊಟ್ಟಂತ ಎಲ್ಲ ಬಿಡುಗಡೆಗಾಗಿ ಸ್ತೋತ್ರ. ഈ ബേതേൽ മിനിസ്ട്രിയെ ദൈവകരങ്ങളിൽ ಈ ഏൽപ്പിക്കുന്നു. ಬೇತೇಲ್ ಮಿನಿಸ್ಟ್ರಿ ನಿಮ್ಮ ಹಸ್ತದಲ್ಲಿ ಒಪ್ಪಿಸಿಕೊಡುತ್ತೇವೆ. ഈ പ്രസ്ഥാനത്തോട് കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞ എല്ലാ വാഗ്ദത്തങ്ങൾക്കുമായി ಕರ್ತನೆ, സ്തോത്രം. ಈ ಸೇವೆಗೆ ನೀವು ಕೊಟ್ಟಿರುವಂತ ಎಲ್ಲಾ ವಾಗ್ದಾನಗಳಿಗಾಗಿ ಸ್ತೋತ್ರ. 2017 എല്ലാ വാഗ്ദത്തങ്ങളും ദൈവം നിറവേറ്റുന്നതിനായി ಕರ್ತನೆ, ಈ സ്തോത്രം. 2017ರಲ್ಲಿ ಎಲ್ಲಾ ವಾಗ್ದಾನಗಳನ್ನು ಪೂರ್ತಿಕರಿಸುವಂತ ದೇವರಾಗಿದೆಯೇ, ಅದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. ഈ നാളുകളായി സ്ഥാപനത്തിൽ രോഗികളാക്കി വെച്ചിരിക്കുന്നവരെ വിടുവിക്കുന്നതിനായി സ്തോത്രം. ಕರ್ತನೆ, ಈ ಸಂಸ್ಥೆಯಲ್ಲಿ ರೋಗಿಗಳನ್ನಾಗಿ ಮಾರ್ಪಡಿಸಿರುವಂತಹ ಪ್ರತಿಯೊಬ್ಬರನ್ನು ಬಿಡುಗಡೆ ಕೊಡುವಂತ ದೇವರಾಗಿದೆ, ಅದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. കുഞ്ഞുങ്ങളെ മേൽ പീഡിപ്പിക്കുന്ന രോഗത്തിൽ നിന്ന് വിടുവിച്ചതിനായി സ്തോത്രം. ಮಕ್ಕಳ ಮೇಲೆ ಪೀಡಿಸುತ್ತಿರುವಂತಹ ಎಲ್ಲಾ ರೋಗಗಳಿಂದ ಬಿಡುಗಡೆ ಕೊಡುವಂತ ದೇವ ನೀನಾಗಿದ್ದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. സ്തോത്രം. ಕರ್ತನೆ, ಅಭಿಷಿಕ್ತರನ್ನು ಸೇವೆಯಲ್ಲಿ ಉಪಯೋಗಿಸಿಕೊಳ್ಳುತ್ತೀಯ, ಅದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. കുടുംബത്തിൽ കലഹത്തിന്റെ ആത്മാവിനെ ശാസിച്ചതിനായി സ്തോത്രം. ಕುಟುಂಬದಲ್ಲಿ ಕಲಹದ ಎಲ್ಲ ಆತ್ಮಗಳನ್ನು ಹೊರಗಡೆ ಹಾಕಿದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. യേശുവിന്റെ നാമത്തിലുള്ള കലഹം മാറിപ്പോകട്ടെ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಎಲ್ಲ ಕಲಹಗಳು ಬಿಟ್ಟೋಗಲಿ. യേശുവിന്റെ നാമത്തിലുള്ള ഭിന്നിപ്പും വിട്ടുമാറട്ടെ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಭಿನ್ನಾಭಿಪ್ರಾಯಗಳು ಬಿಟ್ಟೋಗಲಿ. യേശുവിന്റെ നാമത്തിലുള്ള ഭിന്ന അഭിപ്രായങ്ങളും വിട്ടുമാറട്ടെ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಎಲ್ಲ ಭಿನ್ನಾಭಿಪ್ರಾಯಗಳು ಬಿಟ್ಟೋಗಲಿ. യേശുവിന്റെ നാമത്തിലുള്ള ദുഷ്ടവ്യാപാരങ്ങളും വിട്ടുമാറട്ടെ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಎಲ್ಲ ದುಷ್ಟಶಕ್ತಿಯ ಬಲಗಳು ನೀಗಿ ಹೋಗಲಿ. അടുത്ത വർഷം വലിയ വിടുതൽ ഈ സ്ഥാപനത്തിൽ നൽകുന്നതിനായി ಕರ್ತನೆ, സ്തോത്രം. ಬರುವ ವರ್ಷ ಈ ಸಂಸ್ಥೆಯಲ್ಲಿ ಈ ಸೇವೆಯಲ್ಲಿ ದೊಡ್ಡ ಬಿಡುಗಡೆಯನ್ನು ಕೊಡುವುದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. വചനമയച്ച് വിടുവിക്കുന്നതിനായി സ്തോത്രം. ವಾಕ್ಯವನ್ನು ಕಳಿಸಿ ಬಿಡುಗಡೆ ಕೊಡುವುದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. പിതാവിന്റെയും ತಂದೆಯ, പുത്രന്റെയും ಮಗನ, പരിശുദ്ധാത്മാവിന്റെയും ಪವಿತ್ರಾತ್ಮನ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ಅನುಗ್ರಹಿಸಿ ಪ್ರಾರ್ಥಿಸುತ್ತೇವೆ. തുടർന്നുള്ള എല്ലാ മീറ്റിങ്ങുകൾക്കും വലിയ വിടുതൽ നൽകണമേ. ಕರ್ತನೆ, ಇರುವಂತ ಎಲ್ಲಾ ಕೂಟಗಳು ಬಿಡುಗಡೆ ಹೊಂದಿ ಆಶೀರ್ವಾದವಾಗಿರಲಿ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ತಂದೆಯೇ, ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് ಈ ವಾಕ್ಯದ ಮೂಲಕವಾಗಿ ಕರ್ತನ ನಮ್ಮೆಲ್ಲರನ್ನು ಆಶೀರ್ವದಿಸಲಿ. ಆಮೆನ್.